Hi Mukle, have a nice morning. Good morning. ഒരു നല്ല മോർണിംഗ് ഒക്കെ പറ. ഒരു നൈസ് സുപ്രഭാതത്തിലേക്ക്, ഒരു നൈസ് മോർണിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ക്യാൻ യു ഹിയർ മീ? കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം ഓക്കെ ആണെങ്കിൽ നല്ലൊരു തംസപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഫയർ കൊടുക്കുക. നല്ലൊരു ഫയറോ തംസപ്പോ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ വരുന്നു. ഓക്കെ, റെഡിയാണ്? റൈറ്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പോൾ ആദ്യമേ നാളത്തെ ബോർഡ് എക്സാമിനേഷന് അഡ്വാൻസ്ഡ് ഓൾ ദി ബെസ്റ്റ്, അഡ്വാൻസ് വിഷസ്, എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ തന്നെ നാളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായെന്ന് ചോദിച്ചാൽ, ഇന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പൊളിച്ചെടുക്കാൻ നമുക്ക് നാളെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളുടെ ഏകദേശം ഒരു പ്ലാൻ പറയാം. നമ്മൾ എല്ലാവരെയും മാരത്തോൺ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പ്ലാനിങ് ഇങ്ങനെയാണ്. രാവിലെ ഞാൻ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എടുക്കും. അതിനുശേഷം ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസിലേക്ക് കയറും. അതിനുശേഷം വീണ്ടും ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഈ 3 ചാപ്റ്ററുകൾ നമ്മൾ ആദ്യത്തെ റൗണ്ട്, ആദ്യത്തെ സെഷനിൽ എടുക്കും. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് നമ്മൾ 12 മണിയോട് കൂടിയിട്ട് ഇതിൻ്റെ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത ശേഷം നിങ്ങളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കും. ആ ഷോർട്ട് ബ്രേക്കിന് ശേഷം 1 മണിയാവുമ്പോൾ വീണ്ടും നിങ്ങൾ തിരിച്ചെത്തണം. ഫുഡൊക്കെ കഴിച്ച്, ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കരുത്, ലൈറ്റായിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ തിരിച്ചെത്തി 1 മണിക്ക് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. 1 മണിക്ക് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയും മൈക്രോബ്സും ഹ്യൂമൻ ഹെൽത്തും എന്ന 3 ചാപ്റ്റർ കൂടെ ഡിസ്കസ് ചെയ്യും, സുവോളജി. അപ്പോൾ എൻ്റെ കുട്ടികൾ റെഡിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പ്രീവിയസ് ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ സ്ലൈഡ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം അയച്ചിട്ടുണ്ട് മക്കളെ, ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 3 ചാപ്റ്ററിലേക്കുള്ള മാരത്തോൺ ലൈവിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. മക്കളെ, നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ നിങ്ങൾ കാണാൻ പോകുന്ന സ്ലൈഡ് എല്ലാം ഇട്ടിട്ടുണ്ട് മക്കളെ, സ്ലൈഡ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ, റെഡി. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? ശരി, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നാളെ ഈ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും, ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നാളെ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നും കൂടെ അറിയണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ പോവാണ്. നോക്കൂ, എല്ലാ ചോദ്യങ്ങളും കമ്പൾസറി ആണ്. ഓക്കെ, 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 3 സെക്ഷൻസ് ആയിട്ട് 13 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുണ്ടാവുക. അതിൽ സെക്ഷൻ എയിൽ നിന്നും 6 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം ഞാനത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് കേൾക്കാം. റെഡി? അപ്പോൾ ആദ്യം പറയാൻ പോകുന്നൊരു സംഗതി ടേം 2. ഓക്കെ, ടേം 2ൽ ഒന്നാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ചോദ്യങ്ങളും കമ്പൾസറിയാണ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി. ഓക്കെ, അപ്പോൾ അത് മിസ്റ്റേക്ക് വരണ്ട. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3 സെക്ഷൻസ് ഉണ്ട്.
ക്വസ്റ്റ്യൻ പേപ്പറിന് 3 സെക്ഷൻസ് ഉണ്ടാവും. ആ 3 സെക്ഷൻസിൽ ഏകദേശം 13 ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആ 13 ചോദ്യവും കമ്പൾസറിയാണ്. റൈറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം എന്തായെന്ന് ചോദിച്ചാൽ 3 സെക്ഷൻ എന്ന് പറയുമ്പം ഏതൊക്കെയാണ് 3 സെക്ഷൻ നോക്കാം. ആ 3 സെക്ഷനിൽ സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്, സെക്ഷൻ സി ഉണ്ട്. ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ സെക്ഷൻ എയിൽ 6 ചോദ്യങ്ങളാണ് സെക്ഷൻ എയിൽ നിന്നുള്ളത്. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 6 ചോദ്യങ്ങളാണ്. ആ 6 ചോദ്യങ്ങളിൽ നിന്നായിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സെക്ഷൻ സി എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്നായിട്ട് എത്ര മാർക്കാന്ന് ചോദിച്ചാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റെഡി. ഇന്റേണൽ ചോയ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഓവറോൾ ചോയ്സസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കേസ് സ്റ്റഡി എന്ന് ഞാൻ പറഞ്ഞു. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റേണൽ ഓപ്ഷൻസ് നോക്കുക. അതിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും, എന്ന് വെച്ചാൽ ചോയ്സ് ഉണ്ടാവും. ആ ചോയ്സിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി എവിടെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, എവിടെയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെ ഡയഗ്രാം ആഡ് ചെയ്യാം. അപ്പോൾ ഡയഗ്രാം എവിടെയൊക്കെയാണോ വരയ്ക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഒരു ഷുവർ ഡയഗ്രാം ഞാൻ ഇപ്പം തന്നെ പറയാം. ഒരു ഷുവർ ഡയഗ്രാം ആയിട്ട് PBR 322 ഒരു ഷുവർ ഡയഗ്രാം ആയിട്ട് വെച്ചോളാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഏകദേശം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം നാളത്തെ എക്സാം ഈസി ആയിരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കാനായിട്ട്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്, ശരി, റെഡി. എന്നാൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എത്ര ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഏകദേശം 3 മുതൽ 4 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 3 മുതൽ 4 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ ഇപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് മാത്രം 4-5 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 4 ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സിനോപ്സിസ് ഒന്ന് നോക്കാം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നായിട്ട് റീകോംബിനന്റ് DNA ടെക്നോളജീനെ കുറിച്ച് പഠിക്കണം. ടൂൾസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി. അതേപോലെ തന്നെ നോക്കൂ മക്കളെ, അതേപോലെ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ, പ്രോസസ്സസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ നമ്മൾ പറയും, റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഏറ്റവും ആദ്യം റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഓൾഡ് ബയോടെക്നോളജി, ന്യൂ ബയോടെക്നോളജി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ റീകോംബിനന്റ് DNA എന്താണ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫസ്റ്റ് റീകോംബിനന്റ് DNA, എങ്ങനെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് DNA, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, ആരാണ് റീകോംബിനന്റ് DNA ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്? ഇപ്പൊ റീകോംബിനന്റ് DNA ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് ആരാ എന്ന് ചോദിച്ചാൽ ആരാ 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 മക്കളെ റീകോംബിനന്റ് DNA ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്? ആൻസർ goes to Herbert Boyer and Stanley Cohen. Herbert Boyer and Stanley Cohen. ഇവരല്ലേ മക്കളെ ആദ്യമായിട്ട് റീകോംബിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്തത്? ഏത് വർഷമാണ് എന്ന് നിങ്ങൾക്കറിയാം? 1972. ശരിയല്ലേ?
1972. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നോക്കൂ മക്കളെ, ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് റീകോംബിനന്റ് DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ശരിയല്ലേ? ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് റീകോംബിനന്റ് DNA ഉണ്ടാക്കാം, അതേപോലെ തന്നെ അത് റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ് എക്സ്പ്ലെയിൻ റീകോംബിനന്റ് DNA ടെക്നോളജി. അപ്പോൾ റീകോംബിനന്റ് DNA ടെക്നോളജി അഥവാ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താ എന്നാണ് ചോദ്യം. അപ്പോൾ റീകോംബിനന്റ് DNA ടെക്നോളജി എന്താ എന്ന് ചോദിച്ചാൽ നോക്കൂ, ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ എഴുതിയാലും മതി. ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതാം? അതായത് ഇറ്റ്സ് എ ടെക്നിക് ടു ഓൾട്ടർ, നോക്കൂ, ടെക്നിക് ടു ഓൾട്ടർ ദ ജെനറ്റിക് മെറ്റീരിയൽ. കണ്ട, ജെനറ്റിക് മെറ്റീരിയൽ. ഇപ്പൊ ടെക്നിക് ടു ഓൾട്ടർ ജെനറ്റിക് മെറ്റീരിയൽ DNA ആവാം, അതല്ലെങ്കിൽ RNA ആവാം. എന്നിട്ടോ ആൻഡ് ടു ഇൻട്രഡ്യൂസ് these into the host organism. ഇതാണ് മക്കളെ യഥാർത്ഥത്തിൽ ഓർഗാനിസം യൂസിങ് റീകോംബിനന്റ് DNA. കണ്ട, ഇതാണ് യഥാർത്ഥത്തിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ റീകോംബിനന്റ് DNA ടെക്നോളജി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ ഇതാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ചോദ്യം അടുത്ത നോക്ക്. വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈം? നെയിം എ റെസ്ട്രിക്ഷൻ എൻസൈം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ആൻസർ എഴുതി കൊടുക്കണം. എന്താ മക്കളെ? ഉടനെ തന്നെ നമ്മൾ അതിന്റെ ആൻസർ എഴുതി കൊടുക്കണം. എന്താ? these are enzymes. നോക്ക്, these are enzymes which cut DNA into fragments. കണ്ട, which cut DNA into fragments. കണ്ട, these are enzymes which cut DNA into fragments. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ, നെയിം എ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരാ ചോദിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം പറഞ്ഞു കൊടുക്കാം. ഒന്ന് ഹൈൻ ഡി സെക്കൻഡ്, ലോകത്തിൽ ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഹൈൻ ഡി സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതും അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം. എക്കോ ആർ ഫസ്റ്റ്. ഒന്ന് ഹൈൻ ഡി സെക്കൻഡും ഒന്ന് എക്കോ ആർ ഫസ്റ്റും. ലോകത്തിൽ ആദ്യം ഡിസ്കവർ ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം ഏതാന്ന് ചോദിച്ചാൽ ഹൈൻ ഡി സെക്കൻഡ് ആണ്. അതേസമയം എസ്ട്രീഷ്യ കൊളയിൽ നിന്നും ഡിസ്കവർ ചെയ്തത് ഏതാന്ന് ചോദിച്ചാൽ ഏതാ എക്കോ ആർ ഫസ്റ്റ് ആണ്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്ക്. റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ. അപ്പം ജീൻ ട്രാൻസ്ഫറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും 2 മെത്തേഡുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ മക്കളെ? ഏതെങ്കിലും 2 മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിന് ആൻസർ എഴുതും. എനി 2 മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ ചോദിച്ചാൽ നമ്മൾ പരാജയപ്പെടുമോ മക്കളെ? നെവർ. നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. ഓക്കെ, ഒന്നുകൂടെ സൈസ് വലുതാക്കണോ? സ്ലൈഡാണോ ഞാനാണോ വലുതാക്കേണ്ടത്? ഞാൻ വലുതാക്കണം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ബാം H1 കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ബാം H1 ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം എന്താ മക്കളെ? ചോദ്യം 2 മെത്തേഡ്സ്, ജീൻ ട്രാൻസ്ഫറിന്റെ 2 മെത്തേഡ്സ് ചോദിച്ചാൽ ഉടനെ എഴുതിക്കണം. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ. അപ്പൊ എന്താ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് ചോദിച്ചാൽ റീകോംബിനന്റ് DNA is directly injected to the nucleus of host cell. കണ്ടോ? ന്യൂക്ലിയസ് ഓഫ് ഹോസ്റ്റ് സെൽ. ഇതാണ് മക്കളെ ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഡയറക്ട്ലി ഇൻജെക്റ്റഡ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഇനി ഒരെണ്ണം കൂടെ പറയാൻ പറ്റുമോ? ഇത് ആനിമൽ സെൽസിനാണോ അതോ പ്ലാന്റ് സെൽസിനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആനിമൽ സെൽസിനാണ്. മൈക്രോ ഇഞ്ചക്ഷൻ ആർക്കാൻ ചോദിച്ചാൽ ആനിമൽ സെൽസിനാണ് മൈക്രോ ഇഞ്ചക്ഷൻ ഉണ്ടാവുക. ഓക്കെ, റെഡി.
അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരെണ്ണം കൂടെ പറയേണ്ട ടീച്ചറെ, 2 മെത്തേഡ്സ് അല്ലേ ചോദിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് നോക്കാം മക്കളെ, ബയോലിസ്റ്റിക്സ്. കണ്ട, ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ്. ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ് ഇത് ആർക്കാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ യൂസ്ഡ് ഫോർ പ്ലാന്റ് സെൽസ് ആണ്. ചെടികൾക്കാണ് കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കണ്ട, ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ് ചെടികൾക്കാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ടീച്ചറെ ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡിൽ എന്താണ് ജീൻ ഗൺ ഇൻ പ്ലാന്റ്സ്? അപ്പൊ നമ്മൾ പറയും ദ ഹോസ്റ്റ് സെൽ. പറയൂ ടീച്ചറെ, പറയൂ. ദ ഹോസ്റ്റ് സെൽ is bombarded with high velocity microparticles. കണ്ട microparticles are for gold അല്ലെങ്കിൽ tungsten ആവാം. Okay, coated with microparticles of gold, coated with recombinant DNA. കണ്ട റീകോംബിനന്റ് DNA കൊണ്ട് പൊതിഞ്ഞ ഗോൾഡോ ടങ്സ്റ്റണോ ഹൈ വെലോസിറ്റിയിൽ ബംബാർഡ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ്. ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ റെഡിയാണല്ലോ. ശരി, അപ്പോൾ 2 മെത്തേഡ്സ് കൂളായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്ന എനിക്കറിയാം. അടുത്ത ചോദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്, റീകോംബിനന്റ് DNA. ചോദ്യം നോക്കാം മക്കളെ. ചോദ്യം ഇതാണ്, റീകോംബിനന്റ് DNA ടെക്നോളജി accomplished only if you are following key tools: restriction enzymes, polymerase enzymes, ligases, vectors ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റീകോംബിനന്റ് DNA ടെക്നോളജി നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ലിഗേസസിന്റെ ഫംഗ്ഷൻ എന്താണ്, റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന മനോഹരമായ ഈ ചോദ്യത്തിന് മുന്നിൽ എൻ്റെ കുട്ടികൾ പരാജയപ്പെടുമോ? ഒരിക്കലുമില്ല ടീച്ചറെ, ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം ലിഗേസസ് എന്താന്നുള്ളത് പുഷ്പം പോലെ നമ്മൾ ചെയ്യും. ആയിക്കോട്ടെ ടീച്ചറെ, പുഷ്പം പോലെ നമ്മൾ ചെയ്യും, ഫ്ലവർ പോലെ നമ്മൾ ചെയ്യും. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യുക? അപ്പം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ലിഗേസസ് ചോദിച്ചാൽ, അപ്പോൾ ആൻസറിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ലിഗേസസ് ചോദിച്ചാൽ ഏൻ്റെ ആൻസർ നമ്മൾ എന്ത് എഴുതണം ടീച്ചറെ? ലിഗേസസ് ആർ എൻസൈംസ്. Ligases are enzymes used to join DNA fragments. DNA fragmentsനെ ജോയിൻ ചെയ്യിക്കാനുള്ള എൻസൈംസ് ആണ് യഥാർത്ഥത്തിൽ ലിഗേസസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താ? റെസ്ട്രിക്ഷൻ എൻസൈംസിനെ REN എന്ന് വിളിക്കാം. Restriction enzymes used to cut DNA at specific site. Specific sites-ൽ DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു മനോഹരമായ ചോദ്യം എൻ്റെ കുട്ടികൾ തെറ്റിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിക്കട്ടെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ആരാദ്യം പറയുമെന്ന് നോക്കാം. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന് വിളിക്കുന്ന വേറൊരു പേരുണ്ട്. NCERTയിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ വേറൊരു പേരുണ്ട്. എന്താണ് ആ പേര് എന്ന് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈംസിന് വിളിക്കുന്ന മറ്റൊരു പേര് പറയൂ ടീച്ചറെ എന്ന് ചോദിച്ചാൽ മോളിക്കുലാർ സിസേഴ്സ്. കണ്ട, മോളിക്കുലാർ സിസേഴ്സ് എന്നോ കെമിക്കൽ സിസേഴ്സ് എന്നോ കെമിക്കൽ നൈസ് എന്നോ മോളിക്കുലാർ സ്കാൽപ്പൽസ് എന്നോ ഇങ്ങനെ പല പേരിൽ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ DNA വേണമെങ്കിൽ കട്ട് ചെയ്യാം, പർട്ടിക്കുലർ സൈറ്റ്സിലാവാം. അപ്പോൾ കെമിക്കൽ നൈസ്, മോളിക്കുലാർ സിസേഴ്സ്, ഏത് പേരിൽ വേണമെങ്കിലും ഇത് അറിയപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ സെറ്റാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. നോക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഒബ്സർവ് ദ ക്ലോണിംഗ് വെക്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. കണ്ട, ഈ ക്ലോണിംഗ് വെക്ടർ കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്ലോണിംഗ് വെക്ടർ കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചാൽ ഇതാണ് മക്കളെ ക്ലോണിംഗ് വെക്ടർ. ഇതിൽ ഓറായി എന്താണ് മക്കളെ? ഓറായി എന്നാണ് ചോദ്യം. അപ്പൊ എൻ്റെ കുട്ടികൾ ഈ ഓറായി എന്ന ചോദ്യത്തിന് മുമ്പിൽ നിസ്സഹായരായി
പതറി നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ടീച്ചറെ, ഒരിക്കലും ഓറായി ചോദിച്ചാൽ ഞങ്ങൾ തെറ്റിക്കില്ല. അതെന്താ ടീച്ചർ എന്ന് ചോദിച്ചാൽ ഓറായി എന്താ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ഓറായി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും എന്ത്? ദിസ് ഇസ് ദ സീക്വൻസ്. ദിസ് ഇസ് ദ സീക്വൻസ് വാ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. വാ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. കണ്ട, റിപ്ലിക്കേഷൻ തുടങ്ങുന്ന സൈറ്റാണ് മക്കളെ ഓറൈ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ റിപ്ലിക്കേഷൻ തുടങ്ങുന്നത് അവിടെയാണ് ഓറൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബാം H1 ആരാ എന്നാണ് അടുത്ത ചോദ്യം. അപ്പം ബാം H1 എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ബാം H1 എന്ന് പറയുന്നത് ആരാ എന്ന് ചോദിച്ചാൽ നോക്കൂ, ബാം H1 ചോദിച്ചാൽ അതൊരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് is found at the TET-RN. കണ്ടോ, TET-RN ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യുന്ന പാർട്ടിലല്ലേ മക്കളെ ഇത് കാണുന്നത്? ശരിയല്ലേ? അത് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അപ്പൊ ബാം H1 ആണ് യഥാർത്ഥത്തിൽ അതൊരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യുന്ന പാർട്ടിലാണ് കാണുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമൻസും അതേപോലെ തന്നെ റീകോമിനൻസിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബാം H1 എന്ത് ചെയ്യുക? ബാം H1 നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ DNA, റീകോമിനന്റ് DNA, ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരാണ്. മാച്ച് കോളം A and B. അതിൽ ഏറ്റവും ആദ്യം എടുക്കുക ജെൽ ഇലക്ട്രോഫോറസിസ് എടുത്തു. ജെൽ ഇലക്ട്രോഫോറസിസ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതിലേക്കാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ജെൽ ഇലക്ട്രോഫോറസിസ് ക്യാൻ ബി കണക്റ്റഡ് ടു എത്തിഡിയം ബ്രോമൈഡ്. കാരണം ജെൽ ഇലക്ട്രോഫോറസിസിൽ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് എത്തിഡിയം ബ്രോമൈഡ്. അങ്ങനെയാണെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ചോദിച്ചാൽ നമ്മൾ പറയും അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ അത് വേഗം പറ. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ മോളിക്കുലാർ ഡയഗ്നോസിസ്. കണ്ട, രോഗനിർണയം മോളിക്കുലാർ ലെവലിൽ നടത്താൻ. വീണ്ടും മറ്റൊരു ചോദ്യം നോക്കുക. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ ചെയ്യുക? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫ്രം എക്കോ ആർ ഫസ്റ്റ്. വീണ്ടും മറ്റൊരു ചോദ്യം നോക്കുക. PBR 322 എന്ന് പറയുന്നത് ആരാ? അതൊരു ക്ലോണിംഗ് വെക്ടറാണ് മക്കളെ. ഓക്കെ, അപ്പൊ ഞാൻ ഇനീഷ്യൽ ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനീഷ്യൽ ചോദ്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. ഇനി ഒരു ചോദ്യം കൂടെ നോക്കി നമ്മൾ വീണ്ടും വേറൊരു മെത്തേഡിലേക്ക് പോകാൻ പോവാണ്. നോക്കൂ, ചോദ്യം ഇതാണ്. വിച്ച് ഇസ് ദ കോമൺ വെക്ടർ യൂസ്ഡ് ഇൻ പ്ലാന്റ്സ്? നോക്കൂ, ചെടികളിൽ ഉപയോഗിക്കുന്ന കോമൺ വെക്ടർ ഏതാന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പറയൂ ടീച്ചറെ, എന്താണ് ചെടികളിൽ ഉപയോഗിക്കുന്ന കോമൺ വെക്ടർ ഏതാ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ആൻസർ ചെയ്യണം. എഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. കണ്ട, എഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഈ എഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് ആരാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. എഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് എന്ത് കോസ് ചെയ്യാൻ ചോദിച്ചാൽ ട്യൂമർ കോസിംഗ് ആണ്. എന്ത് കോസ് ചെയ്യും എന്ന് ചോദിച്ചാൽ ട്യൂമർ കോസിംഗ് ആണ്. ഇത് എന്താണ് ഇതിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ എഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസിൽ നിന്നും നമ്മൾ TI പ്ലാസ്മിഡ് പുറത്തെടുക്കും. ഓക്കെ, ആ TI പ്ലാസ്മിഡ് ആണ് യഥാർത്ഥത്തിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യാം. യൂസ്ഡ് ആസ് വെക്ടർ. ഓക്കെ, റെഡി? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ റെഡി ആണല്ലോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നും കൂടെ ടോപ്പിക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ടോപ്പിക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പോവാണ്. വീണ്ടും ഞാൻ എവിടേക്ക് തിരിച്ചു വന്നു? സിനോപ്സിസിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ റീകോമിനന്റ് DNA ടെക്നോളജി എന്താ എന്ന് മനസ്സിലാക്കി. ടൂൾസ് ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം.
ടൂൾസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് ഇതാണ് മക്കളെ ടൂളുകൾ. ഏതൊക്കെയാ ടൂളുകൾ? റെസ്ട്രിക്ഷൻ എൻസൈംസ്, പോളിമറൈസ് എൻസൈംസ്, DNA ലിഗേസ്, ക്ലോണിംഗ് വെക്ടർ, ഹോസ്റ്റ് ഓർഗാനിസം. ഈ 5 കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡി 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 അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി എന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു റീകോംബിനന്റ് DNA ടെക്നോളജി എന്താന്ന് പറഞ്ഞു, ടൂൾസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി എന്താന്ന് പറഞ്ഞു. ദെൻ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കോമ്പീറ്റന്റ് ഹോസ്റ്റും മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫറും. അപ്പം നമ്മൾ ആദ്യം ഒരു കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്താ എന്ന് പഠിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു കോമ്പീറ്റന്റ് ഹോസ്റ്റ്. ഇന്ന് ഞാൻ തിയറി പറയൂല, കാരണം തിയറി പറയുന്ന സമയമൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇന്ന് ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും മാത്രമാണ്. ഓക്കെ 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 അപ്പം എന്നോട് ഷെറിൻ സാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സർ, ഡയറക്റ്റ് ആയിട്ട് TI പ്ലാസ്മിഡ് എഴുതിയാൽ പ്രോബ്ലം ഉണ്ടോ? ഷെറിനെ ഡയറക്റ്റ് ആയിട്ട് നീ TI പ്ലാസ്മിഡ് എഴുതണ്ട. നീ അഗ്രോബാക്ടീരിയം ടൂമിഫിയേഷൻസ് എഴുതിയിട്ട് TI പ്ലാസ്മിഡ് എഴുതിയാൽ മതി. കാരണം നേരിട്ട് TI പ്ലാസ്മിഡ് എഴുതുമ്പോൾ വാല്യൂ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് അഗ്രോബാക്ടീരിയം കൃത്യമായിട്ട് എഴുതിയിട്ട് മാത്രം TI പ്ലാസ്മിഡ് എഴുതിയാൽ മതി കേട്ടോ ഷെറിനെ. അതിലൊരു സംശയവും വേണ്ട, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം മെത്തേഡ്സ് ടു കോമ്പീറ്റന്റ് ഹോസ്റ്റ്: ഒന്ന് കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്യുക, മറ്റൊന്ന് തണുപ്പിക്കുക, ചൂടാക്കുക, വീണ്ടും തണുപ്പിക്കുക. ദെൻ മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ നിങ്ങൾക്കറിയാം. മൈക്രോ ഇഞ്ചക്ഷൻ ഉണ്ട്, ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗണ്ണ്, ഡിസാംഡ് പാത്തോജൻ വെക്ടേഴ്സ്. അപ്പം മൂന്നാമത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ഏറ്റവും അവസാനത്തെ നോക്കാം, പ്രോസസ്സസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി. അപ്പം പ്രോസസ്സസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി എൻ്റെ കുട്ടികൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഈ 6 സ്റ്റെപ്സ് ഓർത്ത് നോക്കാം. ഐസൊലേഷൻ ഓഫ് DNA, ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA, സെപ്പറേഷൻ ഓഫ് DNA, കൾച്ചറിങ് ഓഫ് DNA. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഐസൊലേഷൻ ഓഫ് DNAയിൽ ഓർക്കുക. ഐസൊലേഷൻ ഓഫ് DNAയിൽ DNA സ്പൂളിംഗ് മറക്കണ്ട. അതേപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് DNAയിൽ ജെൽ ഇലക്ട്രോഫോറസിസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രമാണ്. ഈ വർഷം ഡയഗ്രം വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നതിൽ ഒരു ഡയഗ്രമാണ് ഇത്. PBR 322 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, കൃത്യമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ തിയറിയിൽ പഠിച്ചതാണ്. ഓക്കെ, 6 days ചലഞ്ചിൽ പഠിച്ചാണ്. അപ്പോൾ PCR ഡയഗ്രം മറക്കാതെ ഓർത്തിരിക്കുക. ആൻഡ് ഏറ്റവും ലാസ്റ്റായിട്ട് ബയോറിയാക്ടർ എന്താണ്? ആ ബയോറിയാക്ടറിന്റെ 2 ടൈപ്പ് ബയോറിയാക്ടർ. ഏറ്റവും അവസാനം കോമ്പൗണ്ട്സ് ഓഫ് ബയോറിയാക്ടർ ആൻഡ് ലാസ്റ്റ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു സെറ്റ് വിത്ത് ആൻസർ കീ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കാം. ഈ പറയുന്ന ചോദ്യങ്ങളും ആ ഉത്തരങ്ങളും CBSE NCERT കൊടുത്തിരിക്കുന്ന ബോർഡ് എക്സാമിനേഷന്റെ ആൻസേഴ്സ് ആണ്. നിങ്ങളുടെ ആൻസർ കീയിൽ ആൻസറിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ CBSE ബോർഡ് എക്സാമിനേഷൻ വിത്ത് ആൻസർ കീ. എങ്ങനെയാണ് ആൻസർ കീ എഴുതേണ്ടത്, എത്രത്തോളം എഴുതണം, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിട്ട്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് CBSE ബോർഡ് എക്സാമിനേഷൻ ഓഫ് 2022. അപ്പൊ നോക്കാം, ആദ്യത്തെ ചോദ്യം റൈറ്റ് 2 components of first artificial recombinant DNA molecule constructed by Cohen and Boyer. കണ്ട, ഇതാണ് ആദ്യത്തെ ചോദ്യം. റൈറ്റ് 2 components of ആദ്യത്തെ ആർട്ടിഫിഷ്യൽ റീകോംബിനന്റ് DNA. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ റീകോംബിനന്റ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയത് കോഹനും ബോയറോ എന്ന് ഞാൻ പറഞ്ഞു. ഈ കോഹനും ബോയറും ഉണ്ടാക്കിയ ഈ ആർട്ടിഫിഷ്യൽ DNA യുടെ എന്തൊക്കെ കോമ്പോണൻസ് ആണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനും, ഒന്ന് പ്ലാസ്മിഡ് ഓഫ് സാൽമോണല്ല ടൈഫിമൂറിയം. ഓക്കെ. ഡോണ എന്നോട് ചോദിക്കുന്നുണ്ട്, മാഷെ ബയോറിയാക്ടർ വരയ്ക്കാൻ വന്നിട്ട് ചോദിക്കുമോ? ഡോണ, ബയോറിയാക്ടർ വരയ്ക്കാൻ ചോദിക്കില്ല, പക്ഷെ ബയോറിയാക്ടറിന്റെ ഡയഗ്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ വേണമെങ്കിൽ ഇതെന്താണ്, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കാം. ബയോറിയാക്ടർ വരയ്ക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. നോക്കൂ മക്കളെ, രണ്ടാമത്തെ ചോദ്യം അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നോക്കൂ, ചോദ്യം ഇതാണ്: 4 മെത്തേഡ്സ് ടു ഇൻട്രൊഡ്യൂസ് എ ഡിസയർഡ് DNA segment into a bacterial cell in recombinant DNA technology experiments. കണ്ട, ഏതെങ്കിലും 4 മെത്തേഡ്സ്, ഏതെങ്കിലും 4 മെത്തേഡ്സ്, കണ്ട 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 ഏതെങ്കിലും 4 മെത്തേഡ്സ്, ഏതെങ്കിലും 4 മെത്തേഡ്സ് ഈ പറയുന്ന DNA റീകോംബിനന്റ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള, അതായത് മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ ഇഞ്ചക്ഷൻ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ ഇഞ്ചക്ഷൻ. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസാംഡ് പാത്തോജൻ വെക്ടർ. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോക്കൂ, കാൽസ്യം വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡുകൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ. എന്നോട് അനന്യ ചോദിക്കുന്നുണ്ട്, എല്ലാം പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. യാ ഓക്കെ. ഓം പ്രകാശ് ബോൾ रहा है कि कौन सा लैंग्वेज बोल रहा है എന്ന് ഓം പ്രകാശ് ചോദിക്കുകയാണ്. ഐ തിങ്ക് ഓം പ്രകാശ് ബിലോങ്സ് ടു നോർത്ത് ഇന്ത്യ. അപ്പം നോർത്ത് ഇന്ത്യയിലുള്ള ഓം പ്രകാശിന് വേണ്ടിയിട്ട് ഞാൻ ഹിന്ദിയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ओम प्रकाश, हम CBSE का बोर्ड एग्जामिनेशन का क्वेश्चंस डिस्कस कर रहा है. If you are interested, you can join with us to discuss അല്ലെങ്കിൽ to know about the questions, how it will come. Okay, Om Prakash, right. അപ്പോൾ ഓം പ്രകാശിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹിന്ദി സംസാരത്തിലേക്ക് കടന്നാണ്. വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്: മെൻഷൻ the uses of cloning vector in biotechnology. കണ്ട, ക്ലോണിംഗ് വെക്ടറിന്റെ ഉപയോഗമാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ടീച്ചറെ എക്സ്പ്ലെയിൻ ചെയ്ത്? ഷെറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം, സംശയമില്ല. എല്ലാ എക്സ്പ്ലനേഷൻസ് ആണ് ആവശ്യം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ. ഓം പ്രകാശ് still asking that I do not understand. Om Prakash, we are discussing about the CBSE +2 board examination questions. If you are interested and if you are a +2 student, join with us. Okay. So mention the uses of cloning vector in biotechnology. അപ്പോൾ നമ്മൾ അതിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, ലിങ്കിങ് ദ ഫോറിൻ DNA വിത്ത് ദ ഹോസ്റ്റ് DNA. ഒരു ഫോറിൻ DNA ഹോസ്റ്റ് DNAയുമായിട്ട് ഒട്ടിക്കുക. സെലക്ഷൻ ഓഫ് റീകോംബിനൻസ്. കണ്ട, സെലക്ഷൻ ഓഫ് റീകോംബിനൻസ് ഫ്രം നോൺ റീകോംബിനൻസ്. സെലക്ഷൻ ഓഫ് റീകോംബിനൻസ് ഫ്രം നോൺ റീകോംബിനൻസ്. റെഡിയാണല്ലോ. ഇനി ഒരു പ്രശസ്തമായ ചോദ്യം ഏതാന്നുള്ളത് പറയാം. ഓം പ്രകാശ് വീണ്ടും ചോദിക്കുകയാണ്, നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എടുത്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. എന്താ എൻ്റെ ബാക്കിയുള്ള കുട്ടികളുടെ അഭിപ്രായം? ഫുൾ ഇംഗ്ലീഷിലേക്ക് മാറ്റണോ? ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ഇംഗ്ലീഷിലേക്ക് മാറ്റണോ? വേണ്ട എന്ന് ഒരുപാട് പേര് പറയുന്നു. അപ്പോൾ ഓം പ്രകാശിനോട് ഞാൻ വീണ്ടും പറയാൻ പോവാണ്. ഓം പ്രകാശ്, വി കനോട്ട് take classes in Hindi or pure English because Keralites are mostly present in this live. So Om Prakash, you can view the questions, view the answers and try to understand how we make it out. Okay, for tomorrow's examination. Okay. Another one, Ansala ചോദിക്കുന്നുണ്ട് ഹിന്ദിയിൽ ക്ലാസ്, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഓം പ്രകാശ്, you can join only for viewing the questions. എൻ്റെ കുട്ടികൾക്ക്, ഞങ്ങളുടെ സ്വന്തം കുട്ടികൾക്ക് മംഗ്ലീഷിലായി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മംഗ്ലീഷ് ഇസ് അവർ ലാംഗ്വേജ്. ഓക്കെ. ഗോകുൽ പറയുന്നുണ്ട് ഓം പ്രകാശ് ജാവോ എന്നൊക്കെ പറയുന്നുണ്ട്. ഗോകുലെ, നീ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കാൻ നിൽക്കണ്ട, നീ ഇവിടെ ശ്രദ്ധിക്കും. ഓക്കെ, റൈറ്റ്. വീണ്ടും നമ്മൾ അടുത്തയിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പൊ ഇതും നിങ്ങൾ മറന്നു പോരുത്. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നാളെ ഈ ചോദ്യമാണോ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. പറയൂ ടീച്ചറെ, ഏതാണ് ആ ചോദ്യം? നാളെ നമ്മൾ കാത്തിരിക്കുന്ന ആ ചോദ്യം ഏതാണ് മാഷെ ആ ചോദ്യം? ആ ചോദ്യം നോക്കാം മക്കളെ, ആ ചോദ്യം നോക്കാം. Biotechnologists refer to Agrobacterium tumefaciens as natural genetic engineering of plants. Agrobacterium tumefaciensനെ
നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിക്കും. ഗിവ് റീസൺസ് ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെന്റ്. ഗിവ് റീസൺസ് ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ആൻസേഴ്സ് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം, എന്നിട്ട് അത് തന്നെ നോക്കിയാൽ മതി എന്താ എഴുതേണ്ടത് എന്നുള്ളത്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് CBSE ബോർഡ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, 2 or 2 കൂടുതൽ പോയിന്റ്സോ കൃത്യമായിട്ട് നമുക്ക് എഴുതണം. ഓക്കെ ഓക്കെ ഓക്കെ. ഗോകുൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അവനെ വിട്ടു. ആയിക്കോട്ടെ ഗോകുലെ, നീ ഉഷാറായിട്ട്. ഓക്കെ ഓക്കെ ഗോകുലെ, ഒന്നും ചെയ്യണ്ട ഗോകുലെ. ഓക്കെ റെഡി. അപ്പൊ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. വീണ്ടും നമ്മൾ ആൻസർ പറയാൻ പോകുന്ന കാര്യം നോക്കാം. അഗ്രോബാക്ടീരിയ. അപ്പൊ എന്ത് എഴുതണം എന്നാണ് അറിയേണ്ടത്. എന്താണ് എഴുതേണ്ടത് ഇതിന്റെ ആൻസർ ആയിട്ട്? അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ എഴുതേണ്ടത് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്നുള്ളത് എ പാത്തോജൻ ഓഫ് സെവറൽ ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ ബിക്കോസ് ഇവിടെ മുതലാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടത്. ഇറ്റ് ഈസ് ഏബിൾ ടു ഡെലിവർ എ പീസ് ഓഫ് DNA. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, tDNA അഥവാ TI പ്ലാസ്മിഡ് എഴുതിയാലും മതി. ടു ദ ട്രാൻസ്ഫോം നോർമൽ സെൽസ് ഇൻ ടു ട്യൂമർ സെൽസ്. കണ്ട, ആൻഡ് ഡയറക്ട് ദ ട്യൂമർ സെൽസ് ടു സിന്തസൈസ് കെമിക്കൽസ് റിക്വയർഡ് ബൈ ദ പാത്തോജൻ. കണ്ട, നമുക്ക് എവിടം വരെ എഴുതിയാൽ മതി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടം വരെ എഴുതിയാൽ മതി. ബിക്കോസ് ഇറ്റ് ഈസ് ഏബിൾ ടു ഡെലിവർ എ പീസ് ഓഫ് പീസ് ഓഫ് DNA കോൾഡ് tDNA. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. ഇസ് ഇറ്റ് ഓക്കെ? കാര്യങ്ങൾ സെറ്റാണോ? കാര്യങ്ങൾ സെറ്റാണെങ്കിൽ അടുത്ത ചോദ്യം ജെൽ ഇലക്ട്രോഫോറസിസിൽ നിന്നാണ്. ജെൽ ഇലക്ട്രോഫോറസിസിൽ നിന്നുള്ള ആ മനോഹരമായ ചോദ്യം ഒന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. വൈ ഡു DNA fragments move towards anode during gel electrophoresis? കണ്ട, ജെൽ ഇലക്ട്രോഫോറസിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ 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 വീണ്ടും ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ്? ഇപ്പൊ ജെൽ ഇലക്ട്രോഫോറസിന്റെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ടുവേർഡ്സ് ദ ആനോഡ്. അപ്പൊ ആനോഡ് എവിടെയാന്ന് ചോദിച്ചാൽ ആനോഡ് ഇവിടെയാണ്. പോസിറ്റീവ് പോള് ഇവിടെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് DNA ഫ്രാഗ്മെന്റ്സ് പോസിറ്റീവ് പോളിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ പോസിറ്റീവ് പോളിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ കാരണം ചോദിച്ചാൽ എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് അറിയണം. എന്താണ് ടീച്ചറെ നമ്മൾ എഴുതേണ്ടത്? പറയൂ എൻ്റെ ടീച്ചറെ. DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആണ്. കണ്ട, and hence move towards the anode. കണ്ട, during gel electrophoresis. കണ്ട, ഈ ഒരു ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് പോളിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നറിയണം. വീണ്ടും ജെൽ ഇലക്ട്രോഫോറസിസിലെ അതിമനോഹരമായ ഒരു ചോദ്യത്തിലേക്കാണ് വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ചോദ്യം നോക്കൂ മക്കളെ. ചോദ്യം നോക്കൂ. എന്താണ് ടീച്ചറെ ചോദ്യം? വാട്ട് ഈസ് ദ റോൾ ഓഫ് എത്തിഡിയം ബ്രോമൈഡ് ഡ്യൂറിംഗ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്? എത്തിഡിയം ബ്രോമൈഡിന്റെ റോൾ എന്ത്? ജോലി എന്ത്? ആരാണ് എത്തിഡിയം ബ്രോമൈഡ്? ജെൽ ഇലക്ട്രോഫോറസിസിൽ ഇവന്റെ റോൾ എന്ത്? ഓക്കെ റെഡി. ആനോഡ് പോസിറ്റീവ് അല്ല, ആ പോസിറ്റീവ് പോളിനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ റെഡി. അപ്പൊ വാട്ട് ഈസ് ദ റോൾ ഓഫ് എത്തിഡിയം ബ്രോമൈഡ്? അപ്പൊ എത്തിഡിയം ബ്രോമൈഡിന്റെ റോള് ചോദിച്ചാൽ നമ്മൾ പറയും സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഡ്യൂറിംഗ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. can be visualized, കണ്ണുകൊണ്ട് കാണാൻ പറ്റുക only after staining the DNA with ethidium bromide in UV light. അപ്പൊ എന്താ ചെയ്യാം? The staining imparts DNA a bright orange color. കണ്ട മക്കളെ, ഇതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ എന്തുകൊണ്ടാണ് എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം നിങ്ങൾ അറിയണം. ടു വിഷ്വലൈസ് ദ DNA ഫ്രാഗ്മെന്റ്സ് വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെയിൻ ചെയ്യണം. ആ സ്റ്റെയിനിങ്ങിനെയാണ് എന്ത് വിളിക്കുക? എത്തിഡിയം ബ്രോമൈഡ്. ഓക്കെ, എല്ലാം സെറ്റാണല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം. അടുത്ത ചോദ്യം ഇതാണ്.
ഏരിയ പ്രോസസ്സസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജിയാണ്. റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ജനറ്റിക് മെറ്റീരിയൽ പ്ലാന്റ്സിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എൻസൈമാണ് ഉപയോഗിക്കുക? ജനറ്റിക് മെറ്റീരിയൽ DNA ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എൻസൈമാണ് ഉപയോഗിക്കുക? അപ്പോൾ ചോദ്യം നോക്കാം മക്കളെ, ചോദ്യം നോക്ക്. വൈ ഇസ് ദ എൻസൈം സെല്ലുലേസ് യൂസ്ഡ് ഫോർ ഐസൊലേറ്റിംഗ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം പ്ലാന്റ് സെൽസ് നോട്ട് ഫ്രം ആനിമൽ സെൽസ്? കണ്ട, സെല്ലുലേസ് പ്ലാന്റ് സെല്ലിലാണ് യൂസ് ചെയ്യുന്നത്, ആനിമൽ സെൽസിനല്ല. എന്ത്? സൂം ചെയ്യണ്ട എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ, റെഡി. അപ്പൊ നോക്കുക, എന്താ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സെല്ലുലേസ് സെല്ലുലോസിക് സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെല്ലുലേസ് സെല്ലുലോസിക് സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റ് സെൽസിന് സെൽ വോൾ ഉള്ളൂ, ആനിമൽ സെൽസിന് ഡു നോട്ട് കണ്ടെയ്ൻ സെൽ വാൾ. ആനിമൽ സെൽസിന് സെൽ വാൾ ഇല്ല, ആനിമൽ സെൽസിന് സെൽ വാൾ ഇല്ല. അങ്ങനെയെങ്കിൽ സെല്ലുലേസ് ആവശ്യമില്ല, സെല്ലുലേസ് ആവശ്യമില്ല. ഓക്കെ, റെഡി ടു ബ്രേക്ക് ദ സെൽ വാൾ. റെഡി. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മക്കളെ. ഈ ഇമ്പോർട്ടൻറ്റ് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്താണ് സ്റ്റിക്കിയൻസ്? എങ്ങനെയാണ് സ്റ്റിക്കിയൻസ് ഫോം ചെയ്യുന്നത്? വൈ ആർ ദേ കോൾഡ് സോ? ഇതാണ് ചോദ്യം. അപ്പോൾ അതിമനോഹരമായൊരു ചോദ്യമാണ്. നാളെ ഈ ചോദ്യമായിരിക്കുമോ ടീച്ചറെ നമ്മളെ കാത്തിരിക്കുന്നത്? ഹൗ ആർ സ്റ്റിക്കിയൻസ്? നോക്കാം മക്കളെ, ഹൗ ആർ സ്റ്റിക്കിയൻസ് ഫോംഡ് ഓൺ എ DNA strand? വൈ ആർ ദേ കോൾഡ് സോ? അപ്പൊ സ്റ്റിക്കിയൻസ് എന്താണ്, എന്തുകൊണ്ടാണ് അവരെ സ്റ്റിക്കിയൻസ് എന്ന് വിളിക്കുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകത? ഓക്കെ, അപ്പൊ പ്രത്യേകതകളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പൊ ആൻസർ നോക്കാം. സ്റ്റിക്കിയൻസ് ഓൺ DNA ആർ ഫോംഡ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇത് എഴുതാൻ പറ്റുമല്ലോ. സ്റ്റിക്കി എൻഡുകൾ ഉണ്ടാവുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ കാരണങ്ങൾ കൊണ്ട്. അത് കൃത്യമായിട്ട് എഴുതാമല്ലോ. ഓക്കെ, റെഡി. നോക്ക്, these enzymes cut DNA strand a little away from the center of palindromic sequence, but between the same two bases on the two strands, this results in a single structures. ഇത്ര മാത്രം എഴുതിയാൽ മതി. അതായത് നിങ്ങൾ അഥവാ എഴുതാനായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ ജസ്റ്റ് ആ ഡയഗ്രാം വരച്ചു കൊടുക്കാം. അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദാ ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻസ് ഫോം ചെയ്യും. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻസിനെയാണ് സ്റ്റിക്കി എൻഡുകൾ. ഈ സ്റ്റിക്കി എൻഡുകൾ കണ്ട. അപ്പൊ നമ്മൾ ആകെ പഠിക്കേണ്ടത് ഇത് മാത്രം. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് സ്റ്റിക്കിയൻസ് എന്ന് ചോദിച്ചാൽ, ദീസ് ഓവർഹാങ്ങിങ് സ്ട്രെച്ചസ് ആർ കോൾഡ് സ്റ്റിക്കിയൻസ്. ഇത് മാത്രം എഴുതിയാലും മതി. ആസ് ദേ ഫോം ഹൈഡ്രജൻ ബോൺസ് വിത്ത് എ കോംപ്ലിമെന്ററി ബേസ് പെയർ സീക്വൻസ്. സാമ്യമുള്ള DNA സ്ട്രാൻഡുമായി ബേസ് പെയർ ഹൈഡ്രജൻ ബേസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അവരെ സ്റ്റിക്കിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്യാം മക്കളെ. ഈ ചോദ്യം എല്ലാം അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇന്നിരുന്നിട്ട് നന്നായിട്ട് നോക്കിക്കോളാം. ഇതിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങളായിരിക്കും നാളെ CBSE ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവുക എന്ന് ഞാൻ ഉറപ്പ് തരാം. ഒരു സംശയമില്ല, ടീച്ചറിന്റെ വാക്കാണ്, ഉറപ്പിച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഓക്കെ, റെഡിയാണോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. എന്താണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ? ഓക്കെ, ഇൻസർഷണൽ ഇനാക്ടിവേഷൻ വഴി സെലക്ടബിൾ മാർക്കറായിട്ട് റീകോംബിനൻസിനെയും നോൺ റീകോംബിനൻസിനെയും എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് ചോദ്യം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അടുത്ത ചോദ്യം നോക്കാം മക്കളെ.
അടുത്ത ചോദ്യം ഇതാണ്. നോക്കൂ. ഹൗ ഇസ് ഇൻസർഷൻ ഇൻആക്ടിവേഷൻ ഓഫ് എൻ എൻസൈം യൂസ്ഡ് ആസ് എ സെലക്ടബിൾ മാർക്കർ ടു ഡിഫറൻഷിയേറ്റ് റീകോംബിനൻസ് ഫ്രം നോൺ റീകോംബിനൻസ്? ഓക്കെ. വിവേക് എന്നോട് ചോദിക്കുന്നുണ്ട്, സ്റ്റിക്കിയൻസ് ഒന്നും കൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വിവേകെ മോനെ, ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. സ്റ്റിക്കിയൻസ് ചോദിച്ചാൽ വിവേകെ നീ ഇത്ര മാത്രം എഴുതിയാൽ മതി. വെൻ റിസ്ട്രിക്ഷൻ എൻസൈം കട്ട് DNA, okay, out of the two strands, one strand will be projected. These projected strands, these projected ends, these overhanging stretches are called sticky ends. Okay, നീ ഇത് മാത്രം എഴുതിയാൽ മതി. ഈസി ആയില്ലേ? ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എത്രത്തോളം ഈ ടൈപ്പ് ആൻസർ കീ തന്നെ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്കാണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത്. വെറുതെ ഒരു A ഗ്രേഡ് കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടില്ല. ശരിയല്ലേ? അപ്പൊ വെറും ഒരു A1 എന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഈ ആൻസർ കീ ആണ് CBSE ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ആൻസർ കീ. അപ്പൊ ഇതിനോട് കിടപിടിക്കുന്ന ആൻസർ എങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ആണോ? യെസ്. അപ്പൊ കാര്യങ്ങൾ റെഡി ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാണ്. ഇൻസർഷണൽ ഇനാക്ടിവേഷൻ എന്താ എന്ന് നോക്കാം. ഓക്കെ, ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. അപ്പൊ ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ ഈ ചോദ്യങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആണ് ഇട്ടേക്കാം. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് നോക്കുക, ഈ ചോദ്യവും ഉത്തരവും നന്നായിട്ട് പഠിച്ചു പോവുക. ഇത് മാത്രം ഇതുവരെ ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ ജസ്റ്റ് മാത്രം പഠിച്ചു വെച്ചവര് ഈ ചാപ്റ്ററിൽ ഇത് മാത്രം പഠിച്ചു പോവുക പോരെ. അടുത്ത ചോദ്യം നോക്കുക. ഇൻസർഷണൽ ഇനാക്ടിവേഷൻ എങ്ങനെയാണ് സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. ഇൻസർഷണൽ ഇനാക്ടിവേഷൻ നോക്കൂ. ഇൻസർഷണൽ ഇനാക്ടിവേഷൻ of beta galactosidase ആണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇൻസർട്ടിംഗ് ദ ഡിസയർഡ് DNA in the coding region of the enzyme, resulting in the inactivation of beta galactosidase. കണ്ട in recombinance. ഒരിക്കൽ കൂടി പറയാം. ഇതാണ് വെക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് സെലക്ടബിൾ മാർക്കർ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് ചിന്തിക്കുക. ഓക്കെ, ഇവിടേക്ക് ഞാൻ ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്തു. അഥവാ ഏലിയൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫോറിൻ DNA അഥവാ ഏലിയൻ DNA എനിക്ക് ഹൈറ്റ് കൂട്ടാനുള്ള DNA ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഫോറിൻ DNA കയറിയാൽ മാത്രം നോക്കണേ, ഫോറിൻ DNA കയറിയാൽ മാത്രം ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവ് ആവും. അപ്പൊ ഫോറിൻ DNA കയറിയാൽ, ഇഫ് ഇൻസർട്ടഡ്, ബീറ്റാ ഗാലക്ടോസിഡേസ് ബിക്കം ഇനാക്റ്റീവ്. ബീറ്റാ ഗാലക്ടോസിഡേസ് becomes inactive. കണ്ടാ, ബീറ്റ ഇനാക്റ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഒരു ഫോറിൻ DNA when introduced into the beta galactosidase, it will become inactive. റെഡിയാണോ? ഇനാക്റ്റീവ്. അപ്പൊ ഇനാക്ടിവേഷൻ ഓഫ്, കണ്ടാ, ഒരിക്കൽ കൂടി പറയാം. ബീറ്റാ ഗാലക്ടോസിഡേസിലേക്ക് ഒരു ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവ് ആവും. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു രഹസ്യം ഇതാണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് ആക്റ്റീവ് ആയാലും ഇനാക്റ്റീവ് ആയാലും എന്ത് സംഭവിക്കും? ബീറ്റ ആക്റ്റീവ് ആണെങ്കിൽ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ബ്ലൂ കളർ കോളനീസ്. അതേസമയം ബീറ്റ ഇനാക്റ്റീവ് ആണെങ്കിൽ നോ കളർ. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ ഒരു ഫോറിൻ DNA ബീറ്റാ ഗാലക്ടോസിഡേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ബീറ്റാ ഗാലക്ടോസ് ബിക്കംസ് എന്തായിട്ട് മാറും? ഇനാക്റ്റീവ് ആയിട്ട് മാറും. ഇനാക്റ്റീവ് ആയാൽ കളർ ഉണ്ടാവാൻ പാടില്ല. അതാണ് അടുത്ത സെഷനിൽ കാണാം. ദ റീകോംബിനൻസ് ആർ അൺഏബിൾ ടു പ്രൊഡ്യൂസ്
any color, are unable to produce any color and differentiate recombinants from non-recombinants. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണോ? യെസ്. ലാക്സെഡ് ജീൻ ആണ് ബീറ്റ ഗാലക്ടോസിറേസിനെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ബീറ്റ ഗാലക്ടോസിറേസ് ഉള്ള ജീനിലേക്ക് ഒരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ബീറ്റ ഗാലക്ടോസ് ബിക്കം ഇനാക്റ്റീവ്. അപ്പൊ ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇനാക്റ്റീവ് ആവുന്നതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ? അപ്പൊ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്നാൽ ബീറ്റ ഇനാക്റ്റീവ് ആയാൽ ബീറ്റ വോണ്ട് പ്രൊഡ്യൂസ് എനി കളർ. അപ്പൊ റീകോംബിനൻസ് വുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി കളർ. റീകോംബിനൻസ് ഒരു കളറേ ഉണ്ടാക്കില്ല. അങ്ങനെ റീകോംബിനൻസിനെ നോൺ റീകോംബിനൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാം. നോൺ റീകോംബിനൻസ് ബ്ലൂ കളർ ആയിരിക്കും. നോക്കണേ. അപ്പൊ നോൺ റീകോംബിനൻസ് ബ്ലൂ കളർ. നോൺ റീകോംബിനൻസ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നോൺ റീകോംബിനൻസ് ബ്ലൂ കളർ. ഓക്കെ. നോൺ റീകോംബിനൻസ് ബ്ലൂ കളർ. അതേസമയം റീകോംബിനൻസ് കളർ ഉണ്ടാക്കില്ല. റീകോംബിനൻസ് നോ കളർ, ഒരു നിറം ഉണ്ടാക്കില്ല. യു ഗോട്ട് ഇറ്റ് ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ എല്ലാം റെഡി ആണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, TI പ്ലാസ്മിഡിന്റെ റോൾ എന്താ എന്നാണ്. ഓക്കെ, റോൾ എന്താ എന്നാണ്. അപ്പൊ TI പ്ലാസ്മിഡിന്റെ റോൾ എന്താ എന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടികൾ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. പറയൂ ടീച്ചറെ, പറയൂ. ഓക്കെ, നമുക്ക് 2 മാർക്സിന്റെ ക്വസ്റ്റൻ ഉണ്ട്, 3 മാർക്സിന്റെ ക്വസ്റ്റൻ ഉണ്ട്, 5 മാർക്സിന്റെ ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ എത്രത്തോളം എഴുതണം എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. ഇതൊക്കെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് TI പ്ലാസ്മിഡ്സ് ഇൻ ബയോടെക്നോളജി. സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സാധ്യതയുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ മനോഹരമായ ഒരു ഫ്ലവർ ഇവിടെ വരച്ചു വെച്ചു. വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മറക്കരുത് മക്കളെ. ഓക്കെ, അപ്പൊ നോക്കുക, TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത് is responsible for natural transformation of plant cells into tumors. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. It is modified into a non-pathogenic vector ആക്കി മാറ്റും and able to deliver DNA. Okay, is used as a vector for the transformation of plant cells. So it's proved to play an important role in biotechnology. ഈ ഉത്തരമാണ് CBSE ബോർഡ് പ്രതീക്ഷിക്കുന്നത്. കണ്ടോ, ആകെ 3 പോയിന്റ്സേ ഉള്ളൂ. 3 മാർക്കായി 3 പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ നോർമലി എന്താ ചെയ്യുന്നത്? നോർമലി TI പ്ലാസ്മിഡ്സ് ട്രാൻസ്ഫോം നോർമൽ സെൽസ് ഇൻ ടു ട്യൂമർ സെൽസ്. നമ്മൾ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ടു എ നോൺ പാത്തോജനിക് വെക്ടർ ആൻഡ് ഏബിൾ ടു ഡെലിവർ DNA. ഓക്കെ ആണല്ലോ. അപ്പൊ TI പ്ലാസ്മിഡ്, അപ്പൊ എഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസിന്റെ TI പ്ലാസ്മിഡ് നമ്മൾ എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? നോൺ പാത്തോജനിക് ആക്കി പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നോൺ പാത്തോജനിക് ആക്കി മാറ്റി പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, റെഡി? എല്ലാം ഓക്കെ ആണല്ലോ. അപ്പൊ TI പ്ലാസ്മിഡ് എന്താ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ ആണോ? റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ വീണ്ടും ആലോചിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം. The question is this. ഇതാണ് മക്കളെ ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്. ഓക്കെ, സ്റ്റഡി ദ ഡയഗ്രാം ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇത് ഏത് ഡയഗ്രമാണ് എന്നിട്ട് ചോദ്യങ്ങൾ ചെയ്യുക. Why have the DNA fragments in band D, band D ആണ്, band അല്ല, band D ആണ്, band D move farther away in comparison to those in band C? Okay, identify the anode in the diagram. How are these DNA fragments are visualized? ഈ 3 ചോദ്യങ്ങൾ പ്രീവിയസ് CBSE ചോദ്യമാണ്.
പ്രീവിയസ് CBSE ചോദ്യമാണ്. അപ്പോൾ പ്രീവിയസ് CBSE ചോദ്യം വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം എന്നാണ്. വീണ്ടും പ്രീവിയസ് CBSE ചോദ്യമാണ്. അപ്പോൾ വീണ്ടും വന്നാൽ നമ്മൾ എന്ത് എഴുതും എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഓക്കെ ആണോ മക്കളെ? കാണാൻ പറ്റുന്നുണ്ടോ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ മറക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാം. കൃത്യമായ ആൻസർ നിങ്ങൾക്ക് കാണാം. എന്താ? ഞാൻ പോയില്ല. ഓക്കെ. അപ്പോൾ നോക്കാം മക്കളെ. അപ്പോൾ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. ഇത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ബാൻഡ് ഡി DNA fragments are smaller than band C. അപ്പോൾ smaller in size ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ according to the size through the sieving effect provided by the agarose gel. അപ്പോൾ smaller the fragments, farther it moves. അപ്പോൾ അത് മറക്കരുത്. Smaller the fragments, larger. Smaller the fragments, farther it moves. അപ്പോൾ അത് മറക്കരുത്. ആ സംഗതി മറക്കരുത്. Smaller the fragments, larger, farther it moves than the larger ones. ഇതാണ് മക്കളെ അതിന്റെ മെയിൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സ്മോളർ ദ ഫ്രാഗ്മെന്റ്സ്, ഫാർദർ ഇറ്റ് മൂവ്സ്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം, ഹൗ ആർ ദീസ്? ഐഡന്റിഫൈ ദ ആനോഡ്. ആനോഡ് എവിടെയാണെന്നാ ചോദിക്കുന്നത്. ആനോഡ് എവിടെയാന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് ആൻസർ ഉണ്ട്. ആനോഡ് എന്ന് പറയുന്നത് ബി ഇസ് ദ ആനോഡ് ഇൻ ദ ഡയഗ്രാം. ശരിയല്ലേ? ഇതല്ലേ ആനോഡ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ എന്നോട് ചോദിച്ചിരുന്നു ആനോഡ് എവിടെയാണ് എന്ന് ചോദിച്ചിരുന്നു. ആനോഡ് ഇവിടെയാണ്. ഓക്കെ. വീണ്ടും അടുത്ത ചോദ്യം നോക്ക്. അടുത്ത ചോദ്യം എന്താ? ഹൗ ആർ ദീസ് DNA ഫ്രാഗ്മെന്റ്സ് വിഷ്വലൈസ്ഡ്? അത് ഓൾറെഡി നമ്മളൊരു ചോദ്യം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. DNA ഫ്രാഗ്മെന്റ്സ് സ്റ്റെയിൻ വിത്ത് എത്തിഡിയം ബ്രോമൈഡ് followed by exposure to UV radiations. കണ്ടോ? DNA ഫ്രാഗ്മെന്റ്സ് വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻ വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ. റെഡി? Is it okay? Everything is set. അപ്പൊ ഇതായിരിക്കുമോ ഇനി നാളെ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം? നാളെ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതായിരിക്കുമോ മക്കളെ? ഇതായിരിക്കുമോ എന്ന് മാത്രമാണ് എൻ്റെ ഡൗട്ട്. ഓക്കെ. അപ്പൊ റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എവറിത്തിങ് ഇസ് സെറ്റ്. ഓക്കെ. ഞാൻ നിങ്ങളുടെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കണം. എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. ഓക്കെ. ഇനി ശ്രദ്ധിച്ചു കേൾക്കാം. ചോദ്യം ജെൽ ഇലക്ട്രോഫോറസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. റൈറ്റ്. അപ്പോൾ നോക്കാം. ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? ക്വസ്റ്റ്യൻ ഇതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ആർ ദ DNA fragments separated by gel electrophoresis visualized and separated for constructing recombinant DNA? ഓക്കെ. അപ്പം നമ്മൾ അതിൻ്റെ ആൻസർ കൃത്യമായിട്ടുണ്ട്. സെപ്പറേറ്റഡ് DNA fragments ആർ സ്റ്റേറ്റ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻസ്. ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം. എലൂഷൻ എന്താണ്? അപ്പോൾ എലൂഷൻ എന്താന്ന് ചോദിച്ചാൽ സെപ്പറേറ്റഡ് DNA brands ആർ കട്ട് ഔട്ട് ഫ്രം ദ അഗാറോസ് ജെൽ. കണ്ട? കട്ട് ഔട്ട് ഫ്രം ദ അഗാറോസ് ജെൽ ആൻഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജെൽ പീസ്. ഈ പ്രോസസ്സിനെയാണ് എലൂഷൻ എന്ന് പറയാം. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കാം. ഇതല്ലേ അഗാറോസ് ജെല്ല്? ഈ അഗാറോസ് ജെല്ലിൽ നിന്നും ആ DNA കട്ട് ചെയ്ത് പുറത്തേക്കെടുക്കുന്നത്. കണ്ട? കട്ട് ചെയ്ത് പുറത്തേക്കെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? എലൂഷൻ. കണ്ട? ദ desired DNA fragment are separated and cut out from the gel piece. ഈ പ്രോസസ്സിനെയാണ്
എലൂഷൻ എന്ന് വിളിക്കുന്നത്. സെറ്റാണല്ലോ. അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പിച്ചു. ജെൽ ഇലക്ട്രോഫോറസിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ നാളെ ഈ സമയത്ത് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന ചോദ്യം വന്നാൽ, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന ചോദ്യം വന്നാൽ ഉറപ്പിച്ചോ, ഒന്നാൽ നിങ്ങൾ എനിക്കൊരു ബിരിയാണി വാങ്ങിത്തരണം. ഒരു സംശയമില്ല. കാരണം ജെൽ ഇലക്ട്രോഫോറസിസിനെ ബേസ് ചെയ്തിട്ട് അത്രയും ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യനിലേക്കാണ് കടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്. ഇല്ലുസ്ട്രേറ്റ്. ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇല്ലുസ്ട്രേറ്റ് ദ റെക്കഗ്നീഷൻ സീക്വൻസ് ഓഫ് എക്കോ ആർ ഫസ്റ്റ്. കണ്ട ആൻഡ് മെൻഷൻ വാട്ട് സച്ച് സീക്വൻസസ് ആർ കോൾഡ്. അപ്പൊ റെക്കഗ്നീഷൻ സീക്വൻസ് ഓഫ് എക്കോ ആർ ഫസ്റ്റ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ എക്കോ ആർ വരയ്ക്ക്. റെക്കഗ്നീഷൻ സീക്വൻസ് ഓഫ് എക്കോ ആർ ഫസ്റ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. എക്കോ ആർ ഫസ്റ്റിന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് എന്താന്ന് ചോദിച്ചാൽ ഗാത്സി. കണ്ട 3 അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ആണെങ്കിൽ ഗാത്സി. ഇതാണ് പാലിൻഡ്രോമിക് സീക്വൻസ് ചോദിച്ചാലും അതേപോലെ തന്നെ റെക്കഗ്നീഷൻ സീക്വൻസ് ചോദിച്ചാലും നോക്കണേ. റെക്കഗ്നീഷൻ സീക്വൻസ് ചോദിച്ചാലും പാലിൻഡ്രോമിക് സീക്വൻസ് ചോദിച്ചാലും നിങ്ങൾ ഈ ചോദ്യം തന്നെ, ഈ ആൻസർ തന്നെ എഴുതണം. റെക്കഗ്നീഷൻ സീക്വൻസ് ഓഫ് എക്കോ ആർ ഫസ്റ്റ് ചോദിച്ചാലും അതേപോലെ തന്നെ പാലിൻഡ്രോമിക് സീക്വൻസ് ചോദിച്ചാലും ഇത് തന്നെ എഴുതി വെക്കണം. ഗാത്സി. ഓക്കെ. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. ചോദ്യം നോക്കാം. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ റെഡിയാന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ചോദ്യം നോക്ക്. ഹൗ ഡസ് ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആക്ട് ഓൺ എ DNA മോളിക്യൂൾ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എങ്ങനെ ആക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ നോക്കുക. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആക്ട്സ് ഓൺ DNA and binds to it at a specific recognition sequence. ഇപ്പൊ DNA പോയി സ്പെസിഫിക് റെക്കഗ്നീഷൻ സീക്വൻസിൽ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇറ്റ് കട്ട്സ് ബോത്ത് ദ ഡബിൾ സ്ട്രാൻഡ്സ് ഓഫ് DNA at the sugar phosphate backbone a little away from the center of palindromic site. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം കാണിച്ചാലും മതി. ഗ്വാനൈൻ്റെയും അഡനൈൻ്റെയും ഇടയ്ക്ക് കട്ട് ചെയ്യുക. കണ്ടോ? ഗ്വാനൈൻ്റെയും അഡനൈൻ്റെയും ഇടയ്ക്ക് കട്ട് ചെയ്തു. എ ലിറ്റിൽ അവേ ഫ്രം ദ സെന്റർ ബട്ട് ബിറ്റ്വീൻ സെയിം ടു ബേസസ്. ഇത് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഇത് ഓർത്തിരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാം സെറ്റാണോ? എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണെങ്കിൽ അടുത്ത അതിമനോഹരമായ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കുക. നെയിം ദ ടൈപ്പ് ഓഫ് ബയോറിയാക്ടർ ഷോൺ. വാട്ട് ഇസ് ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഇസ് യൂസ്ഡ്. കണ്ട ചോദ്യം നോക്ക്. ബയോറിയാക്ടറിൽ നിന്നും എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് അതിന് ആൻസർ ചെയ്താം. ഫിഗർ ഇസ് എ സിമ്പിൾ സ്റ്റിയറിംഗ് ടാങ്ക് ബയോറിയാക്ടർ. സിമ്പിൾ സ്റ്റിയറിംഗ് ടാങ്ക്, അതായത് തൈര് ഉപയോഗിച്ച് വെണ്ണ ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇതാണ് സ്റ്റിയറിംഗ് ടൈപ്പ് ടാങ്ക് ബയോറിയാക്ടർ. ഇതിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ ബയോറിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് desired gene products. The specific sequence of products എന്ന് അറിഞ്ഞിരിക്കുക. പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടോ? ലാർജ് സീക്വൻസ് ഓഫ് ഡിസയർഡ് ജീൻ പ്രൊഡക്റ്റ്. അതും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതും അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ബയോറിയാക്ടർ യൂസ് ചെയ്യാം. കണ്ട എല്ലാം ഓക്കെ ആണോ? സെറ്റ്.
വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. നോക്കൂ, ഡ്രോ എ സ്കീമാറ്റിക് സ്കെച്ച് ഓഫ് PBr 322 ആൻഡ് ലേബൽ ദ ഫോളോയിങ് എനി ടു റിസ്ട്രിക്ഷൻ സൈറ്റ്. അപ്പൊ ഇതിലേതെങ്കിലും രണ്ടെണ്ണം മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്ക് ഓറൈ ആൻഡ് റോപ്പ്. ഓറൈ എന്ന് പറയുന്നത് എന്താ? ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ഓറൈ എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. റോപ്പ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് കോഡിംഗ് ഫോർ ദ റിപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്. ഓക്കെ, അവസാനത്തത് ആൻ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ചോദിച്ചാൽ ഒന്നെങ്കിൽ ടെട്ടാറ്, അതല്ലെങ്കിൽ ആംപാർ. ഇനി ഒരേ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് റീകോംബിനന്റ് DNA ടെക്നോളജി, ജെനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഒരേ ഒരു തവണ മാത്രമേ കഴിഞ്ഞ 10 വർഷമായിട്ട് ചോദിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരേ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ഒരേ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ഒരേ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. സോ ശ്രദ്ധിച്ചു നോക്കാം. How is the amplification of gene carried out using polymerized chain reaction? അപ്പം നമ്മൾ പറയും PCR ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാം. carried out by the following steps. ഏതൊക്കെ സ്റ്റെപ്പാ? ഡീനാച്ചുറേഷൻ, അന്നീലിംഗ്, എക്സ്റ്റൻഷൻ. 3 സ്റ്റെപ്പ്. ആ 3 സ്റ്റെപ്പിൽ നോക്ക്. ഡീനാച്ചുറേഷൻ അപ്ലൈയിങ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. അന്നീലിംഗിൽ നോക്ക് 2 sets of primers are added. എക്സ്റ്റൻഷനിൽ നോക്ക്. എക്സ്റ്റൻഷനിൽ DNA polymerase extends the primers. അങ്ങനെ ടാഗ് polymerase are used, okay, to produce several copies of desired DNA. ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇത് 5 മാർക്കിന്റെ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കിക്കോളാം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ 5 മാർക്കിന്റെ ചോദ്യമാണ്, മറന്നു പോണ്ട. ഏതൊക്കെ? ഡീനാച്ചുറേഷൻ, അന്നീലിംഗ്, എക്സ്റ്റൻഷൻ. ഓക്കെ, ഡീനാച്ചുറേഷൻ, അന്നീലിംഗ്, എക്സ്റ്റൻഷൻ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ എന്ത് അവസാനിപ്പിക്കുകയാണ്? നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഡറിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ കോഹനും ബോയറിൻ്റെയും കാര്യവും റീകോംബിനന്റ് DNA ഓർത്തിരിക്കണം. ടൂൾസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും പാലിൻഡ്രോമിക് സീക്വൻസും ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ക്ലോണിംഗ് വെക്ടറും 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും സെലക്ടബിൾ മാർക്കറും ട്രാൻസ്ഫോമൻസും നോൺ ട്രാൻസ്ഫോമൻസും റീകോംബിനൻസും നോൺ റീകോംബിനൻസും ഓർത്തിരിക്കുക. കോമ്പീറ്റന്റ് ഹോസ്റ്റിലും മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ മറക്കരുത്. പ്രോസസ്സസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ജെൽ ഇലക്ട്രോഫോറസിസ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ബയോ റിയാക്ടർ. ആകെ നമ്മൾ പഠിക്കേണ്ട ഡയഗ്രാം ഒന്ന് PCR ഡയഗ്രാം പഠിക്കണം, ജെൽ ഇലക്ട്രോഫോറസിന്റെ ഡയഗ്രാം പഠിക്കണം, PBr 322 ബയോ റിയാക്ടർ. ഇതിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ജെൽ ഇലക്ട്രോഫോറസിസും PBr 322 ആണ്. ഓക്കെ, ഫിഗർ വരയ്ക്കാനായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും PBr 322 വരയ്ക്കാൻ പഠിച്ചോളൂ. PBr 322 വരയ്ക്കാൻ പഠിച്ച ശേഷം എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ PBr 322 വരയ്ക്കാൻ പഠിച്ച ശേഷം അതിൻ്റെ അകത്ത് ഏതെങ്കിലും രണ്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയും അതേപോലെ തന്നെ ഏതെങ്കിലും 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയും അതേപോലെ ഏതെങ്കിലും 2 റെസ്ട്രിക്ഷൻ എൻസൈമിനെയും സെലക്ടബിൾ മാർക്കറിനെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ മക്കളെ? ശരി, ഓക്കെ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിച്ച് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. എല്ലാം സെറ്റാണോ? 12 മണിയാവുമ്പം നമ്മൾ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ വരെ കഴിയും. ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷനിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സിനോപ്സിസിലേക്ക് കയറാൻ പോവാണ്. നോക്കൂ മക്കളെ, മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി. ആദ്യം പഠിക്കേണ്ട കാര്യം ബയോടെക്നോളജിയുടെ മേജർ ആപ്ലിക്കേഷൻസ്. ഏകദേശം 8 മുതൽ 10 ആപ്ലിക്കേഷൻസ് ഉണ്ട്.
അതിനുശേഷം ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? GM ക്രോപ്സിനെ കുറിച്ച് പഠിക്കണം, യൂസസ് ഓഫ് GM ക്രോപ്സിനെ കുറിച്ച് പഠിക്കണം, BT പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കണം, BT കോട്ടനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, RNA ഇന്റർഫിയറൻസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ അതാണ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. വീണ്ടും നിങ്ങൾ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ നോക്കണം. മെഡിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് പോയാൽ നമ്മൾ എന്ത് നോക്കണം? നമ്മൾ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ നോക്കണം, ജീൻ തെറാപ്പി നോക്കണം, ADA ഡെഫിഷ്യൻസിനെ കുറിച്ച് അറിയണം, മോളിക്കുലർ ഡയഗ്നോസിസിനെ കുറിച്ച് അറിയണം, PCR കുറിച്ച് അറിയണം, എലീസ ടെസ്റ്റിനെ കുറിച്ച് അറിയണം. അതേപോലെ തന്നെ ട്രാൻസ്ജീനിക് ആനിമൽസും എത്തിക്കൽ ഇഷ്യൂസ് അറിയണം. എത്തിക്കൽ ഇഷ്യൂസ് എന്താണെന്ന് അറിയണം. GEAC ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയെ കുറിച്ച് അറിയണം. ആൻഡ് ഫൈനലി എന്തിനെ കുറിച്ച് അറിയണം? ബയോ പേറ്റന്റ്, ബസുമതി റൈസിന്റെ ബയോ പേറ്റന്റ്, ബയോ പൈറസി, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ മക്കളെ. സ്റ്റേറ്റ് ദ റോൾ ഓഫ് C പെപ്റ്റൈഡ് ഇൻ ഹ്യൂമൻ ഇൻസുലിൻ. അപ്പൊ C പെപ്റ്റൈഡിന്റെ റോളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന C പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ആണ്. അത് ആരെ കണക്ട് ചെയ്യുന്നു? A and B പോളിപെപ്റ്റൈഡ് ചെയിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂറിംഗ് പ്രോസസിംഗ് മെച്യൂർ ഇൻസുലിൻ ആവുമ്പോൾ C പെപ്റ്റൈഡ് ഇസ് റിമൂവ്ഡ്. ഓക്കെ ആണോ? സ്ലൈഡ് ഇപ്പം നന്നായിട്ട് ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, സ്ലൈഡ് ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഏതായെന്ന് നോക്കാം. സ്ലൈഡ് ക്ലിയർ ആയില്ലെങ്കിൽ പറയണം. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, നെയിം എനി 2 ടെക്നിക്സ് ദാറ്റ് സെർവ് ദ പർപ്പസ് ഓഫ് ഏർലി ഡയഗ്നോസിസ് ഓഫ് സം ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഹ്യൂമൻ ഡിസീസസ്. കണ്ട. അപ്പൊ നമ്മൾ ഏതാ ആൻസർ പറയാം? ഒന്ന് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉണ്ട്, മറ്റൊന്ന് DNA റീകോംബിനന്റ് DNA ടെക്നോളജി, മറ്റൊന്ന് എലീസ ടെസ്റ്റ്. അപ്പൊ എലീസയുടെ ഫുൾ ഫോം ആലോചിക്കണം. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് ആസേ. ഓക്കെ, എലീസ ആൻഡ് PCR ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് തെറ്റിക്കൂലല്ലോ. ഇത് ഓക്കെ അല്ല മക്കളെ? ഇതൊരിക്കലും മിസ്റ്റേക്ക് വരരുത്. Is it okay for you? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്കാണ് കയറാൻ പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രോസസ് RNA ഇന്റർഫിയറൻസ് ഇൻ യൂക്കാരിയോട്ടിക് ഓർഗാനിസം? RNA ഇന്റർഫിയറൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദ്യം. RNA ഇന്റർഫിയറൻസിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ നമ്മൾ പറയും ഇസ് എ മെത്തേഡ് ഓഫ് സെല്ലുലാർ ഡിഫൻസ് ഇൻ ഓൾ യൂക്കാരിയോട്ടിക് ഓർഗാനിസം. അതായത് നാച്ചുറൽ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം ചിക്കൻ ബോക്സിന്റെ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി, നമ്മൾ നാച്ചുറൽ ആയിട്ട് ആ ചിക്കൻ ബോക്സിനോട് ഇമ്മ്യൂണിറ്റി ആവും. ഈ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചത്തേക്ക് പിന്നെ കോവിഡ് വരില്ല എന്ന് പറയും. ബിക്കോസ് വി ബിക്കം നാച്ചുറലി ഇമ്മ്യൂണിറ്റി ടു കോവിഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്. നെയിം ദ ക്രൈജീൻ ദാറ്റ് കൺട്രോൾ കോട്ടൺ ബോൾവോം ആൻഡ് കോൺ ബോറർ റെസ്പെക്റ്റീവ്ലി. കണ്ട. അതായത് കോട്ടൺ ബോൾവോമിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിന്റെ പേര്, കോട്ടൺ ബോൾവോംസിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസും അതേപോലെ തന്നെ കോൺ ബോററിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസും. ഈ 2 ജീൻസിനെ കൺട്രോൾ ഏതൊക്കെ ജീൻസ് ആണ് എന്നാണ്. അപ്പൊ കോട്ടൺ ബോൾവോംസിനെ കൺട്രോൾ ചെയ്യുന്നത് CRY1AC അതേപോലെ തന്നെ CRY2AB. കണ്ടാ, കോൺ ബോററിനെ കൺട്രോൾ ചെയ്യുന്നത് CRY1AB. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, മിർസ ഈ സ്ലൈഡൊക്കെ അപ്ലോഡ് ചെയ്യാം, ഡോണ്ട് വറി.
ഈ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സ് അടക്കം കിട്ടും. ഇന്ന് രാത്രി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിനെ ആ ചോദ്യം ഉണ്ടാവുള്ളൂ. ഒരു സംശയമില്ല, ഒരു സംശയം വേണ്ട. ഞാൻ ഇന്നെടുത്ത ഈ ചോദ്യങ്ങളിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും അഡീഷണൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം. എങ്ങനെയാണ് ടൊബാക്കോ പ്ലാന്റ്സ് നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് വഴി രക്ഷപ്പെട്ടത്? ഇതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ്സ് ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അടുത്ത ചോദ്യം നോക്കാം. ഹൗ ആർ tobacco plants benefited when nematode specific genes are introduced using certain vectors? കണ്ട എങ്ങനെയാണ് ടൊബാക്കോ പ്ലാന്റ്സിന് ബെനിഫിറ്റ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ എഴുതണം. നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് RNA ഇന്റർഫിയറൻസ്. ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് initiate the process of RNA interference and silence the specific mRNA of the nematode. കണ്ട, RNA interference വഴി മെലഡോഗൈനിനെ കൺട്രോൾ ചെയ്തു. ദ പാരസൈറ്റ് couldn't survive. പാരസൈറ്റിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ വെക്ടർ ഏതാ ഉപയോഗിച്ചത്? അഗ്രോബാക്ടീരിയമാണ് വെക്ടറായിട്ട് ഉപയോഗിച്ചത്. കണ്ട, അഗ്രോബാക്ടീരിയമാണ് വെക്ടറായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ മറക്കരുത്. ഓക്കെ, റെഡിയാണോ മക്കളെ? മറക്കരുത്. അപ്പൊ mRNA സൈലൻസിംഗ് എന്നും വേണമെങ്കിൽ പറയാം, mRNA സൈലൻസിംഗ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ചോദ്യം വന്നാൽ എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ഇനി നമ്മൾ മെഡിക്കൽ അപ്ലിക്കേഷൻസിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. ചോദ്യം ഇതാണ്. അമേരിക്കൻ കമ്പനി എലി ലില്ലി എങ്ങനെയാണ് ഇൻസുലിൻ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയെടുത്തത്? അപ്പൊ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ചോദ്യം. അപ്പൊ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ എലി ലില്ലി അമേരിക്കൻ കമ്പനി പ്രൊഡ്യൂസ് ഇൻസുലിൻ, അതും ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ എങ്ങനെ ഉണ്ടാക്കി? ബൈ റീകോംബിനന്റ് DNA ടെക്നോളജി. അപ്പൊ അതിന്റെ ശരിയായ ആൻസർ നോക്ക്. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടത്തിയത് എലി ലില്ലി കമ്പനിയാണ്. എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ എലി ലില്ലി കമ്പനി പ്രിപ്പയർഡ് 2 DNA സീക്വൻസ് A and B ഓഫ് ഇൻസുലിൻ. അപ്പൊ അതാണ് ആദ്യം എഴുതേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാം. ഇത് CBSEയുടെ ആൻസർ കീ ആണ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് CBSE ഓരോ വർഷത്തും കൊടുത്ത ആൻസർ കീ ആണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ആൻസർ ആയിട്ട് എടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി ഈ സെന്റൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെന്റൻസ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസ് യൂസ് ചെയ്യാം. അപ്പൊ 2 DNA സീക്വൻസ് ഉണ്ടാക്കി, എയും ബിയും. എന്നിട്ട് അത് കൃത്രിമമായിട്ടുണ്ടാക്കി. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പ്ലാസ്മിഡ് ഓഫ് ഈക്കോളൈ. എസ്ട്രീഷ്യ കൊളൈൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചു. ആ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ പോളിപെപ്റ്റൈഡ് എയും ബിയും ഉണ്ടാക്കി. അത് എക്സ്ട്രാക്ട് ചെയ്തു. കമ്പൈൻഡ് ബൈ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് ടു ഫോം ഹ്യൂമൻ ഇൻസുലിൻ. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പോവാണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് എ ഡി എൻ എയും ബി ഡി എൻ എയും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. ഇൻ വിട്രോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഇത് ഏതിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചു? ഇത് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരുടെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഏത് ബാക്ടീരിയയുടെ ഉള്ളിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബാക്ടീരിയയുടെ പേര് നിങ്ങൾക്കറിയാം, ഈക്കോളയുടെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ബാക്ടീരിയൽ പ്ലാസ്മിഡിലേക്കാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കണ്ട, ബാക്ടീരിയൽ പ്ലാസ്മിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബാക്ടീരിയ ബി ഡി എൻ എന്നും എ ഡി എൻ എന്നും എന്തുണ്ടാക്കി? ARNAയും BRNAയും ഉണ്ടാക്കി. അതിനുശേഷം എന്തുണ്ടാക്കി? എ പ്രോട്ടീൻ ചെയിനും ബി പ്രോട്ടീൻ ചെയിനും ഉണ്ടാക്കി. എ പ്രോട്ടീൻ ചെയിനും ബി പ്രോട്ടീൻ ചെയിനും ഉണ്ടാക്കി. കണ്ട, ഇതിനെ തന്നെ നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പൊ നോക്ക്, എ ചെയിനും ബി ചെയിനും ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? എ ചെയിനും ബി ചെയിനും കൂടെ കമ്പൈൻ ചെയ്തു യൂസിങ് ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ്. കണ്ട, യൂസിങ് ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് നമ്മൾ കമ്പൈൻ ചെയ്തു. ആൻഡ് ക്രിയേറ്റഡ്
genetically engineered insulin, and the name of the insulin is ഹ്യൂമലൻ. അപ്പൊ എന്റെ കുട്ടികൾ ഒരു പടിയും കൂടെ മുന്നിൽ കടന്നിട്ട് എഴുതണം, ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ എഴുതണം. കണ്ട, GE ഇൻസുലിൻ എഴുതി വെക്കണം. ഏത്? ഹ്യൂമലിൻ. NCERTയിൽ ഹ്യൂമലിന്റെ പേരേ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ഹ്യൂമലിന്റെ പേര് എഴുതി വെക്കണം. ഓക്കെ, റെഡി 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 ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ മെഡിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പം നോക്കൂ, ജീൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്ത അസുഖം ഏത്? എന്തായിരുന്നു ഈ അസുഖത്തിന്റെ പ്രോബ്ലം? എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്തത്? ഇതാണ് അടുത്ത ചോദ്യം. അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ മെഡിസിനിൽ ജീൻ തെറാപ്പിയിൽ നിന്നാണ്. ചോദ്യം ഇതാണ് മക്കളെ, നെയിം ദ ഡിസീസ് ദാറ്റ് വാസ് ടു ഗെറ്റ് ജീൻ തെറാപ്പി ട്രീറ്റ്മെന്റ്. റൈറ്റ് ദ കോസ് ഓഫ് ദ ഡിസീസ് and the effect it has on the patient. കണ്ട. ഇങ്ങനെയാണ് ചോദ്യം. അപ്പൊ ആൻസർ നോക്ക്. ADA deficiency, adenosine deaminase deficiency, was the first to get the gene therapy treatment. ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. The disease is caused by the deletion of gene for the enzyme adenosine deaminase. ADA enzyme ഉണ്ടാക്കുന്ന ജീൻ ഡിലീറ്റഡ് ആയി പോയി. The deficiency of ADA enzyme affects the functioning of the immune system. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ADA enzyme വേണം. അപ്പൊ ADA enzyme ഇല്ലാത്തതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ആദ്യമായിട്ട് ജീൻ തെറാപ്പി ചെയ്തത് ADA ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഡിസീസ് ജീൻ തെറാപ്പി അല്ലെങ്കിൽ ഈ പറയുന്ന ADA ഡെഫിഷ്യൻസി എൻ്റെ കാരണം എന്താ? ADA ഡെഫിഷ്യൻസിന്റെ കാരണം ADA ഉണ്ടാക്കുന്ന ജീൻ ഇനാക്റ്റീവായി പോയിട്ടാണ്. ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഇസ് പ്രോ ഇൻസുലിൻ? ചോദ്യം നോക്കാം മക്കളെ, വൈ ഇസ് പ്രോ ഇൻസുലിൻ അങ്ങനെ വിളിക്കുന്നത്? ഹൗ ഇസ് ഇൻസുലിൻ ഡിഫറെന്റ് ഫ്രം ഇറ്റ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആൻസർ നോക്കാം. ആൻസർ നമ്മൾ എന്താ എഴുതേണ്ടത്? പ്രോ ഇൻസുലിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ C പെപ്റ്റൈഡ് ഉണ്ട്. ഇത് റിമൂവ് ചെയ്യണം ഡ്യൂറിങ് ദ മെച്ചുറേഷൻ ഓഫ് ഇൻസുലിൻ. അതുകൊണ്ടാണ് ഇതിനെ പ്രോ ഇൻസുലിൻ അഥവാ പ്രോ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെച്ചുവർ ഫങ്ഷൻ ഇൻസുലിൻ കണ്ടെയ്ൻ A and B പെപ്റ്റൈഡ് ചെയിൻ. നോക്ക് എത്ര സിമ്പിൾ. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും എഴുതാനുള്ളൂ. ഇനി ഇത് എഴുതാനുള്ളത് മറന്നുപോയി. സപ്പോസ് ഇത് എഴുതാൻ മറന്നുപോയി, എന്നോട് ഒരാൾ ചോദിക്കുന്നുണ്ട് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എഴുതണം. ഞാനിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് കാണിച്ചില്ല എന്നേ ഉള്ളൂ, കൃത്യമായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എഴുതണം. അപ്പൊ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 2 3, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 2, അങ്ങനെ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് എഴുതിയിരിക്കണം മക്കളെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം. ഒന്നെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ പാർട്ട് എഴുതി വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ശ്രദ്ധിച്ചു നോക്കാം. ഞാനൊരു രഹസ്യം നിങ്ങളെ കാണിച്ചു തരാം. A+B+C is equal to പ്രോ ഇൻസുലിൻ. കണ്ട, ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, പ്രോ ഇൻസുലിനോ പ്രോ ഹോർമോണെന്നോ എഴുതി വെക്കാം. പ്രോ ഇൻസുലിൻ അഥവാ പ്രോ ഹോർമോൺ. കണ്ട, പ്രോ ഇൻസുലിൻ അഥവാ പ്രോ ഹോർമോൺ. അതേസമയം നോക്കൂ മക്കളെ, A+B-C is equal to mature insulin. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു കാര്യം മാത്രം എഴുതി വെക്കുക. ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതി വെക്കുക. A+B+C പ്രോ ഇൻസുലിനും A+B - C മെച്ചുർ ഇൻസുലിനും ഫുൾ മാർക്ക് 2 പോയിന്റ് ഫുൾ മാർക്ക് വന്നു. ഇത് മാത്രം എഴുതിയാലും മതി. യു ഗോട്ട് ഇറ്റ്. അനീഷ മോള് ചോദിക്കുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റിയും അതേപോലെ തന്നെ ആ ചാപ്റ്റേഴ്സ് ഇപ്പം നമ്മൾ എടുക്കുമോ? ഇല്ല മക്കളെ, നമ്മൾ 12 മണി ആകുമ്പോഴേക്കും ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ വരെ വൈൻഡപ്പ് ചെയ്യുള്ളൂ. 1 മണി മുതൽ ഉച്ചയ്ക്കുള്ളൊരു ബ്രേക്കിന് ശേഷം 1 മണി മുതലാണ് സുവോളജിയിലുള്ള ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതേപോലെ തന്നെ നമ്മുടെ ഏതും കൂടി
ഏതും കൂടി നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇത്രയും കാര്യങ്ങൾ 1 മണിക്ക് ശേഷം എനിക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഈ ചോദ്യങ്ങളൊന്നും മറക്കണ്ട. റെഡി? അവസാനം മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാണ്. ലാസ്റ്റ് പാർട്ട് എന്നുള്ള ചോദ്യമാണ്. ലാസ്റ്റ് പാർട്ട് എന്നുള്ള ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പാർട്ടിലുണ്ട്, ഫസ്റ്റ് പാർട്ടും ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് എന്നാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇനി ഇതായിരിക്കുമോ നാളത്തെ ഈ ചാപ്റ്ററിലെ ചോദ്യം നോക്കൂ മക്കളെ. 4 advantages of genetically modified organism. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ പോയിന്റ് ഇട്ട് കണ്ട, ഇതാണ് പോയിന്റ് ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതി വെക്കേണ്ടത്. ഓക്കെ ഓക്കെ. ഗൂഗിൾ ചോദിക്കുന്നുണ്ട് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം 3 മാർക്സ് 3 പോയിന്റ്സ് മാത്രമാണോ 2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്തോ ഗൂഗിള്? അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുന്ന 3 പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ റിമൈനിങ് ആയിട്ടുള്ള 2 പോയിന്റ്സും കൂടെ എടുക്കാം. അപ്പൊ 2 മാർക്കിന് ചോദിച്ചാൽ ഒരു 3 പോയിന്റെങ്കിലും എഴുതി വെക്കാം, ഒരെണ്ണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. 3 മാർക്കിന് ചോദിച്ചാൽ 4 5 എഴുതി വെക്കാം, ഒരെണ്ണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. 5 മാർക്കിന് ചോദിച്ചാൽ അത്രയും. കേസ് സ്റ്റഡി ചോദിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ ഓക്കെ, റെഡി. ഒരെണ്ണം എഴുതിയാൽ മതി, എക്സ്ട്രാ ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പം 4 പോയിന്റ്സ് നോക്കാം. ആ 4 പോയിന്റ്സിൽ ടോളറൻസ് അഗെയിൻസ്റ്റ് എബയോട്ടിക് സ്ട്രെസ്സസ്, അതേപോലെ തന്നെ രാസവള കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക, റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്, ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്. ഏതെങ്കിലും 4 പോയിന്റ്സ്. ഇതിന് പുറമേ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാനായിട്ട് എന്തും കൂടെ വൈറ്റമിൻ എ റിച്ച് റൈസ്. ആ വൈറ്റമിൻ എ റിച്ച് റൈസിന്റെ പേരെന്താ മക്കളെ? വൈറ്റമിൻ എ റിച്ച് റൈസിന്റെ പേരെന്താ? അതാണ് മാഷെ ഗോൾഡൻ റൈസ്. അപ്പൊ ഇതടക്കം വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, റെഡിയാണല്ലോ? അവ കാര്യങ്ങൾ റെഡിയാണ്. വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രശസ്തമായ ഒരു ചോദ്യത്തിലേക്കാണ്. കോവിഡ് കേട്ട നിങ്ങൾക്കറിയാം, കോവിഡിന്റെ ഇനീഷ്യൽ ടെസ്റ്റ് ആന്റിജൻ ടെസ്റ്റാണ്. കോവിഡിന്റെ ഇനീഷ്യൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ആന്റിജൻ ടെസ്റ്റാണ്. ഈ ആന്റിജൻ ടെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ടോ? ആലോചിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആന്റിജൻ ടെസ്റ്റ് ചെയ്യും. ആന്റിജൻ ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിലാണ് PCR ചെയ്യാൻ പോവുക. ആർക്ക് പറയാൻ പറ്റും? നമുക്ക് പഠിക്കാനുണ്ടോ ആന്റിജൻ ടെസ്റ്റിനെ കുറിച്ച്? ഉണ്ട്. അപ്പൊ ഏതാണ് ഈ ആന്റിജൻ ടെസ്റ്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നവർ കൈ പൊക്കൂ. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് പോലെ ചോദിക്കാൻ. ആന്റിജൻ ടെസ്റ്റ് പഠിക്കാനുണ്ടെങ്കിൽ ആന്റിജൻ ടെസ്റ്റിന്റെ പേര് ആരാണ് പറയാൻ പോകുന്നത്? ഓക്കെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. യെസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് മക്കളെ എലീസ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് എലീസ ടെസ്റ്റ്. അപ്പൊ ചോദ്യം നോക്കാം. എക്സ്പാൻഡ് എലീസ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് പഠിക്കണം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് ആസി. അതിന്റെ ഫുൾ ഫോം. എന്ത് സംഭവിച്ചാലും എലീസന്റെ ഫുൾ ഫോം പഠിക്കാതെ പോകരുത്. അടുത്ത് നോക്കാം. ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഓഫ് എലീസയുടെ പ്രിൻസിപ്പിൾ ആണ് ചോദിക്കുന്നത്. കണ്ട, എലീസയുടെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയും എലീസയുടെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചാൽ എലീസ ഇസ് ബേസ്ഡ് ഓൺ ആന്റിജൻ ആന്റിബോഡി ഇൻട്രാക്ഷൻ. കണ്ട, ആന്റിജൻ ആന്റിബോഡി ഇൻട്രാക്ഷൻ, ഇത് മറക്കരുത്. ആന്റിജൻ ആന്റിബോഡി ഇൻട്രാക്ഷൻ, കണ്ട, ആന്റിജൻ ആന്റിബോഡി ഇൻട്രാക്ഷൻ. അതിൻ്റെ 2 മെത്തേഡ് പറയാൻ വേണ്ടി പറയാണ് എങ്ങനെ ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യും. ഒന്നെങ്കിൽ പ്രസൻസ് ഓഫ് ആന്റിജൻസ്, അല്ലെങ്കിൽ ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് ദ പാത്തോജൻ. ഓക്കെ, ഇതാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. പക്ഷെ എന്തായാലും വരും എന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാ എന്ന് ചോദിച്ചാൽ ചോദ്യം ഇതാണ്. ടൊബാക്കോ പ്ലാന്റ് നോക്കാം. ടൊബാക്കോ പ്ലാന്റ് ഡാമേജ് വിത്ത് മെലേഡോഗൈൻ ഇൻകോഗ്നീഷ്യ. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജി ടു സ്റ്റോപ്പ് ദിസ് അണുബാധ. മെലിഡോഗൈൻ്റെ അണുബാധ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻട്രഡ്യൂസിങ് നെമറ്റോഡ് സ്പെസിഫിക് ജീൻ. എങ്ങനെ? RNA ഇന്റർഫിയറൻസ് പ്രോസസ്സ് വഴി. അപ്പം മറക്കാതെ പഠിക്കണം, RNA ഇന്റർഫിയറൻസ് വഴി. ഓക്കെ ആണോ? RNA ഇന്റർഫിയറൻസ് വഴി നമുക്കത് കിട്ടും. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ചോദ്യം നോക്കൂ മക്കളെ.
ഹൗ ഡസ് ആ ഡബിൾ സ്റ്റാൻഡേർഡ് RNA യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് കയറി RNA ഇന്റർഫിയറൻസ് നടത്തും? ഇതാണ് ചോദ്യം. RNA ഇന്റർഫിയറൻസ് നടത്തുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആൻസർ പറയും. ഡബിൾ സ്റ്റാൻഡേർഡ് RNA എങ്ങനെ കയറുമെന്ന് ചോദിച്ചാൽ ഇൻഫെക്ഷൻ ബൈ വൈറസ്, അങ്ങനെ വേണമെങ്കിൽ കയറാം. അതല്ലെങ്കിൽ മൊബൈൽ ജെനറ്റിക് എലിമെന്റ്, കണ്ട മൊബൈൽ ജെനറ്റിക് എലിമെന്റ്, അങ്ങനെയും വേണമെങ്കിൽ കയറാം. കണ്ട 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 മൊബൈൽ ജെനറ്റിക് എലിമെന്റ്സ് വഴി. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്. നെയിം ദ സോഴ്സ് ഓർഗാനിസം ഇൻ വിച്ച് Cry1AC ഈസ് യൂസ്ഡ്. Cry1AC എന്ന് പറയുന്ന ഒരു ജീൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ Cry1AC എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ബാസിലസ് തുറിഞ്ചിയൻസസ്. ടാർഗസ് പെസ്റ്റ് ഏതാ? കോട്ടൺ ബോൾവോംസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. Cry1ACയും Cry2AB കോട്ടൺ ബോൾവോംസിന് എതിരായിട്ടല്ലേ മക്കളെ? കോട്ടൺ ബോൾവോംസിന് എതിരായിട്ടല്ലേ? അല്ലേ 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 കോട്ടൺ ബോൾവോംസിന് എതിരായിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ ആണോ? എവറിത്തിങ് ഇസ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, എങ്ങനെയാണ് എഗ്രോബാക്ടീരിയം ടൂമിഫേഷൻസിനെ ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. അത് പിന്നെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അത് നാച്ചുറൽ എഞ്ചിനീയർ ആണ്. അത് എന്ത് ചെയ്യും? ട്യൂമർ കോസ് ചെയ്യുന്ന ബാക്ടീരിയനെ എന്താക്കി മാറ്റും? ട്യൂമർ കോസ് ചെയ്യുന്ന ബാക്ടീരിയനെ നമ്മൾ എന്താക്കും? നോൺ പാത്തോജനിക് ആയിട്ട് മാറ്റും. എന്നിട്ട് ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് എന്തായിട്ട് ഉപയോഗിക്കും? ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കും. ഓക്കെ ആണോ മക്കളെ? ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആണെങ്കിൽ ഇനി 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഓക്കെ, 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഏറ്റവും അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതാണ്. എലിലിലി കമ്പനി നമ്മൾ ചെയ്തതാണ്. RNA ഇന്റർഫിയറൻസിന്റെ പ്രോസസ്സ് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്തു. ഒരു ചോദ്യം കൂടെ ചെയ്ത് നമുക്കിത് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്. വാട്ട് ഡു ക്രൈജീൻസ് ഇൻ ബാസിലസ് തുറിഞ്ചിയൻസിസ് കോഡ് ഫോർ? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ക്രൈജീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ക്രൈജീൻ്റെ ഇമ്പോർട്ടൻസ് എന്താ എന്ന് ചോദിച്ചാൽ നോക്കൂ, ക്രൈജീൻ്റെ ഇമ്പോർട്ടൻസ് നോക്ക്. ക്രൈജീൻസ് ഇൻസെക്ടിസിഡൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അത് കോട്ടൺ ക്രോപ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? എഗെയിൻസ്റ്റ് കോട്ടൺ ബോൾവോംസ് ആൻഡ് പ്രിവെന്റ് ഡാമേജ്. ഓക്കെ, എപ്പോഴാണ് ഈ ടോക്സിൻ ആക്ടിവേറ്റ് ചെയ്യുക? ഇൻ ദ ഗട്ട് ആൻഡ് ലീഡ്സ് ടു ഡെത്ത്. ഒരിക്കൽ കൂടി പറയാം, എന്തുകൊണ്ടാണ് BT ഉണ്ടാക്കുന്ന ടോക്സിക് പ്രോട്ടീൻ BTയെ നശിപ്പിക്കാത്തത് എന്ന് ചോദിച്ചാൽ ബാക്ടീരിയൻ്റെ ഉള്ളിൽ അത് പ്രോടോക്സിൻ ആയിട്ടാണ്. Crygenes codes for Crygene codes for ഇൻസെക്ടിസിഡൽ പ്രോട്ടീൻസ് ആണ്. അവ ഇൻസെക്ട്സിനാണ്. ഓക്കെ, ഇത് പ്രോടോക്സിൻസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. becomes toxic due to the alkaline pH. കണ്ടോ? due to the alkaline pH in the gut of the insect. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ ടോപ്പിക്സിലേക്ക് കടക്കാൻ പോവാണ്. ടോപ്പിക്സിലേക്ക് കടക്കുമ്പം നോക്കാം മക്കളെ, ഒരിക്കൽ കൂടി ടോപ്പിക്സിലേക്ക് കടക്കുമ്പം ഇതാണ് 4 കാര്യങ്ങൾ. ഓക്കെ, മേജർ ആപ്ലിക്കേഷൻസ് നോക്കാം. ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ, അഗ്രികൾച്ചർ. അപ്പോൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അതിൻ്റെ യൂസസ് പഠിച്ചു വെക്കുക. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിൻ്റെ യൂസസ്. അതേപോലെ തന്നെ വൈറ്റമിൻ എ റിച്ച് റൈസ്, ഗോൾഡൻ റൈസ് പഠിച്ചു വെക്കണം. വൈറ്റമിൻ എ റിച്ച് ഗോൾഡൻ റൈസ് പഠിച്ചു വെക്കണം. ഓക്കെ, BT ജീൻസ് എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആണ് എന്ന് പറയാനുള്ള കാരണം Cry1AB ആരെ കൺട്രോൾ ചെയ്യും, Cry2AB ആരെ കൺട്രോൾ ചെയ്യും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ
പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, RNA ഇന്റർഫിയറൻസ് എന്താന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ മെഡിസിനിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? സിന്തസിസ് ഓഫ് ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ, അതായത് എലി കമ്പനി എങ്ങനെ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിനെ ഉണ്ടാക്കി എന്ന് പഠിക്കണം. ഓക്കെ, ജീൻ തെറാപ്പി പഠിച്ചിരിക്കണം. ജീൻ തെറാപ്പിയിൽ ADAന്റെ ഫുൾ ഫോം പഠിക്കണം. ADA ഓവർകം ചെയ്യാനുള്ള 2 മെത്തേഡ്സ് പഠിക്കണം. അത് മറക്കരുത്. അതേപോലെ തന്നെ മോളിക്കുലർ ഡയഗ്നോസിസ്, ഈ 3 മെത്തേഡ്സ് ആണ്. ഈ 3 മെത്തേഡ്സ് വഴിയാണ് രോഗനിർണയം നേരത്തെ നമുക്ക് നടത്താൻ പറ്റുക. ഓക്കെ, ദെൻ PCR-ന്റെ അപ്ലിക്കേഷൻസ് പഠിക്കണം. കുറഞ്ഞ കോൺസെൻട്രേഷനിൽ ഡിറ്റക്ട് ചെയ്യാം, HIV ഡിറ്റക്ട് ചെയ്യാം, മ്യൂട്ടേഷൻ ഡിറ്റക്ട് ചെയ്യാം, ജെനറ്റിക് ഡിസോർഡേഴ്സ് ഡിറ്റക്ട് ചെയ്യാം. എലീസയുടെ ഫുൾ ഫോം പഠിക്കണം. എലീസയുടെ പ്രിൻസിപ്പിൾസ് പഠിക്കണം. ട്രാൻസ്ജീനിക് ആനിമൽസ് എന്താണ്, ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ യൂസസ് പഠിക്കണം. ഓക്കെ, ബയോ പേറ്റന്റും ബയോ പൈറസിയും പഠിക്കണം. അപ്പൊ ബയോ പേറ്റന്റ് എന്ന് പറയുന്നത് നോക്ക്, ബയോ പേറ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൈറ്റ് granted by a government for an organism, for a living organism. But the right granted by the government for an organism. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രശസ്തമായ സംഗതി ബസുമതി റൈസിന് കൊടുത്ത ബയോ പേറ്റന്റ് ആണ്. ബസുമതി റൈസ് ആസ് ഇൻഡിജീനസ് ടു അവർ കൺട്രി. എന്നോട് ചോദിക്കുന്നുണ്ട് ബയോ പേറ്റന്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബയോ പേറ്റന്റ് ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇറ്റ്സ് എ റൈറ്റ് ഗ്രാൻഡഡ് ബൈ എ ഗവൺമെന്റ്. ഒരു വ്യക്തിക്കോ ഒരു ഓർഗനൈസേഷനോ ഒരു ലിവിങ് ഓർഗാനിസത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അവകാശം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ബയോ പേറ്റന്റ് ബസുമതി റൈസിൻ്റെയാണ്. ബസുമതി റൈസ് ഇസ് ഇൻഡിജീനസ് ടു അവർ കൺട്രി. ഇന്ത്യയുടെ പരമ്പരാഗത നെല്ലിനമാണ്. ഈ പരമ്പരാഗത നെല്ലിനത്തിന്റെ പ്രത്യേകത, an American company got bio patent rights. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ ബസുമതി റൈസിന്റെ ഏറ്റവും മികച്ചതിനെ അവർ കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ നാട്ടിലെ ചെടിയുമായിട്ട് ക്രോസ് ചെയ്ത് ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ബയോപൈറസി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോപൈറസി എന്താ എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ ഓർത്താൽ മതി. ഇസ് എ ടേം യൂസ്ഡ് ടു റെഫർ ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് by multinational companies and other organizations without proper authorization from the country and people concerned without compensatory payment. ഇതാണ് ബയോപൈറസി. അപ്പം ബയോപൈറസി എന്താന്ന് ചോദിച്ചാൽ ജൈവ കള്ളക്കടത്ത് നമ്മുടെ പെർമിഷനോ നമ്മുടെ രാജ്യത്തിൻ്റെ പെർമിഷനോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ആരുടെയും പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ജൈവ വിഭവങ്ങൾ, നമ്മുടെ ബയോളജിക്കൽ റിസോഴ്സസ് കടത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് ബയോപൈറസി എന്ന് പറയുന്നത്. അപ്പം ബയോപൈറ്റന്റ് എന്ന് പറയുന്നത് ജൈവ അവകാശമാണ്. ബയോപൈറസി എന്ന് പറയുന്നത് ജൈവ കള്ളക്കടത്താണ്. ഇസ് ഇറ്റ് ഓക്കെ? അപ്പം ബയോപൈറ്റന്റും ബയോപൈറസിയും ഓക്കെ ആണല്ലോ. ബയോപേറ്റന്റ് നമ്മൾ പഠിക്കേണ്ടത് ബസുമതി റൈസിനെ കുറിച്ചാണ്. ഒരു ബയോ ഫോർട്ടിഫൈഡ് റൈസാണ് ബസുമതി റൈസിന്റെ പേറ്റന്റ് ഒരു അമേരിക്കൻ കമ്പനി നേടിയെടുത്തു ത്രൂ US പേറ്റന്റ്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ തന്നെ നെല്ലാണ്, പക്ഷെ അതിന്റെ ജീൻ അവർ കടത്തിക്കൊണ്ടുപോയി അവരതിന്റെ പേറ്റന്റ് എടുത്തു. അപ്പൊ ബയോ പേറ്റന്റും ബയോപൈറസിയും പെർഫെക്റ്റ് ആയോ മക്കളെ? ഈ ചാപ്റ്റർ പെർഫെക്റ്റ് ആയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പോവാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തു. ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. മേജർ അപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജിയിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഒന്നും പഠിക്കേണ്ട, ഒരു 4 അപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കണം. അഗ്രികൾച്ചറൽ അപ്ലിക്കേഷൻസിൽ എപ്പോഴും പഠിക്കേണ്ട കാര്യം, അഗ്രികൾച്ചറൽ അപ്ലിക്കേഷൻസിൽ നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ഗോൾഡൻ റൈസ്, GM പ്ലാന്റ്സിൻ്റെ 2-3 യൂസസ്. അതേപോലെ പഠിക്കേണ്ടത് BT കോട്ടൺ സ്പെസിഫിക് ആണോ? ക്രൈ ജീൻസിനെ കുറിച്ച് നിർബന്ധമായും പഠിക്കണം. RNA ഇന്റർഫിയറൻസിന്റെ ഡെഫിനിഷൻ, ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ എലി കമ്പനി എങ്ങനെ ഉണ്ടാക്കി, ജീൻ തെറാപ്പി എന്താണ്,
ADA ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്. ADA എന്താണ്? മോളിക്കുലർ ഡയഗ്നോസിസിൽ PCR ആപ്ലിക്കേഷൻ, എലീസന്റെ ഫുൾ ഫോം. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗ റോസിമോളെ കുറിച്ച് പഠിക്കണം. ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗ റോസിമോളെ കുറിച്ച് ഒന്നും കൂടെ അറിയണം. ഓക്കെ, ബയോ പേറ്റന്റിന്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് വരില്ല. ഇനി വന്നാൽ തന്നെ നമ്മൾ എഴുതേണ്ട ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ റൈറ്റ്. ബയോ പേറ്റന്റ് ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഗ്രാൻറ്റഡ് ബൈ എ ഗവൺമെന്റ് ഫോർ എ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ഫോർ എൻ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ അവകാശം ഗ്രാൻറ്റഡ് ബൈ എ ഗവൺമെന്റ് ടു എൻ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ഫോർ ലിവിങ് ഓർഗാനിസം. ജീവികൾക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റ്, റൈറ്റ്, അവകാശത്തെയാണ് ബയോ പേറ്റന്റ്. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗ റോസിമോള മറക്കരുത്. ഓക്കെ, ADA ഡെഫിഷ്യൻസി ഒന്നും കൂടെ പറയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ADA ഡെഫിഷ്യൻസി പറയാലോ. ജീൻ തെറാപ്പിയാണ് മക്കളെ, ജീൻ തെറാപ്പി. ഓക്കെ, ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പി, ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി ആദ്യമായിട്ട് കൊടുത്തത് ഒരു ശ്രീലങ്കൻ പെൺകുട്ടിക്കാണ്, അശാന്തിക ഡിസിൽവ. 4-year-old girl child with ADA deficiency. കണ്ട, with ADA deficiency. ഓക്കെ, ADA ഡെഫിഷ്യൻസി എന്താണെന്ന് അറിയണമെങ്കിൽ ADAന്റെ ഫുൾ ഫോം അറിയണം. ഇതൊരു എൻസൈമാണ്, അഡിനോസൈൻ ഡീഎമിനേസ്. ഇതൊരു എൻസൈമാണ്. കണ്ട, ഇതൊരു എൻസൈമാണ്. ഈ ഒരു എൻസൈം അഡിനോസൈൻ ഡീഎമിനേസ് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ഫങ്ഷനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, ഫങ്ഷനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, സെറ്റ് ആണോ? റെഡി? ഫങ്ഷനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം റെഡിയാണോ? ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. എല്ലാം സെറ്റാണോ മക്കളെ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഏതാ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. സോ ആർ യു റെഡി ഫോർ ദ തേർഡ് ചാപ്റ്റർ? ദാറ്റ് ഈസ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കാം ഈ ചോദ്യങ്ങൾ. ഓക്കെ, ജിയാക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ഷെറിൻ ചോദിക്കുന്നുണ്ട്. ഷെറിനെ ജിയാക്കിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണേ. ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. റെഡി? അപ്പോൾ ഈ ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളും അടങ്ങുന്ന സ്ലൈഡുകൾ ശരിക്കും നോക്കാം. അപ്പോൾ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ നമ്മൾ ആദ്യം അതിൻ്റെ എന്ത് കാണാൻ പോവാണ്? നമ്മൾ ആദ്യം പഠിക്കേണ്ട ഏരിയാസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇതാണ് മക്കളെ സിനോപ്സിസ്. അപ്പോൾ ആദ്യം ഓർഗാനിസംസ് ആൻഡ് എൻവയൺമെൻറ്റ് ഇതെന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത് നോക്കാം മേജർ എബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ലൈറ്റ്, ടെമ്പറേച്ചർ, സോയിൽ, അതേപോലെ തന്നെ ലൈറ്റ്, വാട്ടർ. മൂന്നാമത്തെ നോക്കാം റെസ്പോൺസ് ടു എബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോൾ എബയോട്ടിക് ഫാക്ടേഴ്സിന്റെ റെസ്പോൺസിൽ ഏതൊക്കെ പഠിക്കണം? വരട്ടെ, ആൻസർ വരട്ടെ. കൺഫോമേഴ്സ്, റെഗുലേറ്റേഴ്സ്, മൈഗ്രേറ്റ് ആൻഡ് സസ്പാൻഡ്. പിന്നെ അഡാപ്റ്റേഷൻസിലേക്ക് പോയി. അഡാപ്റ്റേഷൻ ഒരു ചോദ്യം വരും എന്ന് കൃത്യമായി ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അഡാപ്റ്റേഷൻ ഒരു ചോദ്യം വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കങ്കാരു റാറ്റിന് അഡാപ്റ്റേഷൻ ഡെഫിനേഷൻ, കങ്കാരു റാറ്റിന് അഡാപ്റ്റേഷൻ, ഡെസേർട്ട് പ്ലാന്റ്സിന് അഡാപ്റ്റേഷൻ, അതേപോലെ തന്നെ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ, അലൻസ് റൂള്, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ, സീൽഡ് ബ്ലബർ, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, അന്റാർട്ടിക്കയിലുള്ള മത്സ്യങ്ങൾ, ബിഹേവിയറൽ അഡാപ്റ്റേഷൻ, സ്നേക്ക്, അതേപോലെ തന്നെ ലിസാർഡ്,
അടുത്തത് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷനിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ട്? പോപ്പുലേഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. പോപ്പുലേഷന്റെ ഡെഫിനിഷൻ പഠിച്ചു, പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, സെക്സ് റേഷ്യോ. അപ്പൊ നാറ്റാലിറ്റി, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷന്റെ ഗ്രോത്ത് മോഡൽസ്. അപ്പൊ പോപ്പുലേഷന്റെ ഗ്രോത്ത് മോഡൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏജ് പിരമിഡ്സ് ശരിക്കും പഠിച്ചു വെച്ചോ. ഏജ് പിരമിഡ്സ്. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ്. ജെ ഷേപ്പ് ഗ്രോത്ത് മോഡൽ, എസ് ഷേപ്പ് ഗ്രോത്ത് മോഡൽ, സിഗ്മോയിഡ് കർവ്. ഏതൊക്കെ അതിന്റെ പേര്? ആൻസർ വരട്ടെ. ജെ ഷേപ്പ് ഗ്രോത്ത് മോഡലിന്റെ പേര് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡൽ അഥവാ ജോമെട്രിക്കൽ ഗ്രോത്ത് മോഡൽ. എസ് ഷേപ്പ് സിഗ്മോയിഡ് ഗ്രോത്ത് കർവിന്റെ പേര് വരട്ടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, വാഹൽസ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. അപ്പൊ രണ്ട് ഗ്രോത്ത് മോഡലിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കണം. ആ dn/dt = Rn. ആരുടെ? എക്സ്പോണൻഷ്യൽ. ആർ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാഹൽസ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ΔN/ΔT = Rn × n-k-n/k. മറക്കരുത്. Then population interaction detrimental, negative population predation, parasitism, amensalism and competition. അങ്ങനെയാണെങ്കിൽ അവസാനം population interaction beneficial, mutualism, commensalism, co-evolution, pseudo-copulation, sexual disease. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എൻ്റെ കുട്ടികൾ അതിമനോഹരമായി പഠിച്ചു തീർത്തത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ ഒരിക്കൽ കൂടി നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടിക്സ് ആൻഡ് ഡോഗ്സ്. അതേപോലെ തന്നെ കെസ്ക്യൂട്ടീം ഷൂ ഫ്ലവർ പ്ലാന്റും. ആര് പറയും? ക്വസ്റ്റ്യൻ്റെ ആൻസർ ആര് പറയും? ഇത്തവണ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡാണ്. നിങ്ങളാണ് ആൻസർ പറയേണ്ടത് മക്കളെ, നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. ഓക്കെ. അയ്മ ചോദിക്കുന്നുണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞോന്ന്. നാളെയാണ് അയ്മ പരീക്ഷ. ഇന്നെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഏത് ചോദ്യം വരുമെന്ന് ഡിസ്കഷൻ നടക്കുന്ന ലൈവാണ്. എൻ്റെ കുട്ടികളോട് പോയിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കരുത്. അവർ പഠിച്ച് സെറ്റാണ്. ഏത് ചോദ്യം വരുമെന്ന് മാത്രം ഈ ലൈവിൽ മനസ്സിലാക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇത് ഏതാ ഇൻട്രാക്ഷൻ? എന്നോട് ആദ്യം തന്നെ പറയുന്നത് കമൻസാലിസ് ആണ്. കമൻസാലിസം തെറ്റ്. ഇതിന്റെ ഉത്തരം കമൻസാലിസ് ആണോ? കൃത്യമായിട്ട് പറഞ്ഞെന്നാണ്. ഇതിന്റെ ആൻസർ പാരസൈറ്റിസം ആണ്. ഈ രണ്ട് കേസിന്റെയും ആൻസർ പാരസൈറ്റിസം. 2 മാർക്കിന് ചോദിക്കുമ്പോൾ മറക്കരുത് ഇതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ എഴുതാൻ. പാരസൈറ്റിന് ഗുണം, ഹോസ്റ്റിന് ഗുണവുമില്ല ദോഷവുമില്ല. പ്ലസ് ആൻഡ് മൈനസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇനി തെറ്റിക്കോ? ഒരു കാരണവശാലും തെറ്റിക്കല്ലേ. ആദ്യത്തെ ആൻസർ എനിക്ക് കിട്ടിയത് കമൻസാലിസ് ആണ്. അപ്പൊ ആൻസർ തെറ്റിക്കരുത്. ഇത്രയും കാര്യമായിട്ട് തലേ ദിവസം പറഞ്ഞു തന്നിട്ട് നാളെ കൊണ്ടുപോയി തെറ്റിക്കാൻ പാടില്ല. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം. അടുത്ത ചോദ്യം, നെയിം ദ ഇൻട്രാക്ഷൻ exists between suckerfish and shark and barnacles and whale. സക്കർഫിഷും ഷാർക്കും നമുക്ക് NCERTയിൽ ഇത് തന്നിട്ടില്ല. NCERTയിൽ സക്കർഫിഷും ഷാർക്കും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം അതൊരു പ്രോട്ടോക് ഓപ്പറേഷനാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് ബാർനക്കിൾസും വെയിലും ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ കമൻസാലിസം എന്ന് പറയണം. കമൻസാലിസം. ഓക്കെ. എന്നോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചോദിച്ചാൽ പാരസൈറ്റിസിന്റെ ഡെഫിനിഷൻ പറയണോ? നിശ്ചയമായും. എന്താ സംശയം? എന്താ? 2 മാർക്കിന് ചോദിച്ചാൽ ഡെഫിനിഷൻ അടക്കം പറയണം. ഒരു സംശയമില്ല. ഞാൻ ഡെഫിനിഷൻ എഴുതിയില്ലാന്നേ ഉള്ളൂ. ഡെഫിനിഷൻ എഴുതണം. 2 മാർക്കാണെങ്കിൽ 2 പോയിന്റ് മസ്റ്റ് ആയിട്ട് അവിടെ വേണം. ഓക്കെ. അപ്പൊ ഇത് കമൻസാലിസ് ആണ്. അപ്പൊ കമൻസാലിസത്തിൽ എന്ത് വേണം? ഒന്നിന് ഗുണവുമില്ല ദോഷവുമില്ല. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. അപ്പൊ ഡെഫിനിഷൻ ഓർക്കുമല്ലോ. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 സ്പീഷീസ് ഇൻ വിച്ച് one is benefited and another one is benefited and another one is no benefited, no harmed. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ. നെയിം ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ സീൻ ബിറ്റ്വീൻ ഫിഗ് ആൻഡ് വാസ്പ്. അത്തിമരവും കടന്നലും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. അത്തിമരവും കടന്നലും തമ്മിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? പറയൂ എന്റെ ടീച്ചറെ, പറയൂ എന്താണ് ഇതിന്റെ ആൻസർ ഞാൻ എഴുതേണ്ടത്?
ഒരു സംശയമില്ല. ദ ആൻസർ ഗോസ് ടു മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് കൃത്യമായിട്ട് എഴുതിയാൽ മാത്രം പോരാ, ഇതിന്റെ ഡീറ്റെയിൽസും കൂടെ എഴുതണം. അപ്പൊ എന്താ ടീച്ചറെ ഡീറ്റെയിൽസ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. ഈ മ്യൂച്വലിസത്തിൽ രണ്ടിനും ഗുണമാണ്. ഇതല്ലേ ഫിഗ് ആൻഡ് വാസ്പ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഫിഗിന്റെയും വാസ്പിന്റെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് NCERTയിൽ കാണിക്കണം. ഫിഗിന്റെയും വാസ്പിന്റെയും കൃത്യമായിട്ട് കാണിക്കണം. അപ്പൊ എന്താ അവിടെ എഴുതി വെക്കേണ്ടത്? എന്താ എഴുതേണ്ട ടീച്ചറെ? ഫിഗ് ഫ്ലവർ. നിങ്ങൾ എഴുതേണ്ടത് ഫിഗ് ഫ്ലവർ is pollinated by wasp. കണ്ട അതേസമയം wasp lay eggs in fig fruit. അപ്പൊ അത്തിമരത്തിന്റെ പൂവിന്റെ ഉള്ളിൽ വാസ്പം മുട്ടയിട്ട് പോവും. അതേസമയം ഫിഗ് എന്ത് ചെയ്യും? ഫിഗ് പോളിനേഷൻ നടക്കും. സോ ബോത്ത് ആർ ബെനിഫിറ്റഡ്. ഇത് കൃത്യമായിട്ട് ആൻസർ കീയിൽ കാണിച്ചിരിക്കണം. Got it okay? അപ്പം മറക്കാതെ ഇത് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. നോക്കൂ മക്കളെ, അടുത്ത ചോദ്യം ഇതാണ്. വെരി സ്മോൾ ആനിമൽസ്. നോക്കാം, വെരി സ്മോൾ ആനിമൽസ് ആർ റയർലി ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. കണ്ട പോളാർ റീജിയൻസിൽ ചെറിയ ആനിമൽസിനെ കാണാൻ പോലുമില്ല. അല്ലെങ്കിൽ വലിയ ആനിമൽസിന് മാത്രമേ പോളാർ റീജിയൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് അതിന്റെ റീസൺ? അതാണ് ചോദ്യം. അപ്പം സാധാരണ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് 2 മാർക്കിനാണെങ്കിൽ ആ 2 റീസൺ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, കൃത്യമായിട്ട് എഴുതണം. എന്താ കൃത്യമായിട്ട് എഴുതേണ്ടത്? സിൻസ് സ്മോൾ ആനിമൽസ് ഹാവ് എ ലാർജർ സർഫേസ് ഏരിയ. കണ്ട, ഹാവ് എ ലാർജർ സർഫേസ് ഏരിയ റിലേറ്റീവ് ടു ദർ വോളിയം. കണ്ട, ചെറിയ ആനിമൽസിന് അവരുടെ വോളിയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സർഫേസ് ഏരിയ, കാരണം ആക്ടിവിറ്റീസ് ഒക്കെ ഒരു കുറച്ച് ഏരിയയിലാണ് നടക്കാം. ഓക്കെ, ടു ദ വോളിയം എന്ത് സംഭവിക്കും? They have to spend much energy to generate body heat. Okay, body heat through metabolism. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ആൻസർ ഉണ്ടാവണം. So this is the main reason why very small animals are rarely found in polar regions. അപ്പോൾ വേണമെങ്കിൽ ഇതൊരു പോയിന്റ് ആയിട്ടും മറ്റൊരു പോയിന്റ് ആയിട്ട് ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം. തെർമോ റെഗുലേഷൻ, ഇത് വേണമെങ്കിൽ ആദ്യം തന്നെ വേണമെങ്കിൽ എഴുതാം. തെർമോ റെഗുലേഷൻ is energetically expensive. കണ്ട, is energetically expensive for many organisms. ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ തണുത്ത കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹീറ്റ് ലോസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? റെഡി, സെറ്റ്. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. അടുത്ത ചോദ്യം എന്താ നോക്കും മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. ഡ്രോ ലേബൽഡ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാം. അങ്ങനെ വേണമെങ്കിൽ ചോദ്യം വരാല്ലേ. ഡ്രോ ലേബൽഡ് ഡയഗ്രാം ഓർ സ്റ്റേബിൾ ആൻഡ് ഡിക്ലൈനിങ് ഏജ് പിരമിഡ്. ഏജ് പിരമിഡിന്റെ ഡയഗ്രാം വരയ്ക്കണം. അല്ല, സ്റ്റേബിൾ ആൻഡ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ സ്റ്റേബിൾ ആൻഡ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ചോദിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പം എൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയണം സ്റ്റേബിൾ പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്താ. സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവും ഒരേപോലെ ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ സ്റ്റേബിൾ പോപ്പുലേഷൻ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റേബിൾ പോപ്പുലേഷനിൽ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രീ റീപ്രൊഡക്റ്റീവും അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവും സെയിം ആയിരിക്കും. അതിനുശേഷം നോക്ക്, പിന്നീട് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് കുറഞ്ഞു വരും. അതേസമയം നമ്മുടെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ നോക്ക്,
ഡിക്ലൈനിങ് പോപ്പുലേഷനിൽ എങ്ങനെയായിരിക്കും? അപ്പം ഡിക്ലൈനിങ് പോപ്പുലേഷൻ നമ്മൾ വരയ്ക്കുമ്പം ഏറ്റവും ആദ്യം വരയ്ക്കേണ്ട പ്രീ റീപ്രൊഡക്റ്റീവ് ഏറ്റവും ചെറുതായിരിക്കും. കണ്ടാ, പ്രീ റീപ്രൊഡക്റ്റീവ് ഏറ്റവും ചെറുതായിരിക്കും. അതിനുശേഷമായിരിക്കും റീപ്രൊഡക്റ്റീവ്. കണ്ട, റീപ്രൊഡക്റ്റീവ് എണ്ണം കൂടുതലായിരിക്കും. പോസ്റ്റ് റീപ്രൊഡക്റ്റീവിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെയാണ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കൃത്യമായിട്ട് നടക്കണം. അപ്പോൾ കൃത്യമായിട്ട് വരയ്ക്കണം എന്ന് പറയുമ്പം ഈ ബ്ലോക്കും സെയിം സൈസ്, ഈ രണ്ട് ബ്ലോക്കും സെയിം സൈസ് ആയിരിക്കണം. കണ്ടോ, ഇത് പ്രീ റീപ്രൊഡക്റ്റീവ് ഏറ്റവും ചെറുതായിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എഴുതി വെക്കണം. ഇതാണ് പ്രീ റീപ്രൊഡക്റ്റീവ്. ഇങ്ങനെ എഴുതി വെക്കണേ, ഇതാണ് റീപ്രൊഡക്റ്റീവ്, ഇതാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റണം. ഇവിടെയും അതേപോലെ തന്നെ പ്രീ റീപ്രൊഡക്റ്റീവ്, ഇത് രണ്ടും റീപ്രൊഡക്റ്റീവ്, ഇത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി കാണിക്കുകയും വേണം. ഓക്കെ, കൃത്യമായിട്ട് ആ ആൻസർ കാണിച്ചാൽ ഫുൾ മാർക്ക് ഈസി ആയിട്ട് വന്നു. Is it clear? Is it ready? അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത്യാവശ്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടാം. ചോദ്യം ഇതാണ് മക്കളെ, ഷാർക്ക് യുറിതെർമലാണ്, അതേസമയം പോളാർ ബിയർ സ്റ്റിനോതെർമലാണ്. NCERTയിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ എക്സാമ്പിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഷാർക്ക് യുറിതെർമൽ, അതേസമയം പോളാർ ബിയർ എന്ന് പറയുന്നത് പോളാർ റീജിയൻസിലാണ് കാണാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫോമർ ഹാസ് ആൻഡ് വാട്ട് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ദ ലാറ്റർ ഹാസ്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഷാർക്ക് യുറിതെർമലും അതേപോലെ തന്നെ നമ്മുടെ പോളാർ ബിയർ സ്റ്റിനോതെർമൽ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എഴുതണം ഷാർക്ക്സ് യുറിതെർമൽ. കൃത്യമായിട്ടുള്ള ആൻസർ യുറിതെർമൽ എന്താ, സ്റ്റിനോതെർമൽ എന്താന്ന് എഴുതാം. ഷാർക്ക്സ് യുറിതെർമൽ. അപ്പോൾ യുറിതെർമൽ ഓർഗാനിസത്തിന്റെ പ്രത്യേകതയാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ എന്താ യുറിതെർമൽ ഓർഗാനിസത്തിന്റെ പ്രത്യേകതയായിട്ട് എഴുതി വെക്കേണ്ടത്? പ്രത്യേകതയായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടത് ഷാർക്ക് എന്താ എഴുതി വെക്കുക? ഷാർക്ക് ക്യാൻ ടോളറേറ്റ് ആൻഡ് ത്രൈവ്. കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാ. ആൻഡ് ത്രൈവ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കണ്ട, ഇത് എഴുതിയാൽ മതി, വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതേസമയം എന്താണ് സ്റ്റിനോതെർമലിന്റെ പ്രോബ്ലംസ്? അപ്പം നമ്മൾ എഴുതണം സ്റ്റിനോതെർമൽ ഓർഗാനിസം. അങ്ങനെ തന്നെ എഴുതി വെക്കാം, സ്റ്റിനോതെർമൽ ഓർഗാനിസം. ഓക്കെ, സ്റ്റിനോതെർമൽ ഓർഗാനിസം എന്താ ആർ റെസ്ട്രിക്റ്റഡ് ടു, അങ്ങനെ തന്നെ എഴുതണം, ആർ റെസ്ട്രിക്റ്റഡ് ടു എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇത് കൃത്യമായിട്ട് അവിടെ കാണിച്ചിരിക്കണം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോളാർ റീജിയൻസിലുള്ള ഓർഗാനിസംസിന് അല്ലെങ്കിൽ ഓർഗാനിസംസ് ബിലോങ്സ് ടു പോളാർ റീജിയൻസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇത് കൃത്യമായി കാണിക്കണം. 2 മാർക്കിനാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. 3 മാർക്കിനാണെങ്കിൽ ടെമ്പറേച്ചർ എന്താണെന്ന് എഴുതാം, ദെൻ യുറിതെർമൽ എന്താണെന്ന് എഴുതാം, സ്റ്റിനോതെർമൽ എന്താണെന്ന് എഴുതാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ചോദ്യമാണ് ഈ വർഷത്തെ ഏറ്റവും സാധ്യതയായി കൽപ്പിക്കപ്പെടുന്ന ചോദ്യം. നാളെ ഈ ചോദ്യം ഉണ്ടെങ്കിൽ ബിരിയാണി നിങ്ങളുടെ വക എനിക്ക് ഓഫർ ചെയ്താണ്. Am I right? നാളെ ഈ ചോദ്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങളുടെ വക എനിക്ക് ഗിഫ്റ്റ്. എന്താണ് ടീച്ചറെ ആ ചോദ്യം? പറയൂ ആ ചോദ്യം ഏതാണ്? കങ്കാരു റാറ്റ് ആൻഡ് ഡെസേർട്ട് പ്ലാന്റ്സ് എങ്ങനെ അവർ സർവൈവ് ചെയ്യും, എങ്ങനെ എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യും? ഈ ചോദ്യം ഉണ്ടാവും എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്ക് 3 മാർക്കിന് ചോദിച്ചാൽ 3 പോയിന്റുകളും, 5 മാർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ 2ഉം കാണിക്കുകയാണ്. കങ്കാരു റാറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോക്സ് വരയ്ക്കാം. ഒരു ബോക്സ് വരച്ചിട്ട് കങ്കാരു റാറ്റ് ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ ഡെസേർട്ട് പ്ലാന്റ്സ് റൈറ്റ് സൈഡിലുമായിട്ട് കാണിക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ മനോഹരമായ ഒരു ബോക്സ് ഒക്കെ വരച്ച് നിങ്ങൾക്ക് അതിന് താഴെ നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കാം. എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി വെക്കാമെന്ന് നോക്കാം. കങ്കാരു റാറ്റ് ക്യാൻ ലിവ്
വിത്തൗട്ട് വാട്ടർ. എഴുതിക്കൂടെ? ലിവ് വിത്തൗട്ട് വാട്ടർ. രണ്ടാമത്തെ പോയിന്റ്, അതിനാവശ്യമായ മെറ്റബോളിക് വാട്ടർ ഒക്കെ എവിടുന്ന് കിട്ടും? ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ. അതേപോലെ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഇറ്റ്സ് യൂറിൻ. എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഇറ്റ്സ് യൂറിൻ. ശരിയല്ലേ? കോൺസെൻട്രേറ്റ് ഇറ്റ്സ് യൂറിൻ. എഴുതിക്കൂടെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഡെസേർട്ട് പ്ലാന്റ്സിലോ തിക് ക്യൂട്ടിക്കിൾ. ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ദെൻ സങ്കൻ സ്റ്റൊമാറ്റ എഴുതാൻ പറ്റുമോ? സങ്കൻ സ്റ്റൊമാറ്റ എഴുതാം. പിന്നെ CAM പാത്വേ എഴുതിക്കൂടെ? ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം പാത്വേ. ഒന്നെങ്കിൽ CAM പാത്വേ എന്ന് എഴുതാം, അതും അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ഡ്യൂറിങ് നൈറ്റ് ആൻഡ് ക്ലോസ് ഡ്യൂറിങ് ഡേ, അങ്ങനെയും എഴുതാം. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എന്താ? നോ ലീവ്സ്. ആരാ ഫോട്ടോസിന്തസിസ് നടക്കാം? ഫോട്ടോസിന്തസിസ് is done by green stem. എഴുതിക്കൂടെ? യെസ്. അപ്പൊ കാര്യങ്ങൾ പെർഫെക്റ്റ് ആണല്ലോ. യെസ്, പെർഫെക്റ്റ്. അപ്പൊ ഈ ചോദ്യം നാളെ ഉണ്ടാവുമോ ഇല്ലയോ? ഇനി ഞാൻ പറയാൻ പോകുന്ന ചോദ്യം ഒരു അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ്. ഈ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം നാളെ വന്നാൽ എൻ്റെ കുട്ടികൾ പതറുമോ ഇല്ലയോ? ഈ ഒരു ചോദ്യം, ഇനി പറയാൻ പോകുന്ന ഈ ചോദ്യം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതാണ് ടീച്ചർ ചോദ്യം? ഏതാണ് ആ ചോദ്യം? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ചോദ്യം നോക്കാം മക്കളെ. ചോദ്യം ഇതാണ്. ഏതാണ് ആ ചോദ്യം? Explain any two defense mechanism plants have evolved against the predators. Okay? ഏതെങ്കിലും രണ്ട് ഡിഫൻസ് മെക്കാനിസം പറയൂ. How does predation difference from parasitism? അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ തളരുമോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. തളർന്നു പോവോ? ഇല്ല ടീച്ചറെ, ഒരിക്കലും തളർന്നു പോവില്ല. ഓക്കെ, ഒരിക്കലും തളർന്നു പോവില്ല. കാരണം ഈ ചോദ്യം നമുക്ക് അറിയാം പെട്ടെന്ന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും എന്ന് മാത്രം, അല്ലാതെ ഒരിക്കലും നമ്മളിത് തെറ്റിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്താ എന്ന് ചോദിച്ചാൽ ആദ്യം ഡിഫൻസ് മെക്കാനിസം എഴുതാം. രണ്ട് ഡിഫൻസ് മെക്കാനിസമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ആ രണ്ട് ഡിഫൻസ് മെക്കാനിസം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനേ ഉള്ളൂ. പറയൂ ടീച്ചറെ, എങ്ങനെയാണ് രണ്ട് ഡിഫൻസ് മെക്കാനിസം എഴുതാം? ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആദ്യത്തെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഏതാ? ഒന്ന് കാമോഫ്ലാഷ്. വെരി ഗുഡ്. കാമോഫ്ലാഷിനെ കുറിച്ച് ഡോണയാണ് ആദ്യം പറയുന്നത്. കാമോഫ്ലാഷിനെ കുറിച്ച് ആദ്യം തന്നെ എഴുതാം. കാമോഫ്ലാഷ് എന്താണ്? കാമോഫ്ലാഷ് എന്ന് എഴുതണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തുമാത്രം എഴുതാൻ മതി? കാമോഫ്ലാഷ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി: ക്രിപ്റ്റിക് കളറേഷൻ, ചുറ്റുമുള്ളതുമായിട്ട് സാമ്യം കാണിക്കുക. ക്രിപ്റ്റിക് കളറേഷൻ എന്ന് മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് തോൺസ് ആണ്. തോൺസ് എന്തിനാന്ന് ചോദിച്ചാൽ ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കെലോട്രോപ്പിസ് എന്ന ചെടിയെ മാം ഈ പറയുന്ന കന്നുകാലികൾ കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവാം. ഹാർട്ട് അറ്റാക്ക് എന്ന വാക്കൊന്നും NCERT ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽസ് സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ്. ഏതൊക്കെ? നിക്കോട്ടിൻ, കഫിൻ, സ്ട്രൈക്നൈൻ, ക്യുനൈൻ. ഇതൊക്കെ എന്തിനാ? ഡിഫൻസസ് അഗെയിൻസ്റ്റ് ഗ്രേസേഴ്സ് ആൻഡ് ബ്രൗസേഴ്സ്. ഇതിന് പുറമെ മിമിക്രി പറയാം. അപ്പൊ മിമിക്രിയും കാമോഫ്ലാഷും അതിന് പുറമെ തോൺസും വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അടുത്ത ചോദ്യം പ്രഡേഷൻ ഡിഫറെന്റ് ഫ്രം പാരസൈറ്റിസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്: പ്രഡേഷനും പാരസൈറ്റിസവും തമ്മിലുള്ള ഡിഫറൻസ്. പ്രഡേഷനും പാരസൈറ്റിസും ഇത് നമുക്ക് NCERTയിൽ അങ്ങനെ ഡിഫറൻസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടു കൂട്ടരും പ്ലസും മൈനസും ആണ്. രണ്ടുപേരും പ്ലസും മൈനസ് ആണ്. എൻ്റെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതിന്റെ ഡിഫറൻസ് പറയാൻ പറ്റുമോ? പാരസൈറ്റിസും പ്രഡേഷനും രണ്ടും ടെക്നിക്കലി സെയിം ആണ്. പക്ഷേ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അവർ ചോദിക്കുന്നത് ഡിഫറൻസ് ആണ്. അപ്പൊ എൻ്റെ കുട്ടികൾ ഇതിന് ഡിഫറൻസ് കിട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ഷാൽ വി മേക്ക് ഔട്ട് ദ ഡിഫറൻസ്? പ്രഡേഷനും പാരസൈറ്റിസവും തമ്മിലുള്ള ഡിഫറൻസിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് പറയട്ടെ. പ്രഡേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലാർജർ ഓർഗാനിസം ഓൺ സ്മോളർ ഓർഗാനിസം.
ലാർജർ ഓൺ സ്മോളർ. ശരിയല്ലേ? അതേസമയം പാരസൈറ്റിസത്തിൽ സ്മോളർ ഓൺ ലാർജ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രഡേഷനിൽ എപ്പോഴും പ്രഡേറ്റർ എപ്പോഴും വലുതായിരിക്കും, പ്രേ എപ്പോഴും സ്മോൾ ആയിരിക്കും. അതേസമയം പാരസൈറ്റിസത്തിലോ പാരസൈറ്റ് എപ്പോഴും ചെറുതായിരിക്കും. ചെറിയ പാരസൈറ്റ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ് വലിയ ശരീരമുള്ള നമ്മുടെ ശരീരത്തിൽ കാണുന്നു. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. കാമോഫ്ലാഷ് ആനിമൽസിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെന്താ കാമോഫ്ലാഷ് കാണിക്കാം. ഓക്കെ, എന്താ സംശയം? എന്താ ഇനി പ്രഡേഷന്റെ വേറൊരു എക്സാമ്പിൾ നോക്ക്. പ്രഡേഷൻ നോട്ട് ഹോസ്റ്റ് സ്പെസിഫിക്. ഇത് ഹോസ്റ്റ് സ്പെസിഫിക് അല്ല, ഇത് ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. കണ്ടോ? ഹോസ്റ്റ് സ്പെസിഫിക് ആണ് എന്ന് വെച്ചാൽ എപ്പോഴും ആലോചിക്കുക, ഒരു തവളയെ കിട്ടിയിട്ടില്ലെങ്കിൽ തവളകൾ കൂട്ടത്തോടെ ചത്തുപോയി. പാമ്പുകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോവില്ല. ഏതെങ്കിലും പാമ്പ് കയറിൽ കെട്ടി തൂങ്ങി ചത്തത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേ ആർ നോട്ട് ഹോസ്റ്റ് സ്പെസിഫിക്. അതില്ലെങ്കിൽ അവൻ അടുത്തത് നോക്കിക്കോളും. അതേസമയം പാരസൈറ്റ് എപ്പോഴും ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. കൺസേൺ വൈറസിന് ആ ഹോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആ വൈറസ് കെട്ടിത്തൂങ്ങി ചാവും മക്കളെ. കെട്ടിത്തൂങ്ങാൻ വൈറസിന് കയറൊന്നും കിട്ടൂല എന്ന് മാത്രം. വൈറസ് നിർത്തും അവന്റെ പരിപാടി. ശരിയല്ലേ? അതേസമയം ലൊറാന്തസിന് എപ്പോഴും ഏതാ മാംഗോ ട്രീ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്, അത് കിട്ടിയേ പറ്റൂ. അപ്പൊ പാരസൈറ്റിന് എപ്പോഴും ഹോസ്റ്റ് സ്പെസിഫിക് ആയിരിക്കും. കഴിഞ്ഞില്ല, ഇനിയും ഡിഫറൻസ് ഉണ്ട്. ഇനിയും എന്താ ഡിഫറൻസ്? പ്രഡേഷൻ എനർജി ഫ്ലോ ആണ്, നേച്ചേഴ്സ് എനർജി ഫ്ലോ ആണ്. പാരസൈറ്റിസത്തിൽ എന്ത് എനർജി ഫ്ലോ ആണ് മക്കളെ നടക്കുന്നത്? പാരസൈറ്റിസത്തിൽ നോ എനർജി ഫ്ലോ. പ്രഡേഷൻ keeps the prey population, species diversity, എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് കീപ്പ് അപ്പ് ചെയ്യും. ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഏതെങ്കിലും രണ്ട് ഡിഫറൻസ് ചോദിച്ചാൽ എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കയറാൻ പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതായെന്ന് നോക്കാം. അടുത്ത ചോദ്യം different animals respond to changes in surroundings in different ways. ഇത് 2018 CBSE ബോർഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഈ ചോദ്യം നോക്കാം. Some animals undergo estivation while some others hibernation. How do fungi responds to adverse climatic condition? ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഇത് എന്ത് ചോദ്യമാ എന്ന് ആലോചിച്ചിരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹൈബർനേഷനെ കുറിച്ചും ഏസ്റ്റിവേഷനെ കുറിച്ചുമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. ഹൈബർനേഷൻ എന്താ, ഏസ്റ്റിവേഷൻ എന്താന്നുള്ളത് എൻ്റെ കുട്ടികൾ ഒരിക്കലും തെറ്റിക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. ഹൈബർനേഷൻ എന്താ, ഏസ്റ്റിവേഷൻ എന്താന്നുള്ളത്. പക്ഷെ ഹൈബർനേഷനും ഏസ്റ്റിവേഷനും ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഹൈബർനേഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഹൈബർനേഷൻ ചുരുണ്ടുകൂടുക. അപ്പൊ വിന്റർ സ്ലീപ്പാണ്, അത് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതേസമയം ഏസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സമ്മർ സ്ലീപ്പാണ്. കൊടും ചൂടിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ്. പക്ഷെ ചോദ്യം ഇതല്ല. ഈ കണ്ടീഷൻ വെച്ച് ഫംഗസ് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഫംഗസ് അണ്ടർഗോ ഡോർമെൻസി. ഫംഗായി അണ്ടർഗോ ഡോർമെൻസി. എങ്ങനെ ഡോർമെൻസി ബൈ ദ ഫോർമേഷൻ ഓഫ് സ്പോർസ്. കേട്ടോ, സ്പോറുകളായിട്ട് മാറും. അൺഫേവറബിൾ കണ്ടീഷനിൽ ഫംഗസ് സ്പോറുകൾ ഫോം ചെയ്യും. ഓക്കെ, ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഹൈബർനേഷന്റെ എക്സാമ്പിൾ ഏതാ, ഏസ്റ്റിവേഷൻ എക്സാമ്പിൾ ഏതാ നോക്കാൻ പാടില്ല. എവിടെയും നോക്കാതെ ആൻസർ ചെയ്യണം. ഹൈബർനേഷന്റെ എക്സാമ്പിൾ അതേപോലെ തന്നെ ഏസ്റ്റിവേഷന്റെ എക്സാമ്പിൾ. വേഗം പറയൂ. ഹൈബർനേഷൻ, ഏസ്റ്റിവേഷൻ, അതേപോലെ തന്നെ ഓക്കെ, ഹൈബർനേഷന്റെ എക്സാമ്പിൾ ആരാ? നമ്മുടെ മൗഗ്ലിയുടെ ഫ്രണ്ട്. നമ്മുടെ ബിയറിന്റെ പേര് ഓർമ്മ കിട്ടിയോ? മൗഗ്ലിയുടെ ഫ്രണ്ടിന്റെ പേര് യെസ്, മൗഗ്ലിയുടെ ഫ്രണ്ടും പോളാർ ബിയർ എന്നൊക്കെ പാർവതി അയക്കുന്നുണ്ട്.
പാർവതി പോളാർ ബിയറിന് നമ്മൾ പറയരുത്. ഒരു ചെറിയ മിസ്റ്റേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളിലേക്ക് വെക്കാം. നിങ്ങൾ ബിയർന്ന് മാത്രം എഴുതിയാൽ മതി. അതേപോലെ തന്നെ എസ്റ്റിമേഷൻ എക്സാമ്പിൾ സ്നെയിലും ഫിഷസും മാത്രം പറഞ്ഞാൽ മതി. വേറെ എക്സാമ്പിളിലേക്ക് ഒന്നും പോണ്ട. NCERT എക്സാമ്പിൾസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. Compare giving reason J-shaped and S-shaped models of population growth of a species. J-shaped and S-shaped models explain fitness of a species as mentioned by Charles Darwin. അപ്പോൾ നമ്മൾ പറയണം J-shaped ആൻസറിലേക്ക് നമ്മൾ കയറാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. J-shaped കർവ്, അതേപോലെ തന്നെ S-shaped കർവ്, ഇത് രണ്ടിൻ്റെയും വ്യത്യാസമാണ്. നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇതിൻ്റെ പേരാണ്. ജെ ഷേപ്പ് എന്താ, എസ് ഷേപ്പ് എന്താന്നാണ് ആദ്യം എഴുതേണ്ടത്. അപ്പം നമ്മൾ എന്താ എഴുതുക? ജെ ഷേപ്പ് എന്ന് പറയുന്നത് എക്സ്പൊനൻഷ്യൽ അല്ലെങ്കിൽ എന്ത് എഴുതും? ജോമെട്രിക്കൽ. കണ്ടാ, എക്സ്പൊനൻഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക്കൽ, അതാദ്യം എഴുതി. എസ് ഷേപ്പിൽ നമ്മൾ എന്താ എഴുതുക? എസ് ഷേപ്പിൽ നമ്മൾ വോഹൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, ലോജിസ്റ്റിക് ഗ്രോത്ത്. ഇത് ആദ്യം തന്നെ എഴുതി വെക്കോ. ഡിഫറൻസ് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിഫറൻസ് ചോദിച്ചാൽ ഡിവൈഡ് ചെയ്യുക. നല്ല ഭംഗിയായിട്ട് ബോക്സ് വരച്ച് എഴുതിക്കോളാം. ഓക്കെ, കേസ് സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് വിട്ടു. കേസ് സ്റ്റഡിയുടെ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഇതിൽ നിന്നാണ് കേസ് സ്റ്റഡി വരിക. ജെ ഷേപ്പിന്റെ കേസ് സ്റ്റഡി ഓർക്കുക. പെട്ടെന്ന് വളർന്നു, പെട്ടെന്ന് പോയി. എസ് ഷേപ്പ് എന്താ? സ്ലോലി, ദെൻ ഫാസ്റ്റ്, ദെൻ സ്റ്റേഷനറി. അപ്പൊ ഡിഫറൻസ് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ എഴുതേണ്ട ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ, എക്സ്പൊനൻഷ്യല് റെസ്പോൺസസ് ആർ, ഇത് മാത്രം മതി. റെസ്പോൺസസ് ആർ നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്ത്. കണ്ട റെസ്പോൺസസ് ആർ നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്ത്. കണ്ട, അതേസമയം എസ് ഷേപ്പിലോ റെസ്പോൺസസ് ആർ ലിമിറ്റിംഗ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് മറക്കരുത്. റെസ്പോൺസ് ലിമിറ്റിംഗ് അല്ലെങ്കിൽ പ്ലോട്ട് എക്സ്പൊനൻഷ്യൽ ആയിരിക്കും. റെസ്പോൺസ് ലിമിറ്റിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? പ്ലോട്ട് ലോജിസ്റ്റിക് ആയിരിക്കും. നാളെ ഈ ചോദ്യത്തിൽ നിന്നും കേസ് സ്റ്റഡി ഉണ്ടാകും എന്ന് ആലോചിക്കുക. കേസ് സ്റ്റഡിയിൽ നിന്നും ഒരു ചോദ്യം വരുന്നത് ഇതിലാണ്. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഇതൊന്ന് ആഡ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, റെഡി അല്ലേ? ഒരു കാരണവശാലും ഇതിന്റെ ഡിഫറൻസ് ജെ ഷേപ്ഡ് കർവ്, ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മറക്കരുത്. ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി. ഒരു കാരണവശാലും ഇതിന്റെ ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്നെങ്കിൽ ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി എൻ ബൈ ഡി ടി. ഓക്കെ, ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി എൻ ബൈ ഡി ടി. ഓക്കെ, റെഡി. ഓക്കെ, വീണ്ടും നമ്മൾ അറിയേണ്ടത് ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആറിന്റെ വാല്യൂ കൃത്യമായിട്ട് അറിയണം. ഇൻട്രൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് മറക്കരുത്. അതേസമയം എസ് ഷേപ്പിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ? എസ് ഷേപ്പിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡി എൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു Rn into K minus N by K. K ആരാ? ക്യാരിങ് കപ്പാസിറ്റി. അപ്പൊ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വിട്ടുപോകരുത്. ഓക്കെ. റെസ്പോൺസസ് ആണ് മക്കളെ, റിസോഴ്സസ് അല്ല. റിസോഴ്സസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, റെസ്പോൺസസോ റിസോഴ്സസോ പറയാം, ഏതായാലും കുഴപ്പമില്ല. എന്നോട് ആരാ ചോദിക്കുന്ന റെസ്പോൺസ് ആണോ റിസോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ, ഉദയ് നീ റെസ്പോൺസ് എഴുതിയാലും റിസോഴ്സ് എഴുതിയാലും കറക്റ്റ് ആണ്. NCERTയിൽ ഗ്രാഫിന്റെ താഴെ റെസ്പോൺസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് റിസോഴ്സ് എഴുതിയാലും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കയറാം. ചാൾസ് ഡാർവിൻ ഫിറ്റ്നസ് ഓഫ് എ സ്പീഷീസിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ചാൾസ് ഡാർവിൻ ഫിറ്റ്നസിനെ കുറിച്ച് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പറയൂ ടീച്ചർ, എന്താണ് ഡാർവിൻ പറയുന്നത്? അപ്പൊ ഡാർവിൻ പറയുന്ന ആ സിമ്പിൾ കാര്യം എന്താണ്? ഡാർവിൻ പറയുന്നത് പോപ്പുലേഷൻ ഇവോൾവ് ടു മാക്സിമൈസ് ദ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. മാക്സിമൈസ് ദ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്
ഇതിനെയാണ് ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് ഡാർവീനിയൻ ഫിറ്റ്നസ്. ഈ ഡാർവീനിയൻ ഫിറ്റ്നസിനെ ഡാർവിൻ കൊടുക്കുന്നത് ഹൈ ആർ വാല്യൂ ആണ്. ഹൈ ആർ വാല്യൂ ആണ്. അപ്പം മറക്കരുത്, ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹൈ ആർ വാല്യൂ. അപ്പൊ ആർ എന്താ? ആർ എന്താ? ഇൻ ദ ഹാബിറ്റാറ്റ് ദ ലീവ് ആണ്. ഇൻ ദ ഹാബിറ്റാറ്റ് ദ ലീവ്. ഇൻ ദ ഹാബിറ്റാറ്റ് ദ ലീവ്. ഓക്കെ, ഇതാണ് ഫിറ്റ്നസ് ഓഫ് എ സ്പീഷീസിനെ കുറിച്ച് ഡാർവിൻ പറഞ്ഞത്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഏതൊരു പോപ്പുലേഷനും മാക്സിമം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. മനുഷ്യൻ മാത്രമാണ് ഇപ്പോൾ ഒരു കുട്ടി 2 കുട്ടിയിൽ ഒതുങ്ങുക. വേറെ എല്ലാ ആനിമൽസും എത്ര മാക്സിമം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ചാൾസ് ഡാർവിൻ വന്ന് പറഞ്ഞത് ഇതല്ല. മാക്സിമം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിലല്ല, എത്ര കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യും, എത്ര കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യും. ഇപ്പൊ പോപ്പുലേഷന്റെ ഗ്രോത്ത് ആലോചിക്കുക. 1960s വരെ ഒരു കുടുംബത്തിൽ 10ഉം 12ഉം കുട്ടികളാണ്. പക്ഷെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നോ? ഇല്ല. ഈ 10ഉം 12ഉം സർവൈവ് ചെയ്യില്ല. അതേസമയം ഇപ്പത്തെ ജനറേഷൻ 2020കളിൽ ഒരു ഫാമിലിയിൽ മാക്സിമം പോയാൽ 2-3. പക്ഷെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇപ്പം. അതിന്റെ കാരണം എന്താ? സർവൈവൽ വാല്യൂ കൂടുതൽ ഇപ്പോഴാണ്. അപ്പൊ അതാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. മാക്സിമം ആർ വാല്യൂ എന്ന് പറയുന്നതാണ് Darwinian fitness. High R value is equal to Darwinian fitness. Survival of the fittest. റെഡി ആണോ? അപ്പൊ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ തെറ്റിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. വീണ്ടും അടുത്ത ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? അടുത്ത 2 ചോദ്യം കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏജ് പിരമിഡ് എന്താ എന്നാണ്. ഏജ് പിരമിഡ്. അപ്പൊ നോക്കാം, ഏജ് പിരമിഡ് എന്താണ്? 3 ടൈപ്പ് ഏജ് പിരമിഡ് ആൻഡ് ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഈച്ച് ഓഫ് ദം. അപ്പൊ ഏജ് പിരമിഡ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ മിസ്റ്റേക്ക് വരില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഏജ് പിരമിഡിന്റെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഏജ് പിരമിഡിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്ത് എഴുതും? ഇഫ് ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ട, ഇഫ് ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ is plotted for the population, is plotted for the population, is plotted for the population, the resulting structure is called an age pyramid. Is called an age pyramid. Is called an age pyramid. കണ്ട, ഇതാണ് മക്കളെ ഏജ് പിരമിഡ് ഡെഫിനിഷൻ. സോ ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിന്റെ പ്രായത്തെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ, ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഏജ് പിരമിഡ്. 3 ടൈപ്പ് ഏജ് പിരമിഡ് എന്താ എന്നുള്ളത് എൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ പിരമിഡ് എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് പിരമിഡാണ്. എക്സ്പാൻഡിങ് പിരമിഡിൽ ഒരു ക്യാരക്ടർ എഴുതിയാൽ മതി. പ്രീ റീപ്രൊഡക്റ്റീവ് ഇസ് ദ മാക്സിമം. രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തത് സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. പ്രീ റീപ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് സെയിം ആണ്. മൂന്നാമത്തത് ഏതാ? ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഡിക്ലൈനിങ് പോപ്പുലേഷനിൽ ഒരേ ഒരു ക്യാരക്ടർ പഠിച്ചു വെക്കാം. പ്രീ റീപ്രൊഡക്റ്റീവ് ഇസ് ദ സ്മോളസ്റ്റ്. അപ്പൊ എക്സ്പാൻഡിങ്, സ്റ്റേബിൾ, ഡിക്ലൈനിങ്. ഇതിന്റെ ചിത്രം വരയ്ക്കാൻ അറിയണം. എന്നോട് നേരത്തെ ഷെറിൻ ചോദിച്ചിരുന്നു ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണോ എന്ന്. ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം മക്കളെ, നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ ഈ 3 ചാപ്റ്ററുകളിൽ നിന്നായിട്ടുള്ള ചിത്രങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചോദ്യങ്ങളിൽ ഡയഗ്രാം വരയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല. അതേസമയം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഡയഗ്രാം വരയ്ക്കാൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ, the last and the final question of today's botany topics, the last and the final question. ഈ ഒരു ഗ്രാഫ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നാൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ 2 ഗ്രാഫിലെ 2 ലൈൻസ് നോക്കാം. ഈ 2 ലൈൻസിൽ ഒരെണ്ണം കൺഫോമർ ആണ് റെപ്രസെന്റ് ചെയ്യുക. ഇതിൽ ഏതാണ് കൺഫോമർ എന്നാണ് ചോദ്യം. അപ്പൊ എന്റെ കുട്ടികൾ ഒരു ഡൗട്ടും വേണ്ട, എ ആണോ? ഈ ഗ്രാഫ് എടുക്കുക, ഗ്രാഫ് സൂക്ഷിച്ചു നോക്കുക. ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചോ. അതിൽ റെഗുലേറ്റർ ആരാ, കൺഫോമർ ആരാ,
പാർഷ്യൽ റെഗുലേറ്റർ ആരാന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അപ്പം ഇതിൽ കൺഫോമർ ആരാ എന്ന ചോദ്യം, ഒരു സംശയമില്ല മക്കളെ, ഇതിൽ കൺഫോമർ ആരാന്ന് ചോദിച്ചാൽ എ ആണ് കൺഫോമർ. ഇസ് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? അപ്പൊ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് ആരാ? ബി എന്ന് പറയുന്നത് റെഗുലേറ്റർ ആണ്. ഓക്കെ, ഏത് കണ്ടീഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതല്ലേ റെഗുലേറ്റേഴ്സ്. അപ്പൊ ബി ലൈൻ ഇൻഡിക്കേറ്റ്സ് regulator, A line indicates conformer, and finally the last and the final, adaptation of parasites to complete the life cycle. പാരസൈറ്റ്സിന്റെ അഡാപ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടാതാവുമോ? 4 അഡാപ്റ്റേഷൻ, 2 മാർക്കാണെങ്കിൽ ആ 2 പോയിന്റ്സ് മതി. ഇനി 3 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ ആ 4 5 പോയിന്റ്സ് അവിടെ എഴുതി വെക്കുക. പാരസൈറ്റിക് അഡാപ്റ്റേഷൻ നോക്കുക. ഈ 4 പോയിന്റ്സ് കൃത്യമായിട്ട് ഓർക്കുക. ലോസ് ഓഫ് സെൻസ് ഓർഗൻ, അവർക്ക് സക്കിംഗ് റൂട്ട്സ് ആണ്. അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഈ 4 എണ്ണത്തിൽ 3 എണ്ണം എന്തായാലും പഠിച്ചു പോവാം. 2 മാർക്കിനാണ് അവർ ചോദിക്കുന്നത്. സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതോട് കൂടിയിട്ട് ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റെസ്പോൺസ് ടു എബയോട്ടിക് ഫാക്ടർ ആണ്. കൺഫോമേഴ്സ് റെഗുലേറ്റേഴ്സിന്റെ ഗ്രാഫ്, ദെൻ അഡാപ്റ്റേഷണൽ ഡെസേർട്ട് പ്ലാന്റ്സും കങ്കാറുവാറ്റിന്റെ അഡാപ്റ്റേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ് മറക്കരുത്, ജെ ഷേപ്ഡ് എസ് ഷേപ്ഡ്, അതേപോലെ തന്നെ മ്യൂച്വലിസം കമൻസാലിസം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. സോ ഈ 3 ചാപ്റ്റേഴ്സ് സെറ്റ് ആയിക്കോളാം, ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ടുമോറോസ് എക്സാം. ആർ യു റെഡി? ഓക്കെ, സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അയക്കാം. സർ, ഹ്യൂമൻ ബീങ്സ് ജെ ഷേപ്ഡ് ആണോ എസ് ഷേപ്ഡ് ആണോ? ഹ്യൂമൻ ബീങ്സ് എസ് ഷേപ്ഡ് ആയിട്ടാണ്, പോപ്പുലേഷൻ ഗ്രോത്തിന്റെ കർവ് എസ് ആയിട്ടാണ് നമ്മൾ പറയാറ്. സോ മേക്ക് ഇറ്റ് ആസ് എസ്. ഓക്കെ, സോ സീ യു, താങ്ക് യു, ബൈ ബൈ. ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് ഡേ. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എഴുതാം, നന്നായിട്ട് ചെയ്യാം. അടുത്ത സുവോളജി സെക്ഷനിൽ നോക്കാം. മൈക്രോബ്സ്, ബയോഡൈവേഴ്സിറ്റി, മൈക്രോബ്സ് ആയിട്ട് നമുക്ക് RJ സാർ വരും. അടുത്ത സെഷനിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ് ഇപ്പം നിങ്ങളെ കാണാനായിട്ട് എത്തും. സോ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഇൻ ദ ലൈവ് ഇറ്റ് സെൽഫ്, എവിടെയും പോണ്ട, ഗെറ്റ് റെഡി. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.
ഓക്കെ. നിങ്ങൾ ഇതൊന്നും പറഞ്ഞല്ലോ, ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ടല്ലോ. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ബയോളജി റിവിഷൻ ക്ലാസ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനാണ്. നിങ്ങൾക്കറിയാം സുവോളജിയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവോളജി ബോട്ടണി എന്നില്ല, എങ്കിലും സുവോളജിയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്, 15th ചാപ്റ്ററാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. എന്താണ് ബയോഡൈവേഴ്സിറ്റി? നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള ജീവികൾ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ആ ടോട്ടൽ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൽ നിങ്ങളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഓൺ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ദ ഗ്ലോബ്. അതായത് ഭൂമിയുടെ പല ഭാഗത്ത് പലതരത്തിലുള്ള സ്പീഷീസുകൾ ജീവിക്കുന്നുണ്ട്. ആ സ്പീഷീസുകളെ ടോട്ടലായിട്ട് കാണുന്ന അതിന് നമ്മൾ എന്ത് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് റോസൻ ആണ്. പക്ഷെ ബയോഡൈവേഴ്സിറ്റി പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്, എഡ്വേർഡ് വിൽസൺ. സോ ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എഡ്വേർഡ് വിൽസണെയാണ്. ആ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോസൻ ആണെങ്കിലും അത് പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ ആണ്. ഇനി നമുക്ക് നോക്കാം ബയോഡൈവേഴ്സിറ്റിയുടെ ലെവൽസ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈവ് ക്ലാസ് കിട്ടിയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. നമ്മളൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് പറയേണ്ട ഒരു സന്ദർഭം ഇവിടെ ഉണ്ട്. ക്വിക്ക് റിവിഷൻ എന്ന വാക്ക് തന്നെ അർത്ഥം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്പീഡ് കൂട്ടേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഏതൊക്കെയാണ്? വാട്ട് ആർ ദ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഇത് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? പക്ഷേ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡൈവേർട്ടഡ് ആയിട്ടാണ് വരിക. നമ്മൾ പറയുന്നതിൽ ഡൈവേർട്ടഡ് ആണ് ക്വസ്റ്റ്യൻ വരിക. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അതായത് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. ഒന്ന് ജെനറ്റിക് ലെവൽ, ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ ജെനറ്റിക് biodiversity. This is the first one, genetic biodiversity. What do you mean by genetic biodiversity? Genetic biodiversity means the same species but some genetic manipulation take place and as a result the genetic change occurs. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ആ ക്വാളിറ്റി വ്യത്യാസം വരാം. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണ നമുക്ക് 1 കിലോയ്ക്ക് 50 രൂപയ്ക്ക് കിട്ടുന്ന മാംഗോയും ഉണ്ട്, ചിലപ്പോൾ 1 കിലോയ്ക്ക് 500 രൂപയ്ക്ക് കിട്ടുന്ന മാംഗോയും ഉണ്ടാവാം. ഈ മാംഗോ എന്ന് പറഞ്ഞാൽ മാഞ്ചിഫറ ഇന്ത്യക്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ എന്താണ്, അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ജെനറ്റിക് മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഉള്ള ആ ഒരു ജെനറ്റിക് മേക്കപ്പിന് മാറ്റം വരുത്തിയിട്ടുള്ള അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിന് 3 എക്സാമ്പിൾസ് ആണ് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് റുവൾഫിയ വൊമിറ്റോറിയ വിച്ച് ഈസ് ഗ്രോയിങ് ഇൻ ഹിമാലയൻ റീജിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആക്റ്റീവ് ഡ്രഗ് ആണ് റിസർപ്പിൻ. ഈ റിസർപ്പിന്റെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസർപ്പിൻ തന്നെയാണ്. പക്ഷെ റിസർപ്പിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ദാറ്റ് മീൻസ് പൊട്ടൻസി എല്ലാം വ്യത്യാസമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കറിയാം മറ്റൊരു ഡൈവേഴ്സിറ്റി, ജെനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ മറ്റൊരു ഉദാഹരണമാണ് there are 50,000 varieties of rice and 1,000 varieties of mango. ഈ 3 എക്സാമ്പിളാണ് ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തരും. there is a presence of 1,000 varieties of mango in India which belong to which type or which level of biodiversity. അങ്ങനെയാണ് ചോദിക്കുക.
അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അത് എന്ത് എഴുതണം? ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് എഴുതണം. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ 3 കാര്യങ്ങള്, ഒന്ന് റുവൾഫിയ വൊമിറ്റോറിയ, രണ്ടാമത്തത് എന്താ? ഒന്ന് റുവൾഫിയ, രണ്ടാമത്തത് 50,000 വെറൈറ്റീസ് ഓഫ് റൈസ്, മൂന്നാമത്തത് 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. ഈ 3 എക്സാമ്പിളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ഇനി ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി എക്സാമ്പിൾ ചോദിച്ചാൽ ഈ എക്സാമ്പിൾ തിരിച്ചും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതാണ് ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് വൺ. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? ദാറ്റ് ഈസ് ദ സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി. സെക്കൻഡ് വൺ ഈസ് ദ സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി. വാട്ട് യു മീൻ ബൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി? ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി ജീനിൽ ഉണ്ടാകുന്ന ഡൈവേഴ്സിറ്റി ആണെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഷീസിൽ ഉണ്ടാവുന്ന, അതായത് ഒരു ഏരിയയിലുള്ള സ്പീഷീസ് ആയിരിക്കില്ല മറ്റൊരു ഏരിയയിൽ ഉണ്ടാവുക. നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? വെസ്റ്റേൺ ഘട്ടിലുള്ള ആംഫിബിയൻ സ്പീഷീസ് അല്ല ഈസ്റ്റേൺ ഘട്ടിലുള്ളത്. ദാറ്റ് മീൻസ് വൺ ഏരിയ ടു അതർ ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മേ ചേഞ്ച്. Okay, and third one is the ecological biodiversity or ecological diversity. This is known as ecosystem diversity or the community diversity. 3 പേരുകൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിൽ നിങ്ങൾ പറയുന്ന ഇക്കോളജിക്കൽ ഓർ ഇക്കോസിസ്റ്റം ഓർ കമ്മ്യൂണിറ്റി ബയോഡൈവേഴ്സിറ്റി ഇതെന്താണ്? നമുക്ക് ഈ 2 എണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസ് ആയിരിക്കില്ലല്ലോ മറ്റേ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുക. ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസ് ആവണമെന്നില്ല മറ്റേ ഇക്കോസിസ്റ്റത്തിലുള്ളത്. ഗ്രാസ് ലാൻഡ് ഒരു ഇക്കോസിസ്റ്റമാണ്, ഫോറസ്റ്റ് ഒരു ഇക്കോസിസ്റ്റമാണ്, ഓഷ്യൻ ഒരു ഇക്കോസിസ്റ്റമാണ്. ഇവിടെ എല്ലാം ഒരേ തരത്തിലുള്ള സ്പീഷീസ് ആണോ ഉണ്ടാവുക? അല്ല. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസ് അടുത്ത ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ പറയുന്ന ഈ പറഞ്ഞ 3 ലെവൽസ് ആണ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, then okay, these are the 3 types: genetic biodiversity, species biodiversity, ecological biodiversity. Then what do you mean by genetic biodiversity? Diversity in the genetic level. Examples are Rualfia vomitoria, more than 50,000 varieties of rice, 1,000 varieties of mango. Okay. Then species diversity, diversity at the species level. Example, amphibian species. The next one, ecological diversity. That means diversity the ecosystem level. Okay, now we studied all these things. According to, IUCN, International Union of the Conservation of Nature, IUCN ആണ് എന്ത് ചെയ്യുന്നത്? റെഡ് ഡാറ്റ ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ IUCNന്റെ കണക്ക് പ്രകാരം എത്രയാണ് നമ്മൾ തന്നിട്ടുണ്ട്? എത്രയാന്ന് നോക്കൂ. സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 million. ഓക്കെ, സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 million. അതാണ് എന്തിന്റെ കണക്ക്? IUCN കണക്ക് പ്രകാരം സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 million സ്പീഷീസ് ആർ ഐഡന്റിഫൈഡ്. ബട്ട് റോബർട്ട് മേയുടെ ഒരു കണക്കുണ്ടല്ലോ. റോബർട്ട് മേ പറയുന്നത് 7 million ആണ്. എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഒരാൾ പറയുന്നു 1.5 million, ഒരാൾ പറയുന്നു 7 million. ഹൗ ദ ഹ്യൂജ് ഡിഫറൻസ്, ഹൗ ഇറ്റ് വിൽ ഒക്കർ? അതിന് കാരണം ഈ റോബർട്ട് മേയുടെ അഭിപ്രായത്തിൽ 7 million എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ആണ്. ദാറ്റ് മീൻസ് ദ ബയോഡൈവേഴ്സിറ്റി ദ സ്പീഷീസ് അത് കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാൻ ഉള്ളതുമുണ്ട്. എന്നാൽ IUCNന്റെ കണക്ക് പ്രകാരം കണ്ടുപിടിച്ച ബയോഡൈവേഴ്സിറ്റിയാണ് ഈ പറയുന്നത്. അതായത് കണ്ടുപിടിച്ച സ്പീഷീസിന്റെ എണ്ണമാണ് 1.5 to 1.7 എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ more than 70% സ്പീഷീസ് ആർ ആനിമൽസ്. കണ്ടുപിടിച്ച 1.8 മില്യണില് 70% ആരാണ്? ആനിമൽസ് ആണ്. അറൌണ്ട് 22-23% പ്ലാന്റ്സ് ആണെന്നാണ്. മോർ ദാൻ 70% ആനിമൽ ആണ്. നമ്മൾ ആനിമൽ എടുക്കുകയാണെങ്കിലോ യു ക്യാൻ സി among the animal the most species rich taxonomical group is insects which belong to phylum Arthropoda. Okay, then you can see a graph. What's a graph? This graph, there is a graph in your textbook. That means 3 wheels are there. What are the wheels in this? First one is the
invertebrate wheel. Other one is the vertebrate. And third one is about the plants. Okay, first invertebrate you can see in the textbook. The diagram you can see in the textbook. അതിനകത്ത് നിങ്ങൾ നോക്കൂ, ആ ടെസ്റ്റിനകത്ത് ആദ്യത്തെ ഇൻവെർട്ടിബ്രേറ്റ്, ഇത് നിങ്ങൾ ഈ ഗ്രാഫ് പഠിക്കണം, ഈ ഒരു വീൽ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അതേ ഓർഡറിൽ തന്നെ പഠിക്കുകയും വേണം. ചിലപ്പോൾ ഈ വീൽ തന്നിട്ട് അതിനകത്ത് ABCD എന്ന് പറഞ്ഞിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ വരുമ്പം ഇത് എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. എന്താണ് പറയുന്നത് നോക്കൂ. യു ലുക്ക് അറ്റ് ദ ഇൻവെർട്ടിബ്രേറ്റ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമ്മൾ കാണുന്നത് എന്താ? ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമ്മൾ ഏകദേശം യു ക്യാൻ സീ more than 70% are insect. You can see here more than 70% are insects, then a small portion of mollusca, then crustaceans and other animal group. So you can see this in the invertebrate wheel. You can see four. One is the insect, then the mollusca, then crustacean, and finally others. Okay, ഇത് കൂടാതെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആനിമൽ കിങ്ഡത്തിൽ ദ ലാർജസ്റ്റ് ഫൈലം, ഇൻവെർട്ടിബ്രേറ്റ് ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഈ ഇൻസെക്ട് എന്ന് പറയുന്ന ആർത്രോപോഡ് ഒരു ക്ലാസ് മാത്രമാണ്. അപ്പൊ ആ ഇൻസെക്റ്റിൽ ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതായിരിക്കും, ഏറ്റവും വലിയ ഫൈലം ഏതായിരിക്കും? ആർത്രോപോഡയായിരിക്കും. ഈ ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്നതും ആർത്രോപോഡയിൽ വരുന്നതാണ്. പിന്നെ രണ്ടാമത്തതും മൊളസ്കയാണ്. ഈ മൊളസ്ക എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് മൊളസ്ക എന്ന് പറയുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് അതിനകത്ത് കാണാം. Then you can go through the vertebrate phylum, vertebrate wheel. ആ vertebrate wheel നിങ്ങൾ എന്താ കാണുന്നത്? Fishes possess the highest one. അല്ലേ? 50% വെർട്ടിബ്രേറ്റിൽ ഫിഷസ് ആണ്. പിന്നെ കാണുന്നത് മാമൽസ്. ആ ഓർഡറിൽ പഠിക്കണം. ആദ്യം കാണുന്നത് എന്താണ്? ഫിഷസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാമൽസ്, അത് കഴിഞ്ഞിട്ട് ബേർഡ്സ്, then reptiles and finally amphibians. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം കാണാൻ പറ്റും. മാമൽസും ആംഫിബിയന്റെയും ഏകദേശം പെർസെൻറ്റേജ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഏറ്റവും കുറവ് സ്പീഷീസ് ആയിട്ടുള്ളത്, സ്പീഷീസ് റിച്ച് ഏറ്റവും കുറവുള്ളത് മാമൽസിനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ ഉള്ളത്, വംശനാശ ഭീഷണിയുള്ളത് ആംഫിബിയൻസിനാണ്. Around 32% of the amphibian under the threat of extinction. And in the plant you can see fungus. The fungus possess the highest biodiversity group. Okay, fungus and angiosperms, and small contribution by mosses and ferns and algae and like, but the most biodiverse species is belong to the fungus. Okay, this particular page, this particular diagram is important for your exam. Okay, then India become one of the 12 mega biodiverse countries of the world. ഈ ലോകത്തിലെ 12 മെഗാ ബയോഡൈവേഴ്സ് കൺട്രീസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ആരാണ്? ഇന്ത്യയാണ്. അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ബയോഡൈവേഴ്സിറ്റി? ഒരുപാട് രാജ്യങ്ങളുണ്ട്, പക്ഷേ ഈ 12 എണ്ണത്തിൽ ഒരെണ്ണം, കൃത്യമായി പറയുകയാണെങ്കിൽ 8ാം സ്ഥാനത്തോളം വരുന്നത് ഇന്ത്യയാണ്. എന്താണ് അതിന് കാരണം? ഇതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ബയോഡൈവേഴ്സിറ്റി, ഒരുപാട് ഇക്കോസിസ്റ്റങ്ങളുണ്ട്. എല്ലാ ഇക്കോസിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങളൊരു പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്ത്യ ഹാസ് 2.4% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് ഏരിയ. വെറും ലോകത്തിലെ ലാൻഡ് ഏരിയനെ നോക്കുമ്പോൾ വെറും ഒരു 2.4% മാത്രമാണ് ഇന്ത്യയിൽ ലാൻഡ് ഏരിയ ഉള്ളത്. പക്ഷേ യു ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ്. എന്താണ് നിങ്ങൾ കാണുന്നത്? 8.1% ആണ് അവിടുത്തെ എന്ത് വരുന്നത്? ബയോഡൈവേഴ്സിറ്റി. പോരെ? അപ്പൊ എന്തായിരുന്നാലും ലോകത്തിലെ പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സ് 12 ബയോഡൈവേഴ്സിൽ ഒന്നാണ്, ബയോഡൈവേഴ്സ് കൺട്രിയിൽ ഒന്നാണ് ഇന്ത്യ. അത് നമുക്കൊരു ചോദ്യം വരാം, ആദ്യം ആരാണ്? അത് നമുക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല. ബ്രസീൽ. അതൊരു കാരണം നിങ്ങൾക്കറിയാം. ബ്രസീൽ ഇസ് എ നമ്പർ 1 ഫസ്റ്റ് പൊസിഷൻ. എന്താണ് അതിന് കാരണം? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ലങ് ഓഫ് ദ പ്ലാനറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ലങ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത്? കാരണം
നമ്മുടെ ഏകദേശം ഒരു 20% ഓക്സിജൻ പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് ഈ ഒരൊറ്റ റെയിൻ ഫോറസ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതല്ലേ. അതേപോലെ എയറിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫോറസ്റ്റാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ. പിന്നെ അതേപോലെ ഇന്ത്യ ഹാസ് 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്വൈസ് ദ നമ്പർ ഓഫ് ആനിമൽസ്. അതായത് ഇന്ത്യയിൽ 45,000 സ്പീഷീസ് പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ അതിനിരട്ടി ഓൾമോസ്റ്റ് 90,000 സ്പീഷീസ് ഓഫ് ആനിമൽസ്. ഇൻ ഇന്ത്യ ദ റേഷ്യോ ബിറ്റ്വീൻ പ്ലാന്റ് സ്പീഷീസ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഈസ് 1:2. ഓക്കെ, മക്കളെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന്, ലെവൽ ഓഫ് വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി, ഹു ഇൻട്രൊഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി. ഇൻട്രൊഡ്യൂസ് മീൻസ് വാസ് നോൺ ആസ് എ ഫാദർ. രണ്ടാമത് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി, 3 ലെവൽസ്. ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു നിങ്ങൾക്ക് തൊട്ട് മുമ്പ് പഠിപ്പിച്ചു തന്ന ആ ഡയഗ്രാം നിങ്ങൾ നോക്കുക, ആ ഡയഗ്രാം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഈ ബയോഡൈവേഴ്സിറ്റി എല്ലാ ഏരിയയിലും ഒരുപോലെയാണോ, അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് അതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ബയോഡൈവേഴ്സിറ്റി വ്യത്യാസം വരാം. അതേപോലെ ലാറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റിക്ക് വ്യത്യാസം വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ NCERT ബുക്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് ആണ് ഉള്ളത്. പിന്നെ സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പും ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. ഈ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം. എന്തുകൊണ്ടാണ് ഒരു ഏരിയയിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ബയോഡൈവേഴ്സിറ്റി കൂടുന്നത് എന്ന ചോദ്യം. വൈ ദ ട്രോപ്പിക്കൽ റീജിയൻ പൊസസ് മോർ ബയോഡൈവേഴ്സിറ്റി ദാൻ ദ പോളാർ റീജിയൻ, അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ പറയുന്ന പോയിന്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണുന്ന സ്ലൈഡ് നോക്കൂ. നിങ്ങൾ ആ സ്ലൈഡിനകത്ത് ആദ്യം നിങ്ങൾ ഇക്വേറ്റർ കാണാം. ഇക്വേറ്റർ 0 ഡിഗ്രി എന്ന് കാണാം. ഇക്വേറ്റർ, ആ ഇക്വേറ്ററിന് 2 സൈഡിലും ടുവേഴ്സ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ, യു ക്യാൻ സീ നോ, ടുവേഴ്സ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ യു ക്യാൻ സീ ഡിഫറെന്റ് ഏരിയാസ് അല്ലെ. അതിൽ ഇക്വേറ്ററിന് തൊട്ടടുത്തുള്ള ഏരിയ നമ്മൾ എന്താ പറയുക, ദ ഏരിയ വെരി നിയർ ടു ദ ഇക്വേറ്റർ ഈസ് നോൺ ആസ് ദ ഏരിയ വെരി നിയർ ടു ദ ഇക്വേറ്റർ. നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇക്വേറ്റർ എന്ന് വിചാരിക്കുക. ഈ ഇക്വേറ്റർ 2 സൈഡുള്ള ഈ ഏരിയയെ നമ്മൾ എന്ത് പറയും, ദിസ് ഏരിയ ഈസ് നോൺ ആസ് ദ ട്രോപ്പിക്കൽ റീജിയൻ. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ട്രോപ്പിക്കൽ റീജിയൻ വെരി നിയർ ടു ദ ഇക്വേറ്റർ. അതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത് എന്ന്. ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രോപ്പിക്കൽ റീജിയൻ. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ നമ്മൾ എന്ത് പറയുക, ടെമ്പറേറ്റ് റീജിയൻ. എൻഡിലുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലോട്ടും സൗത്തിലോട്ടും വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്? ആദ്യം നിങ്ങൾ കാണുന്നത് ട്രോപ്പിക്കൽ റീജിയൻ. ഫസ്റ്റ് വൺ ഈസ് ട്രോപ്പിക്കൽ റീജിയൻ. Then you can see temperate region, then you can see polar region. അപ്പോൾ ട്രോപ്പിക്കലിൽ നിന്ന് പോളാറിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ലാറ്റിറ്റ്യൂഡിന് എന്ത് സംഭവിക്കുന്നു നോക്കണ്ടേ. ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന്, ഇക്വേറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് ടെമ്പറേച്ചറിലൂടെ പോളാറിലോട്ട് പോകുമ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ത് സംഭവിക്കുന്നു നോക്കണം. ലാറ്റിറ്റ്യൂഡ് കൂടും, പക്ഷേ ബയോഡൈവേഴ്സിറ്റി കുറയും. അപ്പൊ ലാറ്റിറ്റ്യൂഡ് കൂടുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയുന്നതാണ്. അപ്പൊ എന്താണ് ഇത് വരുന്നത്, ട്രോപ്പിക്കൽ റീജിയൻ പൊസസ് മോർ ബയോഡൈവേഴ്സിറ്റി than temperate region, which possess more biodiversity than polar region. So the tropical region possess more biodiversity than the temperate region than polar region. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ട്രോപ്പിക്കൽ റീജിയനിൽ മോർ ബയോഡൈവേഴ്സിറ്റി, വൈ ദ ട്രോപ്പിക്കൽ റീജിയൻ possess more biodiversity than temperate region.
ടെമ്പറേറ്റ് റീജിയനിൽ എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി ട്രോപ്പിക്കലേക്കാൾ കുറയുന്നത് എന്ന് നമ്മൾ നോക്കണം. എന്താണ് അതിന് കാരണം? അതിന് കാരണം 3 കാര്യങ്ങളാണ്. അത് ഹൈപ്പോത്തസിസ് ആണ്. 3 hypotheses why the biodiversity in the tropical region is more than the temperate region. അത് നിങ്ങൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രോപ്പിക്കൽ റീജിയൻ ഇക്വേറ്ററിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ബയോഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത്. വൈ ബയോഡൈവേഴ്സിറ്റി ഈസ് മോർ? 3 റീസൺ എന്തൊക്കെയാ? ഒന്നാമത്തെ റീസൺ എന്ന് നമ്മൾ പറയുന്നത് വാട്ട് ഇസ് ദ ഫസ്റ്റ് റീസൺ? ഫസ്റ്റ് റീസൺ എന്താണ്? നിങ്ങൾക്കറിയാം, ഒരു സ്പീഷ്യസ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിയണം. അതായത് സ്പീസിയേഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് ടൈം എന്ന് നിങ്ങൾ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു സ്പീഷ്യസ് ഉണ്ടാവണമെങ്കിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയണം. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയന്റെ പ്രത്യേകത എന്താ? ട്രോപ്പിക്കൽ റീജിയൻ ഈസ് അൺചേഞ്ച്ഡ് ഫോർ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. നല്ല ഒരു അനുകൂലമായ കാലാവസ്ഥയല്ലേ അത്? അതായത് ട്രോപ്പിക്കൽ റീജിയൻ എന്താണ്? മാറ്റമില്ലാതെ മില്യൺസ് ഓഫ് ഇയേഴ്സ് തുടരുകയാണ്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെയാ 2 കാര്യങ്ങൾ? ഒന്ന്, പഴയതിന് നാശം ഉണ്ടാവില്ല. ദ ഓൾഡ് വൺ കനോട്ട് എക്സിസ്റ്റ്. ദ കനോട്ട് എക്സ്റ്റിങ്ക്റ്റ് ബട്ട് ഇറ്റ് ക്യാൻ എക്സിസ്റ്റ്. രണ്ടാമത്തതോ, പുതിയത് ഉണ്ടാവുകയും ചെയ്യും. പഴയത് നിലനിൽക്കും, പുതിയത് ഉണ്ടാവും. അതേ സമയത്ത് ഇൻ ദ കേസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻ വാട്ട് ഹാപ്പൻഡ്? ഇൻ ദ കേസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻ കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? കോൺസ്റ്റന്റ് ചേഞ്ചസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 2 കാര്യം ഇവിടെയും സംഭവിക്കും. കോൺസ്റ്റന്റ് ചേഞ്ച് വരുമ്പോൾ പഴയതിന് നിൽക്കാൻ പറ്റാതെയാവും. കനോട്ട് സർവൈവ്. ബട്ട് there is no time to get for the formation of new species also. പുതിയ ഉണ്ടാവാൻ സമയം കിട്ടൂല. പുതിയതുണ്ടാവാൻ സമയം കിട്ടൂല, പഴയത് നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ സ്പീഷ്യസ് റിച്ച്നെസ് കുറയുമല്ലോ. അപ്പൊ ശരിക്കും നമ്മളെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷ്യസ് റിച്ച്നെസ് അല്ലേ? ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സ്പീഷ്യസ് ആണ്. അപ്പൊ ആ സ്പീഷ്യസിന്റെ റിച്ച്നെസ് കുറഞ്ഞു പോകും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ടെമ്പറേറ്റ് റീജിയനിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരും, ട്രോപ്പിക്കൽ റീജിയനിൽ ആ മാറ്റമില്ല. ഒന്ന്. നമുക്ക് രണ്ടാമത്തെ കാര്യം പറയുന്നത് the climatic condition of tropical region. Climate of tropical region is less seasonal, more stable and predictable. 3 കാര്യങ്ങൾ. ലെസ് സീസണൽ ആണ്, മോർ സ്റ്റേബിൾ ആണ്, predictable ആണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ആ സമയത്ത് ഇതൊന്നും നടക്കൂല. എവിടെ? ടെമ്പറേറ്റ് റീജിയനിൽ. മോർ സീസണൽ ആണ്. ഇത് ലെസ് സീസണൽ ആണ് ട്രോപ്പിക്കൽ റീജിയനിൽ. ആൻഡ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ത്രൂ ഔട്ട് ദ ഇയർ ഇൻ ദ കേസ് ഓഫ് ട്രോപ്പിക്കൽ റീജിയൻ ഇറ്റ് ഗെറ്റ് സൺലൈറ്റ്. അല്ലേ? അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ സൺലൈറ്റ് കുറേ കിട്ടുന്ന സമയമാണ്. ത്രൂ ഔട്ട് ദ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാം, ബിക്കോസ് ഇറ്റ്സ് വെരി നിയർ ടു ദ ഇക്വേറ്റർ. ബട്ട് ടെമ്പറേറ്റ് റീജിയനിൽ അങ്ങനെയല്ല. ഇപ്പൊ സൺലൈറ്റ് കിട്ടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. ദിസ് മേ ബി ദ 3 റീസൺ. അത് നമ്മൾ അതിനെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദിസ് മേ ബി ദ 3 റീസൺ വൈ ദ ട്രോപ്പിക്കൽ റീജിയൻ possess മോർ ബയോഡൈവേഴ്സിറ്റി ദാൻ ടെമ്പറേറ്റ് റീജിയൻ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യു ക്യാൻ സീ ദ സ്ലൈഡ്. കൊളംബിയ നിയർ ഇക്വേറ്റർ. ഇക്വേറ്ററിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കൊളംബിയ. ഹാസ് നിയർലി ഈസ് വൺ എക്സാമ്പിൾ 1400 സ്പീഷ്യസ് ഓഫ് ബേർഡ്സ്. 1400ഓളം സ്പീഷ്യസ് ഓഫ് ബേർഡ്സ് ഈ കൊളംബിയ എന്ന സ്ഥലത്തുണ്ട്. അത് നിയർ ഇക്വേറ്റർ ആണ്, ട്രോപ്പിക്കൽ റീജിയനിലാണ്. ദെൻ അനദർ ന്യൂയോർക്ക്. യു നോ ന്യൂയോർക്ക് ഈസ് ഇൻ temperate region, is 41 degree north, has 105. You know the difference. 1400 ൽ അത് വെറും 105 ആയി കുറഞ്ഞു. 105 species of birds. But in Greenland, again 71 degree north, it has 56 species of birds. 1400 ൽ നിന്ന് 105 ആയി. 105ൽ നിന്ന് അത് എങ്ങോട്ട് വന്നു?
അത് 56ലേക്ക് കുറഞ്ഞു. അതേസമയം നിങ്ങൾ നോക്കൂ, 0-ൽ നിന്ന് ഈ ലാറ്റിറ്റ്യൂഡ് കൂടുന്നു, പക്ഷെ ബയോഡൈവേഴ്സിറ്റി കുറയുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. ഇതിനത്ര നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം മോശമില്ലാത്ത എന്തുണ്ട്, ബേർഡ്സ് ഉണ്ട് 1200, ബിക്കോസ് വി ആർ ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, then we already discussed about the Amazon rainforest. Amazon rainforest was known as the lung of the planet, അല്ലെ, lung of the globe, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന lung of the earth എന്നെല്ലാം പറയാം. നമുക്ക് ഈ എർത്തിലെ ലങ് ആണ് എന്ത്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്. നിങ്ങൾക്ക് അതിന്റെ നോക്കിയാൽ കാണാം, more than 40,000 species of plants, more than 3,000 species of fishes, 1,300 species of birds. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അത് ആവശ്യമൊന്നുമില്ല. അതായത് ഇത് നമ്മൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. പക്ഷേ ഒരു സത്യം കൂടെ മനസ്സിലാക്കണം, അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം കൂടെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിൽ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോ എ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് 3 മാർക്കിനും 2 മാർക്കിനും നിങ്ങളുടെ ഈവൻ 5 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് ശ്രദ്ധിക്കുക. അതായത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വെൻ യുവർ ബോർഡ് എക്സാം ഈസ് കൺസേൺഡ്. എന്താണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? ആരാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വരാം, ഏത് രീതിയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ പോയിന്റ് നിങ്ങൾ പഠിക്കണം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്താണ് അതിൽ പറയുന്നത്? ഹു ഇൻട്രൊഡ്യൂസ് ദി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? Then how the graphical representation is done. All these are very very important. So the entire species area relationship is very important for you. Okay, we can take this. നിങ്ങൾ ഒരു ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ട്. ആ ഗ്രാഫിൽ നമുക്ക് സാധാരണയായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫിനകത്ത് നിങ്ങൾ എക്സ് ആക്സിസിൽ ഏരിയ പ്ലോട്ട് ചെയ്യുന്നു. യു ക്യാൻ സീ ദിസ് നോ, ഏരിയ പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പുറത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, വൈ ആക്സിസിൽ നമ്മൾ സ്പീഷീസ് റിച്ച്നെസ്സിനെ പ്ലോട്ട് ചെയ്യുന്നു. ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഏരിയ പ്ലോട്ട് ചെയ്യുന്നു, അതർ ഏരിയയിൽ സ്പീഷീസ് റിച്ച്നെസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്താ? യു ക്യാൻ സീ ദ ഗ്രാഫ് ഈസ് ലൈക്ക് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക? അതായത് ഇങ്ങനൊരു ഗ്രാഫ് കിട്ടുന്നതിന്റെ അർത്ഥം എന്താ? ഏരിയ കൂടുമ്പോൾ when area increases the species richness also increases. ഏരിയ കൂടുമ്പോൾ സ്പീഷീസ് റിച്ച്നെസ്സും കൂടുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ കർവ് ഒന്നും ഇങ്ങനെ നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ബിക്കം സ്റ്റേബിൾ. പിന്നെ നിങ്ങൾ എത്ര ഏരിയ കൂട്ടിയാലും സ്പീഷീസ് റിച്ച്നെസ് കൂടില്ല. ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അപ്പോൾ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. ഈ ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ, ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആണ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സ്പീഷ്യസ് ഏരിയ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. ആരാണ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. ആരാണ് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇതിൽ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത്, വെൻ ഏരിയ ഇൻക്രീസസ് സ്പീഷ്യസ് റിച്ച്നെസ് ഓൾസോ ഇൻക്രീസസ്, ബട്ട് അപ് ടു എ ലിമിറ്റ്. Even after, if you increase the area, nothing happened to the species richness. അതായത് ഏരിയ കൂടുമ്പോൾ ഇങ്ങനെയാണ് പറയുക, സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ്ഡ് വിത്ത് എക്സ്പ്ലോറിംഗ് ഏരിയ ബട്ട് അപ് ടു എ ലിമിറ്റ്. സ്പീഷീസ് റിച്ച്നെസ് ഏരിയ കൂടുന്നതനുസരിച്ച് കൂടുന്നു, പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 പോയിന്റ് നമ്മൾ അതിൽ പഠിച്ചു. ഇനി പഠിക്കുന്ന പോയിന്റ് എന്താണ്? ഇദ്ദേഹം എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? നിങ്ങൾക്കറിയാം. അതായത് S ഈസ് ഈക്വൽ ടു C
A raised to Z. You can see in the graph, അല്ലേ? SEC, ഞാൻ ആ ഗ്രാഫിലുള്ളത് ഓരോന്നോരോന്നായി എഴുതുകയല്ല, അല്ലാതെ വേറെ പുതിയ കാര്യങ്ങളൊന്നും എഴുതിയതല്ല. ഈ ഗ്രാഫിൽ എന്താണോ ഉള്ളത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. എവറിഥിങ് ഈസ് ദർ ഇൻ യുവർ ഗ്രാഫ് ഇറ്റ് സെൽഫ്. ഇപ്പൊ എന്താണ് പറയുന്നത്? S ഈസ് ഈക്വൽ ടു C A raised to Z. അതിൽ രണ്ട് ടേം നമുക്കറിയാം. S എന്താണെന്നറിയാം, സ്പീഷീസ് റിച്ച്നെസ്. A എന്താണെന്നറിയാം, ഏരിയ. ഇതിനാണ് നമുക്ക് അറിയുന്നതാണ്. പിന്നെ എന്താ ഉള്ളത്? C എന്ന് പറഞ്ഞാൽ Y ഇന്റർസെപ്റ്റ് ആണ്. പിന്നെയോ Z എന്ന് കാണാൻ നിങ്ങൾക്ക് അത് 2 അല്ല ഞാൻ എഴുതിയത്, Z ആണ്. ഈ Z എന്ന് പറയുന്നത് ശരിക്കും ബയോളജിക്കലി നമ്മൾ പറയുന്നത് റിഗ്രഷൻ കോയിഫിഷ്യന്റ് എന്നാണ്. പക്ഷേ അത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്നാണ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുമെങ്കിൽ ബയോളജിയിൽ അതിനെ നമ്മൾ റിഗ്രഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയും. ഈ ഇക്വേഷൻ എന്താണെന്നും ആ ഇക്വേഷന്റെ ഓരോ ടേമും എന്താണെന്നും പഠിക്കണം. ഇതാണ് മൂന്നാമത്തെ ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ. S is equal to species richness, A is equal to area, C is equal to Y intercept, and Z is the slope of the line. In biology we call it as a regression coefficient. ഇത് വാല്യൂ എത്രയാണെന്ന് ഇവിടെ നമ്മൾ നോക്കുക. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1നും 0.2നും ഇടയ്ക്കാണ് സെഡിന്റെ വാല്യൂ ഉണ്ടാവുക. ദ വാല്യൂ ഓഫ് സെഡ് വാല്യൂ ഓഫ് Z റേഞ്ചസ് ബിറ്റ്വീൻ സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1നും 0.2നും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഒരു എൻറ്റയർ ചെറിയ ഹാബിറ്റാറ്റിന് വലിയൊരു എൻറ്റയർ കോണ്ടിനൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വലിയൊരു ഹാബിറ്റാറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 0.6നും 1.2നും ഇടയ്ക്കാണ് വരിക. മാക്സിമം 1.2 വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഏരിയ സ്പീഷ്യസ് റിലേഷൻഷിപ്പ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ ഏരിയ സ്പീഷ്യസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഗ്രാഫിൽ ഒരു ലോഗ് സ്കെയിലിന് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനെ ലോഗരിതമിക് സ്കെയിലാക്കുമ്പോൾ ആ കിട്ടിയിരിക്കുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ല. എന്താ കിട്ടിയത്? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ആ സ്ട്രെയിറ്റ് ലൈൻ ലോഗരിതമിക് ഫോമിലാക്കിയപ്പോഴാണ്. ആ ഇക്വേഷൻ എങ്ങനെ വരും? S is equal to C raised to Z എന്നാണെങ്കിൽ ലോഗരിതമിക് ഫോമിലാക്കുമ്പോൾ എന്ത് വരും? log S is equal to log C plus Z log A. അല്ലേ? That you can see in the graph. log S is equal to log C plus Z log A എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതായത് ആരാണ് സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത്, എന്താണ് സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ്, ആ ഗ്രാഫില് ആ ഇക്വേഷൻ എന്താണ്, ഓരോ ലെറ്ററും എന്തിനെ കാണിക്കുന്നു, അതുപോലെ ലോഗരിതമിക് ഫോമിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. This is everything about species area relationship. Is a very, very important point. Okay, that you can see in the graph. Log S is equal to log C plus Z log A. Everyone is written in the slide. Okay, then some other scientists are also involved in biodiversity. No connection with the biodiversity. Biodiversity might connect ചെയ്തിരിക്കുന്ന 2-3 സയന്റിസ്റ്റോടെ നമ്മൾ പരിചയപ്പെടണം. അതാരാ? ഒന്ന് ഡേവിഡ് ടിൽമാൻ, അല്ലേ? ഡേവിഡ് ടിൽമാൻസ് ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്. അതിൽ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൂടുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി ബയോഡൈവേഴ്സിറ്റി മീൻസ് സ്പീഷീസ് റിച്ച്നെസ് കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് അതിൽ പറയുന്നത്. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് കൂടുമ്പോൾ എന്ത് കൂടുന്നു? പ്രൊഡക്ടിവിറ്റിയും കൂടുന്നു എന്ന് പറയുന്നു. അതാണ് ഡേവിഡ് ടിൽമാനിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. രണ്ടാമത്തെ ആൾ നിങ്ങൾക്കറിയാം, റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? പോൾ എർലിക് ആണ്. ദാറ്റ് യു ക്യാൻ സീ പോൾ എർലിക്, റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. വാട്ട് ഡു യു മീൻ ബൈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്? അതായത് ഇന്ന് ശരിക്കും സയൻസ് ബയോളജി കണ്ട ഏറ്റവും നല്ല ഒരു കമ്പാരിസൺ ആണ് ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസിലൂടെ പോൾ എർലിക് നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്താണ് ആ പോൾ എർലിക്കിന്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്?
സിംപ്ലി 3 കമ്പാരിസൺ അവിടെ ഉള്ളൂ. ഒന്നാമത്തെ എന്താണെന്നറിയോ കമ്പാരിസൺ? നമ്മൾ എയ്റോപ്ലെയിൻ എടുക്കുന്നു. ആ എയ്റോപ്ലെയിനിനെ നമ്മൾ ഇക്കോസിസ്റ്റവുമായിട്ട് ആണ് കമ്പയർ ചെയ്യുന്നത്. എയ്റോപ്ലെയിൻ ഈസ് കമ്പയർഡ്. അപ്പൊ എയ്റോപ്ലെയിനും ഇക്കോസിസ്റ്റവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ ഇത് രസകരമായ ഒരു കാര്യമാണ്. അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് എയ്റോപ്ലെയിനെ കണക്ട് ചെയ്തത് എന്നുള്ളത്. എയ്റോപ്ലെയിൻ ഈസ് റിലേറ്റഡ് വിത്ത് ഇക്കോസിസ്റ്റം. ദെൻ രണ്ടാമത്തെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ റിവറ്റ്സ്. റിവറ്റ്സ് ആർ കമ്പയർഡ് ടു സ്പീഷീസ്. റിവറ്റ് സ്പീഷീസ്. ഇനി മൂന്നാമത്തത് റിവറ്റ് ഓൺ വിങ് ഈസ് കീ സ്പീഷീസ്. ഇതാണ് പോൾ എർലിക്കിന്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസിലെ 3 കമ്പാരിസൺ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എയ്റോപ്ലെയിനിനെ ഇക്കോസിസ്റ്റമായി കമ്പയർ ചെയ്യുന്നു, റിവറ്റിനെ സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യുന്നു, റിവറ്റ് ഓൺ വിങ്ങിനെ കീ സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സത്യത്തിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? അതായത് ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസിലൂടെ പോൾ എർലിക് എന്ത് മനസ്സിലാക്കി തരാനാണ് നമ്മൾ ശ്രമിച്ചത്? വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കീ സ്പീഷീസ് ഇൻ ദ ഇക്കോസിസ്റ്റം? ഒരു ഇക്കോസിസ്റ്റത്തിൽ കീ സ്പീഷീസിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് തെളിയിച്ചു തരികയാണ് ആര് ചെയ്തത്? പോൾ എർലിക് ചെയ്തത്. അപ്പൊ ഇക്കോസിസ്റ്റത്തിലെ കീ സ്പീഷീസിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് തെളിയിച്ചു തരിക. അതിനാണ് അയാൾ എയ്റോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്തത്. നമുക്കത് കമ്പാരിസൺ നോക്കാം. എയ്റോപ്ലെയിൻ, അതിനകത്ത് ആയിരക്കണക്കിന് നട്ട്സ് റിവറ്റുകൾ ഉണ്ട്. അതുപോലെ ഇക്കോസിസ്റ്റത്തിൽ ആയിരക്കണക്കിന് സ്പീഷീസുകൾ ഉണ്ട്. ഫസ്റ്റ് കമ്പാരിസൺ. രണ്ടാമത്തത് എവരി പാസഞ്ചർ ട്രാവലിംഗ് ഇൻ ദ ഈച്ച് പാസഞ്ചർ ട്രാവലിംഗ് ഇൻ ദ എയ്റോപ്ലെയിൻ ടേക്ക് എ നട്ട്, ദാറ്റ് മീൻസ് റിവറ്റ്. അതാണ് റിവറ്റ് പോപ്പർ. ആ യാത്ര ചെയ്യുന്ന ഓരോ ആളും എന്ത് ചെയ്യുന്നു? ഓരോ ആണി ഊരിക്കൊണ്ടുവന്ന് വിചാരിക്കുക. ഇനിഷ്യലി നത്തിങ് ഹാപ്പൻ ടു, ഉള്ളിൽ നിന്ന് കുറച്ച് 1-2 ആണിയൊക്കെ ഊരിക്കഴിഞ്ഞാൽ ഇനിഷ്യലി നത്തിങ് ഹാപ്പൻ ടു ദ എയ്റോപ്ലെയിൻ. അതുപോലെ ആയിരക്കണക്കിന് സ്പീഷീസ് ഉള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് 1-2 സ്പീഷീസ് ഒക്കെ നശിച്ചു പോയാൽ നത്തിങ് ഹാപ്പൻ ഇനീഷ്യലി, ഒന്നും സംഭവിക്കില്ല. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്താൽ അത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അത് ബാധിക്കും. എന്നാൽ ആദ്യമേ ആ എയ്റോപ്ലെയിൻ നട്ട് ഊരിയ ആള് അതിന്റെ വിങ്ങിലെ നട്ടാണ് ഊരിയതെങ്കിൽ ദ സെയിം ഡേ ഇറ്റ് ബിക്കംസ് യൂസ്ലെസ്. ഇതുപോലെ ഇക്കോസിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട, അതായത് കീ സ്പീഷീസുകളാണ് നശിച്ചു പോകുന്നതെങ്കിൽ ആ ഇക്കോസിസ്റ്റം പെട്ടെന്ന് നശിച്ചു പോകും. സോ വാട്ട്സ് ദ റോൾ ഓഫ് key species in the ecosystem is explained with the Rivet Popper hypothesis by Paul Ehrlich. Okay, ഇതൊക്കെ ജസ്റ്റ് നോക്കണം. ഇത് നമ്മൾ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് കാണുന്നത്. അക്കോർഡിംഗ് ടു ദ IUCN റെഡ് ഡാറ്റ ലിസ്റ്റ്, okay, red data book 2004, 784 സ്പീഷീസ്, 784 സ്പീഷീസ്. അത് നശിച്ചു പോയത് വെറും ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സിലൊന്നും അല്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്താണ്. അല്ലാതെ ഒരു 2 ബില്യൺ 3 ബില്യൺ ഇയേഴ്സ് മുമ്പേ നശിച്ചു പോയി എന്നൊന്നല്ല പറയുന്നത്. വിതിൻ 500 ഇയേഴ്സ് ആണ്. വെറും 500 വർഷത്തിൽ 2022 നിങ്ങൾ 500 മൈനസ് ചെയ്ത് നോക്കൂ. അത്രയും നമുക്ക് എത്തിപ്പിടിക്കാവുന്ന സമയത്താണ് 784 സ്പീഷീസ് ഈ ലോകത്ത് നശിച്ചു പോയത്. അത് രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. വിതിൻ ലാസ്റ്റ് 20 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 2000 ജനിച്ചതിന് ശേഷം, ഇപ്പൊ 2022 2000-ന് ശേഷം 27 സ്പീഷീസ് ബിക്കം ഡിസപ്പിയർഡ്. ആലോചിച്ച് നോക്കൂ എത്ര ഡേഞ്ചർ ആണെന്നുള്ളത്. അതായത് വെറും 20 വർഷത്തിന് ശേഷം. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 27 സ്പീഷീസ് ഇവിടെ നിന്ന് നശിച്ചു പോയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ റീസെന്റ് ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ റീസെന്റ് എക്സ്റ്റിങ്ഷൻ? അതിലൊന്ന് ഡോഡോ എവിടുന്നാണ്? മൗറീഷ്യസ് ഐലൻഡ് എന്നാണ്, അല്ലേ? അതേപോലെ കോഗ ഫ്രം ആഫ്രിക്ക. പിന്നെ എന്താ ഉള്ളത്? തൈലാസിൻ ഫ്രം ഓസ്ട്രേലിയ. Then stellars, sea cow from Russia. Then one more passenger pigeon from USA. And 3 subspecies of tiger
from Bali, Javan and Caspian. Okay, these are the recent extinction. Okay, ഈ പേരുകളൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. This diagram shows the extincted organisms like dodo, quagga, thylacine and stellar sea cow. Okay, then 3 subspecies of tiger also. Now my question is, എന്റെയും നിങ്ങളുടെയും ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി? നമ്മൾ പറഞ്ഞു 500 വർഷത്തിനുള്ളിൽ 784 സ്പീഷീസ് നശിച്ചുപോയി, വെറും 20 വർഷത്തിനുള്ളിൽ 27 സ്പീഷീസ് നശിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം. എന്താ ചോദ്യം? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അപ്പൊ അതിന് ഉത്തരം നമ്മൾ പറയേണ്ടത്, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അതിനുത്തരം നമ്മൾ തന്നെയാണ്, നമ്മൾ സ്വന്തം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഈസ് ആന്ത്രോപോജനിക് ആക്ഷൻ. ദാറ്റ് മീൻസ് ദ ആക്ഷൻ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യന്റെ ഇടപെടൽ മുഖേന ഉണ്ടായ 4 കാരണങ്ങൾ കൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി ഇത്രയും നശിച്ചു പോവാൻ കാരണം. അല്ലേ? എന്തൊക്കെയാണത് എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്യണം, മനസ്സിലാക്കണം, അത് പരീക്ഷയ്ക്ക് എഴുതണം. ഓക്കെ, നമ്മൾ ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് സെക്ഷനാണ്. ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം, എങ്കിലേ നിങ്ങൾ ഈ ഒരു മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നതിനുള്ള റിസൾട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ പോലും, ഒരു മാർക്ക് പോലും പോവാതെ നിങ്ങളത് വാങ്ങിയെടുക്കണം. അതിന് നിങ്ങളും കൂടെ സഹകരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. മനസ്സിലാക്കുക, ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തരുത്. 3 hypothesis for the diversity, high diversity in tropical region നഷ്ടപ്പെടുത്തരുത്. 3 levels of biodiversity ചോദിച്ചാൽ നഷ്ടപ്പെടുത്തരുത് മാർക്ക്. ഓക്കെ, ഇപ്പോൾ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് 4 കോസസ് ആണ്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന പേര് ഈവിൾ കോർട്ടറ്റ് എന്നാണ്. ഈവിൾ കോർട്ടറ്റ്, നമ്മൾ ഇതിനെ അറിയപ്പെടുന്ന പേര് ഈവിൾ കോർട്ടറ്റ് എന്നാണ്. Quarter is something related with your form. So quartet, evil, for reason. Which are they? They are the habitat loss and fragmentation. This is the most important one. Habitat loss and fragmentation. Second one is over exploitation. അല്ലേ? മനുഷ്യരുടെ ഒരു സ്വഭാവമാണത്. നമുക്കൊക്കെ നീഡുണ്ട്. ആ നീഡ് ഗ്രീഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കുള്ള ആവശ്യം എന്താ പറയുക, അത്യാഗ്രഹമാവുമ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരവസ്ഥയാണ് രണ്ടാമത്തത്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മൂന്നാമത്തത് എന്തുവാ? ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ. ഏലിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, നാറ്റീവ് അല്ല, നമ്മുടെ ലോക്കൽ അല്ല. അതായത് എക്സോട്ടിക് എന്നോ അല്ലെങ്കിൽ ഏലിയൻ എന്നോ പറയുന്ന പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങൾ, അതാണ് ഏലിയൻ സ്പീഷീസ്. ഇവിടെ എന്തോ കാരണത്തിന് കൊണ്ടുവന്നു, പക്ഷെ നമുക്ക് പോലും കൺട്രോൾ ഇല്ലാതായിപ്പോയി. അതാണ്. എന്നിട്ട് നമ്മുടെ ഈ നാറ്റീവ് സ്പീഷീസിനെ അത് എന്ത് ചെയ്തു? നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. ഇതാണ് നാലാമത്തത്. അപ്പൊ നിങ്ങൾ പഠിക്കണം, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ യഥാർത്ഥ ഹാബിറ്റാറ്റിനെ എന്തു ചെയ്യുന്നു? ഒന്നുകിൽ അതിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കഷ്ണങ്ങളായി പോകുന്നു. ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്കറിയാം, ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഞാൻ നേരത്തെ ഒരു ചെറിയ ഹിന്റ് ഇങ്ങനെ തന്നു. ആമസോൺ റെയിൻ ഫോറസ്റ്റ് കുറെ ഭാഗങ്ങൾ സോയാബീൻ കൾട്ടിവേഷന് വേണ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസം കഴിയുമ്പോൾ ഇത് നമ്മളെ സാധാരണ ഒരു കാട് പോലെയായി മാറും. ഇന്ന് നമ്മൾ അതിനറിയപ്പെടുന്നത് ദ ലങ് ഓഫ് ദ പ്ലാനറ്റ് എന്നാണ്. അവസാനം അത് കൊറോണ പിടിച്ച ലങ് പോലെ ആവേണ്ട ഒരു അവസ്ഥയാകും എന്നുള്ളതാണ് സത്യം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാൻ അർത്ഥം നീഡ് ബിക്കം ഗ്രീഡ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അത്യാഗ്രഹമായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വഴി നശിച്ചുപോയ 3 ജീവികൾ ആരൊക്കെയാണ്? ഒന്ന് ഡോഡോ, മൗറീഷ്യസിൽ നിന്ന് ഡോഡോ, stellar sea cow from Russia and passenger pigeon from USA. ഇത് 3ഉം എങ്ങനെ നശിച്ചുപോയതാണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് മനുഷ്യന്റെ ഇടപെടൽ മുഖേന നശിച്ചുപോയതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ. ഇവിടെ കുറെ ഉദാഹരണങ്ങളുണ്ട്. എന്തൊക്കെയാ ഉദാഹരണങ്ങൾ? നിങ്ങൾക്കറിയാം,
ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷനിൽ വരുന്നത്? മറ്റു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ഏറ്റവും വലിയ നിങ്ങൾ കാണാം നൈൽ പർച്ച്, കണ്ടില്ലേ? നൈൽ പർച്ച്, നെക്സ്റ്റ് സ്ലൈഡ് നിങ്ങൾ കാണുന്നു. നൈൽ പർച്ച് എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പീഷീസ് ഓഫ് ഫിഷ് ആണ് നൈൽ പർച്ച്. ഈ നൈൽ പർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഒറ്റ ടൈപ്പ് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 200 സ്പീഷീസ് ഓഫ് അവിടുത്തെ നാറ്റീവായ സിസ്റ്റലിഡ് ഫിഷ് ആണ് നശിച്ചു പോയത്. അപ്പോൾ ഒരു നൈൽ പർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എന്താണ്, അതിനകത്ത് 200 സ്പീഷീസ് അവിടുത്തെ മീനുകൾ നശിച്ചു പോയി. പിന്നെ വേറെ ഉദാഹരണം നിങ്ങൾക്കറിയാവുന്നത് വാട്ടർ ഹൈസിൻഡ് ആണ്, അല്ലെ? എയ്ക്കോർണിയ വാട്ടർ ഹൈസിൻഡ്. നൗ ഇറ്റ് ഈസ് നോൺ ആസ് ദ ടെറർ ഓഫ് ബംഗാൾ, അല്ലേ? എന്തോ ആവശ്യത്തിന് ഇവിടെ കൊണ്ടുവന്നു, ഇപ്പൊ നമുക്ക് തന്നെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയായി. മൂന്നാമത്തെ നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ പാർത്തേനിയമാണ്. പാർത്തേനിയം അടുത്തത്. പാർത്തേനിയം ഈസ് കാരറ്റ് ഗ്രാസ്. ഓക്കെ, പാർത്തേനിയം ഈസ് കാരറ്റ് ഗ്രാസ്. മറ്റൊരു എക്സാമ്പിൾ ലാന്റാന, ലാന്റാന കമാര എന്ന്. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ചെടിയാണ്. ചില സ്ഥലങ്ങൾ അരിപ്പൂ എന്നെല്ലാം പറയും, ഓരോ സ്ഥലങ്ങളിൽ പല പേരുകളാണ്. എന്തായാലും ലാന്റാന കമാര എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ട്, ലാന്റാന കമാര. ഓക്കെ, ഇത് എക്സാമ്പിൾ ആണ്. ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, നമ്മളെ ഇൻഡിജീനിയസ്, അതായത് നമ്മുടെ നാട്ടിലുള്ള കാറ്റ് ഫിഷ് ഇപ്പൊ ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇതൊക്കെ എന്തിൽ വരും? ഏലിയൻ സ്പീഷീസ്. സം എക്സാമ്പിൾസ് ഓഫ് ഏലിയൻ സ്പീഷീസ്, വൺ ഈസ് നൈൽ പർച്ച് ഇൻട്രൊഡ്യൂസ് ഇൻ ലേക്ക് വിക്ടോറിയ, ദെൻ എയ്ക്കോർണിയ, ദാറ്റ് ഈസ് ദ water hyacinth, then Parthenium, carrot grass, Lantana camara, and also the African catfish. Okay. പിന്നെ ലാസ്റ്റ് വരുന്നത് കോ എക്സ്റ്റിങ്ഷൻ ആണ്. എന്താണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ കോ എക്സ്റ്റിങ്ഷൻ? കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു ജീവി, ഒരു പാരസൈറ്റ് ഒരു ഫിഷിന്റെ മേലെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ പാരസൈറ്റിന് മറ്റൊന്നിന്റെ മേലെ ജീവിക്കാനുള്ള കഴിവില്ല, ഈ ഒരു ഫിഷിന്റെ മേലെ മാത്രമേ ഉള്ളൂ. ഈ ഫിഷ് നശിച്ചു പോയാൽ ഒരു ഒബ്ലിഗേറ്ററി വേല് ഈ പാരസൈറ്റും നശിക്കണ്ടേ? കാരണം അതിന് വേറെ നിലനിൽപ്പില്ല. അത്തരത്തിലുള്ള ഒരു ഒബ്ലിഗേഷന്റെ ഫലമായിട്ടുള്ള ഒരു എക്സ്റ്റിങ്ഷനെയാണ് നമ്മൾ കോ എക്സ്റ്റിങ്ഷൻ എന്ന പേരിൽ ഒന്നിന്റെ കൂടെ മറ്റൊന്ന് നശിച്ചു പോവുക. അപ്പോൾ ഈ ഒരു കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്തായാലും പഠിക്കണം, വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, നൗ വി ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദ റീസൺസ് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ റീസൺ എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ റീസൺ, എന്തിന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, എങ്ങനെ കൺസർവ് ചെയ്യുന്നു? ഈ രണ്ട് ചോദ്യത്തോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ അതിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ വി കൺസർവ് ആൻഡ് വൈ വി കൺസർവ്. സോ വി ക്യാൻ ടേക്ക് ദ സെക്കൻഡ് വൺ, വൈ വി കൺസർവ് ദ ബയോഡൈവേഴ്സിറ്റി. എന്തുകൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നു? വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു 3 റീസൺ. എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ കാണുന്നത്? നാരോലി യൂട്ടിലിറ്റേറിയൻ ആസ്പെക്ട് ഓർ ആർഗ്യുമെന്റ്, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആൻഡ് എത്തിക്കൽ. ഇങ്ങനെ 3 എണ്ണം കാണാം. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നാരോലി യൂട്ടിലിറ്റേറിയൻ എന്താണ്, ബ്രോഡ്ലി എന്താണ്? പ്രീവിയസിൽ ചോദിച്ചതാണത്. എന്താണ് നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നാരോ, മറ്റേത് ബ്രോഡ്. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ നിന്ന് മനുഷ്യനെ നോക്കുമ്പോൾ മനുഷ്യൻ വെറും ഒരു ചെറിയ ക്രിയേച്ചർ മാത്രമാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ നോക്കുമ്പോൾ മനുഷ്യൻ വെറുതെ ചെറുതാണ്. നമ്മൾ മനുഷ്യൻ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ പറയാം ഒരു വലിയ സംഭവമാണെന്ന്. അപ്പം പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ നോക്കുമ്പോൾ മനുഷ്യൻ വളരെ ചെറുതാണ്. അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങളും ചെറുതാണ് പ്രകൃതിക്ക്. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? ബെനിഫിറ്റ് ഓഫ് ദ ഹ്യൂമൻ, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസർവ് ചെയ്യുന്നതിനെയാണ് നാരോലി യൂട്ടിലിറ്ററി എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്. യു ക്യാൻ സീ ദ ഫുഡ്, സെയിൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ലൈക്ക് ടാനിൻ, resin, perfumes, dyes, firewood, fibers, construction material, then drugs. ഒരുപാട് സാധനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ. അപ്പൊ എന്തായിരിക്കും ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ?
Broadly utilitarian means the protection of the biodiversity for ecosystem services. ഇക്കോസിസ്റ്റത്തിന്റെ സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്കറിയാം ഓക്സിജൻ റീപ്ലനിഷ്മെന്റ് നമ്മൾ എല്ലാ ദിവസവും ശ്വസിക്കാറുണ്ട്. ഈ ശ്വസിക്കുന്ന ഓക്സിജൻ എവിടുന്ന് കിട്ടിയെന്ന് പല ആൾക്കാരും ചിന്തിക്കാറില്ല. ഇവിടെ ഈ പ്ലാന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഈ ഓക്സിജൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഓരോ സിലിണ്ടർ വെച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ എത്രത്തോളം ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലപ്പോൾ നമ്മൾ ഒരു വർഷം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ യാതൊരു ചെലവില്ലാതെ പ്രകൃതിയിൽ ഈ ഓക്സിജൻ നമുക്ക് കിട്ടുന്നു. ഓക്സിജൻ റീപ്ലനിഷ്മെന്റ് ആവശ്യമാണ്. അതുപോലെ പോളിനേഷൻ, ഒരു ചെലവില്ലാതെ നമ്മൾ ചെടികളെ പോളിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മൃഗങ്ങൾ പലതരത്തിലുള്ള ഈ ഇൻസെക്റ്റുകളും മറ്റു ജീവികളും പോളിനേഷൻ. അപ്പോൾ നമ്മൾ പറയുന്ന എന്തൊക്കെ ഏതാ നിങ്ങൾക്കറിയാം, ആമസോൺ റെയിൻ ഫോറസ്റ്റ് അത് പ്യൂരിഫൈ ചെയ്യാണ് എയറിനെ. 20% ഞാൻ നേരത്തെ പറഞ്ഞു, ലങ് ഓഫ് ദ പ്ലാനറ്റ്. രണ്ടാമത്തത് പോളിനേഷൻ, ഇക്കോസിസ്റ്റം സർവീസ് ആണ്. മൂന്നാമത് എസ്തെറ്റിക് പ്ലഷർ ആണ്. ഈ പൂത്തു നിൽക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മാനസിക ഉല്ലാസമൊക്കെ ഉണ്ടാവും. അതും കൂടെ വരുമ്പോഴേ ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഇക്കോസിസ്റ്റം സർവീസുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. Narrowly for the benefit of human, broadly for the benefit of nature. And third one, ethical. അത് രസകരമായ ഒരു കാര്യമാണ് എത്തിക്കൽ എന്ന് പറയുന്നത്. എന്താണ് എത്തിക്കൽ എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ജീവി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. അത് നമുക്കൊരു ഗുണം ചെയ്യുമെങ്കിലും ഇല്ലെങ്കിലും അതിന് ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ആ ഇൻട്രിൻസിക് വാല്യൂ ഉള്ളത് കൊണ്ട് അത് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അതിനെ സംരക്ഷിക്കാനുള്ള അവകാശമേ ഉള്ളൂ എന്നുള്ളതാണ്. ലുക്ക് ഹിയർ, എവരി സ്പീഷീസ് ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ ഈവൻ ഇഫ് ഇറ്റ് മേ നോട്ട് ബി കറന്റ് ഓർ എനി എക്കണോമിക്കൽ വാല്യൂ ടു അസ്. അതൊരു എക്കണോമിക്കൽ വാല്യൂ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു ജീവിയുടെ ജനിച്ചു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളൂ, നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ല. പ്യോർലി റിലീജിയസ് ഓർ ഫിലോസഫിക്കൽ. ദീസ് ആർ ദ 3 reasons why we conserve biodiversity. And finally, the question is how we conserve biodiversity. എങ്ങനെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് കൺസർവ് ചെയ്യാം? There are 2 strategies. This is another very important question for your board exam. In situ conservation, ex situ conservation. എന്താണ് in situ? എന്താണ് ex situ? In the site and out of the site. That's a 2. In situ conservation, ഔട്ട് ഓഫ് ദ സൈറ്റ്, അതാണ് എക്സ് സിറ്റു കൺസർവേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു കാട്ടില് നമ്മുടെ കുരങ്ങന്മാർക്ക് ത്രെട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് വംശനാശ ഭീഷണിയുണ്ട് കുരങ്ങനെ. നമ്മൾ ആ കാടിലുള്ള കുരങ്ങനെ മാത്രം നമുക്ക് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാം. ഇതാണ് എക്സ് സിറ്റു. അവിടെ ആ കുരങ്ങന്മാർ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അത് ഇൻസിറ്റു ആണെങ്കിൽ എന്താ ചെയ്യുക? ഈ കുരങ്ങനെ മാത്രമല്ല, ആ കാടിനെ തന്നെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ കാട്ടിൽ ആരൊക്കെ ഉണ്ടാവും? കുരങ്ങന്മാരുണ്ടാവും, മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഓൾ സ്പീഷീസ് ആർ പ്രൊട്ടക്റ്റഡ് ദർ. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇൻ സിറ്റു കൺസർവേഷൻ മീൻസ് ദ ത്രെട്ടൻഡ് സ്പീഷീസ് ആർ കൺസർവ്ഡ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഇറ്റ് സെൽഫ്. ഏതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ? നിങ്ങൾക്കറിയാം, ഇതിന് 5 എക്സാമ്പിൾസ് ആണ് ഉള്ളത്. ഒന്ന്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ഈ ഹോട്ട്സ്പോട്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം, മൊബൈലിലുണ്ട്, ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടുത്തെ അതുമല്ലാതെ രണ്ടാമതൊരു ഹോട്ട്സ്പോട്ട് നിങ്ങൾക്ക് പറയാം. കൊറോണ വന്നു കഴിയുമ്പോൾ കൊറോണ ഹോട്ട്സ്പോട്ടുകളും അറിയാം. അപ്പൊ ഈ ഹോട്ട്സ്പോട്ട് എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ കൂടുതൽ ഏരിയ എന്നല്ലേ. ഇവിടെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ബയോഡൈവേഴ്സിറ്റി റിച്ച്, അതായത് എന്താണ്, സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടുതലുള്ള. എൻറ്റമിസം, ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻറ്റമിസം, ഈ ഒരു വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. എൻറ്റമിസം, വാട്ട് ഇൻ ബൈ എൻറ്റമിസം? എൻറ്റമിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഏരിയയിലുള്ള സ്പീഷീസ് മറ്റു പല ഏരിയയിലും ഇല്ലാതിരിക്കുക. അത്യപൂർവീനം എന്ന് മലയാളത്തിൽ പറയുന്ന സംഭവമാണ് എൻഡമിക് സ്പീഷീസ്. അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസവും ഹൈ ഡിഗ്രി ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഏരിയയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. തുടക്കത്തിൽ 25 ഹോട്ട്സ്പോട്ടുകളായിരുന്നു ലോകത്തിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 34ആയി. എർലിയർ ഇറ്റ് ഈസ് 25, നൗ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 34. അതിൽ 3 എവിടെയാണ്? ഇന്ത്യയിലാണ് നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ത്യ ഷെയർ ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം.
അതേതൊക്കെയാ? അത് നിങ്ങൾ പഠിക്കണം. ആ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യ ഷെയർ ചെയ്യുന്നതായ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് 3 ഏതൊക്കെയാ 3? ഒന്ന് വെസ്റ്റേൺ ഘട്ട് ആൻഡ് ശ്രീലങ്ക, വെസ്റ്റേൺ ഘട്ട് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ഈ 3 ഇതിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത് ഹോട്ട്സ്പോട്ട് ഹിമാലയമാണ്. അപ്പൊ ഏതൊക്കെയാണ് 3? വെസ്റ്റേൺ ഘട്ട് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ദ തേർഡ് വൺ ഇസ് ഹിമാലയ. അങ്ങനെ 3 മാത്രം ഇന്ത്യയിലോ ഇന്ത്യ ഷെയർ ചെയ്യുന്നതോ ആണ്. ബാക്കി മുഴുവൻ പുറത്താണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. 25 hotspots are identified earlier. None have been added again. So the total hotspots are 34. India has 3 hotspots: Western Ghats and Sri Lanka, Indo-Burma and Himalaya. This is about a hotspot. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? ഈ എക്സാമ്പിൾ 5 പഠിക്കണം. അത് നിങ്ങളുടെ ബോർഡ് എക്സാമിനും എൻട്രൻസിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അതായത് 25 ഹോട്ട്സ്പോട്ട്, ഇപ്പൊ 34 3 ഇന്ത്യയിൽ. രണ്ടാമത്തെ എന്താ? ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തത്. ആ ബയോസ്ഫിയർ റിസർവ്സ് എത്ര എണ്ണമാണ്? 14 ഇത് നമ്പറിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ, ഇവൻ നിങ്ങളുടെ എൻട്രൻസ് എഴുതുമ്പോൾ പോലും നിങ്ങളുടെ NCERT ബുക്കുകളിൽ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 14 എന്താണ് ബയോസ്ഫിയർ റിസർവ്സ് ആണുള്ളത്. ലോകത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. പിന്നെ 90 നാഷണൽ പാർക്കുകളും 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ഇൻസിറ്റ്യൂ കൺസർവേഷനിൽ വരുന്നത്. ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ? ഒന്ന് ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ഏതാ വരുന്നത്? ബയോസ്ഫിയർ റിസർവ് വരുന്നുണ്ട്, നാഷണൽ പാർക്ക് വരുന്നുണ്ട്, പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഏറ്റവും അവസാനം സേക്രഡ് ഫോറസ്റ്റ് എന്ന് പറയും. സേക്രഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേക്രഡ് ഫോറസ്റ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ട്രൈബൽ പീപ്പിൾ ഫോർ ദ വർഷിപ്പ് ഓഫ് ദെയർ ഗോഡ് എന്നാണ്. ഈ ട്രൈബൽ പീപ്പിൾ അവരുടെ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി കാടിന്റെ ഒരു ഭാഗം അവർ സംരക്ഷിക്കും. നോ വൺ ക്യാൻ എൻറ്റർ ദർ. അവിടെ ആർക്കും കടക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ഉണ്ടാവും. ആ ഏരിയയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സേക്രഡ് ഫോറസ്റ്റ് അഥവാ സേക്രഡ് ഗ്രോവ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സേക്രഡ് ഗ്രൂപ്പ്സ് നിങ്ങൾക്കറിയാം. ഖാസിയൻ ജെയിൻഷാ ഹിൽസ് ഓഫ് മെഘാലയ, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഖാസിയൻ ജെയിൻഷാ ഹിൽസ് ഇസ് ദർ ഇൻ യുവർ NCERT ബുക്ക്. ഖാസിയൻ ജെയിൻഷാ ഹിൽസ് ഓഫ് മെഘാലയ, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, Western Ghats shared by Karnataka and Maharashtra and certain areas of Madhya Pradesh or surrounding states like Sarguja, Chadha and Bastar area. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആ എൻ്റെ പേരുകൾ, ഈ പറഞ്ഞ സേക്രഡ് ഗ്രൂപ്പ്സിന്റെ പേരുകൾ ഒന്ന് പഠിക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി വി ക്യാൻ കൺക്ലൂഡ് വിത്ത് എക്സിറ്റു കൺസർവേഷൻ. Ex-situ conservation means only the threatened species are taken from the natural habitat. Threatened species are taken from the natural habitat and placed somewhere else under human care. അവിടെ നമ്മൾ ആ ത്രെട്ടൻഡ് സ്പീഷീസിനെ മാത്രം എടുത്ത് ഹ്യൂമൻ കെയറിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് എക്സിറ്റു, ഔട്ട് ഓഫ് ദ ഹാബിറ്റാറ്റ്, നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഇതിന് എക്സാമ്പിൾ ഏതാണ്? ഇതിന് എക്സാമ്പിൾ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നിങ്ങൾ പല ആൾക്കാരും ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ട്. ആ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്. സോ ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, ദീസ് ആർ എക്സാമ്പിൾസ്. ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, സഫാരി പാർക്ക്, സീഡ് ബാങ്ക്, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ. യു നോ ക്രയോ പ്രിസർവേഷൻ. വാട്ട് യു മീൻ ബൈ ക്രയോ പ്രിസർവേഷൻ? Cryopreservation means the preservation of pollen grains around minus 196 degrees Celsius in the presence of nitrogen. Minus 196 degrees Celsius in the presence of nitrogen. That is very low temperature. Pollen grains are protected. This is called a cryopreservation. Tissue culture. All these are examples of ex-situ conservation. Okay. And finally, you can see there are 2 Earth summits. What are the Earth summit? Many countries signed for certain thing. That's called Earth summit. Here for the conservation of biodiversity or something. So what is the first one? The first one is known as the
historic convention on biological diversity. Historic convention on biological diversity held in Brazil in 1992. ബ്രസീലിൽ 1992 നടന്ന ആദ്യത്തേതാണ് ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതിൽ നമ്മൾ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി എങ്ങനെ സംരക്ഷിക്കാം എന്നായിരുന്നു അതിൻ്റെ അജണ്ട. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ 2002 ഹെൽഡ് ഇൻ ജോഹന്നസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. അവിടെ എത്തിയപ്പോഴത്തേക്ക് കാര്യം മാറി മറിഞ്ഞു. അവിടെ എന്താണെന്ന് പറയുക, അതിൻ്റെ മെയിൻ അജണ്ട എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് തടയാന്നുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള ആദ്യമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് എങ്ങനെ തടയാം, ഹൗ ക്യാൻ വി കൺട്രോൾ ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഡിഫറെന്റ് ലെവൽസ് എന്നതായിരുന്നു ഇവിടെ അജണ്ട. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചോണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നോക്കിക്കോ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമുക്ക് സ്പീഡപ്പ് ചെയ്യാം. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഏത് ഭാഗങ്ങളിലൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നൊരു ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ദ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സിസ്റ്റൽ ഫിഷ് ഇൻ ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇതിലുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ? ഇതൊരു ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ ആണ്. കാരണം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വിച്ച് വൺ നൈൽ പർച്ച്. നൈൽ പർച്ച് എന്ന് പറയുന്ന ഒരു പ്രഡേറ്ററി ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണമാണ് എന്ത് സംഭവിച്ചത്, ലേക്ക് വിക്ടോറിയയിലെ സിസ്റ്റലൈഡ് ഫിഷ് നശിച്ചു പോയത്. ഇറ്റ്സ് എൻ ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ. ദെൻ റെഡ് ഡാറ്റ ലിസ്റ്റ് വാസ് പ്രിപ്പയർഡ് ബൈ ഹൂം? റെഡ് ഡാറ്റ എന്താണ്? റെഡ് ഡാറ്റ എല്ലാ ലെറ്റേഴ്സും ചോദിക്കുന്നതിനെല്ലാം നമ്മൾ റെഡ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്തമായ കാറ്റഗറികൾ, നശിച്ചു പോയത്, എക്സ്റ്റിങ്ക്റ്റഡ്, നിയർലി ഗോയിങ് ടു എക്സ്റ്റിങ്ക്ട്, ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറി ഉള്ള ഒരു സംഭവമാണ് എന്ത്, ഒരു കളക്ഷനാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ആരാണത് അപ്ഡേറ്റ് ചെയ്യുന്നത്? IUCN ആണ്. നെയിം എനി 2 എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ്. നമ്മൾ കുറെ എണ്ണത്തിന്റെ പേര് പഠിച്ചു കഴിഞ്ഞു. ഡോഡോ, കോഗ, തൈലാസിൻ, ഇങ്ങനെ കുറെ എണ്ണം നമ്മൾ പഠിച്ചു. സ്റ്റെല്ലർ സീ കൗ, പാസഞ്ചർ പീജിയൻ, 3 types ഓഫ് സബ് സ്പീഷീസ് ഓഫ് ടൈഗർ. എനി 2 you can write. Okay. Question number 3. The Amazon rainforest, it is so huge that is called the lungs of the planet. What is the reason for this? Because almost 20% of the Earth's air was purified by the single Amazon rainforest. That is why it is known as that. That means air purification is done by this. The next one, there are no direct answers to such native question, but we can develop a proper perspective through the analogy. The Rivett-Popper hypothesis. Describe Rivett-Popper hypothesis. This is a comparison how the key species is important to the ecosystem is combined with the rivets on aeroplane. This is called Rivett-Popper hypothesis. And name the scientist who described it is Paul Ehrlich. Okay, what is so special about a topic that might account for a greater biological diversity? Give 2 reasons. I already told you there are 3 reasons for the biodiversity is more in tropical region. You can select any 2. We already discussed in detailed manner. Okay, 3 hypotheses. One is there is no change in the climatic condition, no change at all, and sunlight is more. We already discussed earlier. Then there are 4 major causes of biodiversity losses. What are they? Also you know there are 4. Which are the 4? One is called habitat loss and fragmentation, then overexploitation, alien species inversion, and co-extinction. Okay. Why should we conserve biodiversity? That aspect we already discussed. That is the narrowly utilitarian, broadly utilitarian, and ethical. Okay. Describe any 2 approaches of types of biodiversity conservation with example. Describe 2 approaches of types of biodiversity conservation with example. In situ conservation and ex situ conservation. In situ example, hotspot,
hotspot, biodiversity hotspot, biosphere reserve, national park, wildlife sanctuary, and sacred forest. And examples of ex situ conservation: zoological park, botanical garden, safari park, gene bank, seed bank, cryopreservation, etc. Okay, define the term biodiversity hotspot. Biodiversity hotspot is an area with a high degree of endemism and high degree of biodiversity. Okay, name the hotspot which over the countries, especially high biodiversity region. You know, there are 3 hotspots are there in India, and among these, Himalaya is the most abundant one. Okay, and you should concentrate on the species area relationship also. These are the questions we want to discuss now. Okay, അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ബയോഡൈവേഴ്സിറ്റിന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പേ നല്ല രീതിയിൽ അത് എടുത്തു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഭംഗിയായിട്ട് ആൻസർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ എ ഗുഡ് എക്സാം ഫോർ ബയോഡൈവേഴ്സിറ്റി. ആൻഡ് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കാണാം. നമുക്ക് 2 മണിക്ക് വീണ്ടും കാണാം. അത് മൈക്രോബ് എന്ന ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിട്ട് വരിക. നിങ്ങൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പോടെ മുന്നോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്.
അത് റെഡിയാ? ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? Hi students, once again welcome to the revision class. Okay, ഇപ്പോൾ നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. എന്താണ് മൈക്രോബ്സ് എന്ന് നിങ്ങൾക്കറിയാം. മൈക്രോബ്സ് എന്ന് നമ്മൾ പറയുന്നത് മൈക്രോ ഓർഗാനിസം. അത് എന്താവാം? ഇറ്റ് മേ കോസ് ഡിസീസ് ഓർ ഹാംഫുൾ ഓർ സംടൈംസ് ഇറ്റ് ഈസ് ഹാംലെസ്. ഈ ചാപ്റ്റർ നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ്. എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഹ്യൂമൻ വെൽഫെയർ ഇസ് എ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ. സോ വി ആർ നോട്ട് ഡീലിംഗ് എനിത്തിങ് വിത്ത് പാത്തോജൻസ്. പാത്തോജൻസ്, മെജോറിറ്റി ഓഫ് ദ പാത്തോജൻസ് ആർ മൈക്രോബ്സ്. അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയ, അതുപോലെ ഫംഗസ്, പ്രോട്ടോസോവൻസ്, വൈറസ്, വൈറോയിഡ്, prions. All these are different type of microscopic plants. All these are different type of microbes that is dangerous to human, that can cause disease in human as well as some other organism like the plants and animals. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് ബെനിഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. മൈക്രോബ്സ് ആർ ഡൈവേഴ്സ്. ദാറ്റ് മീൻസ് പ്രോട്ടോസോവ, ബാക്ടീരിയ, ഫംഗസ്, microscopic plants, virus, viroid, and also prions. What is prion is important. It's a proteinaceous infectious agent. It's a proteinaceous infectious agent is called prions. Okay. Then in the next slide you can see the different type of bacteria. There are different type of bacteria, you know. On the basis of the shape, bacteria can be classified to different types. Among these, rod-shaped bacteria is there. Then the rod-shaped bacteria, round-shaped bacteria is there. Spring-shaped bacteria and comma vibrio type is also there. So the first diagram shows about the rod-shaped bacteria, and second one is a round or spherical-shaped bacteria. And the third diagram shows about the rod-shaped bacteria with flagellum is magnified many times. So all these are the diagrams in your NCERT book. Okay, now you can see another diagram of bacteriophage. Actually, what is a bacteriophage? Bacteriophage is a virus that can attack bacteria. Okay, other one you can see the virus which can cause respiratory infection called the adenovirus. Adenovirus എന്ന് പറയുന്ന മറ്റൊരു വൈറസിനെയാണ് നിങ്ങൾ അടുത്തതിൽ കാണുന്നത്. ഓക്കെ, തേർഡ് വൺ ഇൻ ദ നെക്സ്റ്റ് ഡയഗ്രാം യു ക്യാൻ സീ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് വൈറസ്, TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. Tobacco mosaic virus you can see. Okay, then the next diagram, next slide, you can see a bacterial colony and a fungal colony. The first diagram is the colony of bacteria, and the second one the fungal colony. These are the diagrams in your NCERT book. ഇത് നിങ്ങളെ NCERT ബുക്കിലുള്ള ഡയഗ്രാം ആണ്. ഈ ഡയഗ്രാം തന്നിട്ട് ചോദിക്കാം എങ്കിൽ നിങ്ങൾ അതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറയാം നമുക്ക്. Now we can study about the microbes in welfare only, human welfare. നമുക്കതിനെ ശരിക്കും പറയുകയാണെങ്കിൽ we can divide this into two categories. What are the two categories? One is the household purposes and other one is the industrial purposes. Household purposes and industrial purposes. Tell me what are the important uses of microbe in household. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറയാവുന്ന ഒരു സംഭവം എന്താണ്? കേർഡ് ആണ്, തൈര്, കേർഡ്. ദെൻ ഇഡ്ലി, ദോശ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ ഒന്ന് ചീസ്. വേൾഡ് വൈഡ് ആയിട്ട് ആദ്യമായിട്ട് മൈക്രോബിനെ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് ചീസാണ്. പിന്നെ അതേപോലെ നാലാമത്തെ നമുക്ക് പറയാവുന്നത് ബ്രെഡ്. ഇതൊക്കെ ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
So what are the important products, household products which are using the microbes? First one is the curd. Second one is idli, dosha. Third one is bread. And fourth one is cheese. നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ നോക്കാം. You know, in the curd, which bacteria is acting? The bacteria is known as lactobacillus. You can see the lactobacillus here. Lactobacillus, actually it is known as lab. Lab is not lactobacillus. Lab means lactic acid bacteria. The bacteria which grows in milk, convert milk into curd, is called lactic acid bacteria. One of the example is lactobacillus, Lactobacillus acidophilus, Lactobacillus bulgaricus. There are different type of lactobacillus. So the commonly known as lactic acid bacteria. What's the function? You can see it convert milk into curd. അത് എന്ത് ചെയ്യുന്നു? മിൽക്കിനെ curd, തൈരാക്കി മാറ്റുന്നു. Then during the conversion of milk into curd, what happens? It's a very important question. It's a one word type of question for your board exam is concerned. This is how the nutritional quality increases. The nutritional quality of milk increases during the conversion. When milk is converted into curd, the nutritional quality, especially the vitamin B12, increases. Okay, that's one important point. During this, the nutritional quality increases. Okay, then ഈ ലാബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്കറിയാം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പാലിനെ തൈരാക്കുക മാത്രമാണോ ചെയ്യുന്നത്? അത് കൂടാതെ രണ്ട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് പറഞ്ഞൂടെ? എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ടു അഡീഷണൽ പോയിന്റ്സ്? വൺ, ഇറ്റ് കൺവേർട്ട് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി, ഇൻക്രീസസ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി. ഒന്ന് നമുക്ക് അങ്ങനെ പറയാം. രണ്ടാമത്തെ നമുക്ക് പറയാവുന്നത്, ഇൻ യുവർ ബോഡി ലാബ് ഈസ് ദർ. മനുഷ്യ ശരീരത്തിലെ ലാബ് ഉണ്ട്. നമ്മുടെ ഇൻഡസ്റ്റൈനില് ലാക്റ്റിക് ആസിഡ് ബാസിലസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഈ ഡൈജഷൻ പ്രോസസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. In stomach, lab play very important beneficial role for checking the disease causing microbes. അപ്പോൾ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻജസ്റ്റഡ് ആയിട്ടുള്ള പാത്തോജൻ നിങ്ങളുടെ ബോഡിയിലെത്തും. അതിനെ ആദ്യമായിട്ട് ഫിൽട്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ആസിഡാണ്. അത് കഴിഞ്ഞാൽ ലാബിനും ആ റോളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പാല് തൈരാക്കുക മാത്രമല്ല ലാബിന്റെ ജോലി. ലാബ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി, ഓൾസോ ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇതാണ് കേർഡിംഗ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തത്. രണ്ടാമത് നമുക്കറിയാം ഇഡ്ലി ദോശ. ഈ ഇഡ്ലി ദോശ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ്. ഇഡ്ലിയും ദോശയും ചില സ്ഥലത്ത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് വളരെ ഹാർഡായിട്ടിരിക്കും, ചില സ്ഥലത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും. എന്താണ് ഇതിന് കാരണം? രണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം ഡാഫ്നോ, ഇഡ്ലി മാവ് സെയിം ആണ്. ഇഡ്ലി ദോശ ബാറ്റർ സെയിം, ബട്ട് സം വൺ ഇസ് വെരി ഹാർഡ്, അതർ വൺ ഇസ് വെരി സോഫ്റ്റ്. എന്താണ് അതിന് കാരണം? ഇതിന്റെ പിന്നിലുള്ള റിയാക്ഷൻ, ഓൾസോ റിയാക്ഷൻ ബിഹൈൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫെർമെന്റേഷൻ. As a result, due to the action of the microbe, fermentation occurs, and as a result, carbon dioxide is released. Due to the release of carbon dioxide, it becomes puffy, it becomes soft. അപ്പോൾ ഫെർമെന്റേഷൻ നടക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത് വളരെ സോഫ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പം മൈക്രോബിയൽ ആക്ഷൻ കാരണമാണ് ഇഡ്ലിയും ദോശയും സോഫ്റ്റ് ആയിട്ട് മാറുന്നത്. അതിൽ ഫെർമെന്റേഷൻ പ്രോസസ്സാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, the dough which is used for making bread. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ ഈ മാവ് ഉപയോഗിക്കും. ഡഫ് മീൻസ് മാവാണ്. ആ മാവ് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ എന്താണ് ചേർക്കുന്നത്? ബ്രെഡ് വളരെ സോഫ്റ്റ് ആണ്, വളരെ പഫിയാണ്. എന്താണ് ഇതിന് കാരണം? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഫെർമെന്റേഷൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്ത് മൈക്രോബാണ് അവിടെ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മൈക്രോബിനെയാണ് ബ്രെഡ് പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബ്രെഡ് വി ആർ യൂസിങ് എ വെരി ഫെമിലിയർ മൈക്രോബ് ദാറ്റ് ഈസ് കോൾഡ് സാക്രോമൈസസ് സർവേസിയെ. it is the yeast. സാക്രോമൈസസ് സർവേസിയെ എന്ന് പറയുന്ന ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു മൈക്രോബിനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. സോ ഈസ്റ്റ് സാക്രോമൈസസ് സർവേസിയെ ഈസ് യൂസ്ഡ് ഫോർ ദ
production of bread. In such situation, it is known as baker's yeast. അതായത് സാക്രോമൈസസ് സെർവേസിയെ എന്ന് പറയുന്ന ഈ ഈസ്റ്റ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയും. അതേ സമയത്ത് അത് ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ബ്രുവേഴ്സ് ഈസ്റ്റ് എന്ന് പറയും. ബോത്ത് ആർ സെയിം. ബേക്കേഴ്സ് ഈസ്റ്റ് ആൻഡ് ബ്രുവേഴ്സ് ഈസ്റ്റ് ബോത്ത് ആർ സെയിം. ഓക്കെ, സോ the dough you are making bread is fermented by using baker's yeast. What is baker's yeast? Saccharomyces cerevisiae. This is a common yeast. Okay, toddy is made by fermenting the sap from palms. You know, toddy, kallu, സാധാരണ നമ്മൾ പാം ട്രീ, തെങ്ങ്, അതുപോലെ തന്നെ ഈ പന പോലുള്ള സാധനങ്ങൾ എടുക്കുന്ന സാപ്പിൽ നിന്നാണ്, അതിനെ ഫെർമെന്റ് ചെയ്തിട്ടാണ് ടോഡി എന്ന് പറയുന്ന കള്ള് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ then the next product where the microbe is used is cheese. നമ്മൾ അത്രയും കൂടുതലായിട്ട് യൂസ് ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ മൈക്രോബിന് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് ചീസ് എന്ന് പറയുന്നത്. ചീസ് സാധാരണയായിട്ട് ചീസ് ഇൻഡസ്ട്രിയിൽ എന്തിനാണ് മൈക്രോബിനെ ഉപയോഗിക്കുന്നത്? മൈക്രോബ്സ് ആർ യൂസ്ഡ് ഫോർ 2 purposes. വാട്ട് ആർ ദ 2 purposes? One is called soaring. പാലിനെ നമ്മൾ പുളിപ്പിക്കണം, തൈരാക്കണം, സോറിങ്. ആൻഡ് അതർ വൺ ഈസ് കോൾഡ് റൈപ്പനിങ്. റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മേക്ക് ദ ചേഞ്ച് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ്, സ്മെല്ല്, അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ടെക്സ്ചർ മാറ്റാം, അതിൻ്റെ ടേസ്റ്റ് മാറ്റാം, സ്മെല്ല് മാറ്റാം, ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? വി ആർ യൂസിങ് ദ മൈക്രോ ഫോർ ചീസ് ഇൻഡസ്ട്രി. പ്രധാനപ്പെട്ട 2 ചീസുകൾ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ബോർഡ് എക്സാം ഈസ് കൺസേൺ. വൺ ഈസ് കോൾഡ് the Swiss cheese. Swiss cheese is ripened with a bacterium. What's the name of the bacteria called? Propionibacterium shermani. You know it. It's in your NCERT book. Propionibacterium shermani is a bacterium. Propionibacterium shermani is a bacterium which is used for ripening the Swiss cheese. Okay. Another cheese is that is the Roquefort cheese. Roquefort cheese is ripened with a Penicillium roqueforti. Camembert cheese is there, but it's not your NCERT book. So 2 cheeses are there in your NCERT book. One is called a Swiss cheese, ripened with one bacterium called Propionibacterium shermani that you can see. Then second one is the Roquefort cheese, is ripened with Penicillium roqueforti. Propionibacterium shermani and Roquefort cheese, Penicillium roqueforti, the microbes are important. Look at Propionibacterium shermani is a bacteria, Penicillium roqueforti is a fungus. Okay, so these are about the cheese. So you studied about the household products. Now we can have a look at the industrial products. What are the important industrial products used by microbes to produce this industrial product by microbes? Which are they? First one is the organic acid, enzymes, alcohol, bioactive molecule. Actually 4 types are there. Beverages, fermented beverages, that means the alcohol. Then antibiotics. Then some organic acid chemicals. You know, fermented beverages are there, antibiotics are there, then chemicals like organic acid, then enzyme and other bioactive molecule. These are the different products, industrial products obtained by using microbes. Okay, now we can have a look at these different segments or the products. In the diagram, you can see a fermenter and a fermenters and fermented plant. You can see where the fermentation occurs. Okay, the first one is the fermented beverages. Fermented beverages, you can see the 2 types of beverages. But what is the raw material? The raw materials are either the fruit juice or the starchy material. ഒന്നുകിൽ ഫ്രൂട്ട് ജ്യൂസ് എന്നാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർച്ചി മെറ്റീരിയലിനാണ്
സാധാരണയായിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ആൽക്കഹോൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഫെർമെന്റേഷൻ ആണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആ ഫെർമെന്റേഷൻ നടക്കുന്ന ഫെർമെന്റേഷൻ നടക്കണമെങ്കിൽ ഒരു മൈക്രോബ് വേണം. ആ മൈക്രോബിന്റെ പേരെന്താ? നേരത്തെ പഠിച്ച അതേ മൈക്രോബാണ്. ഓക്കെ, ഏതാണ് മൈക്രോബിന്റെ പേര്? സാക്രോമൈസസ് സർവീസിയെ. സാക്രോമൈസസ് സർവീസിയെ എന്ന് പറയുന്ന മൈക്രോബാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ പേര് വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നാണ്. നേരത്തെ നിങ്ങൾ എന്തുണ്ടാക്കിയപ്പോ ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ബേക്കേഴ്സ് ഈസ്റ്റ് ആണെങ്കിൽ ദ സെയിം പ്രോഡക്റ്റ് നൗ ഈസ് നോൺ ആസ് ദ ബ്രൂവേഴ്സ് ഈസ്റ്റ്. Brewers yeast. Okay, there are two types of beverages are there. One is fermented, other one is fermented plus distilled. ഏതൊക്കെയാണ് ഓൺലി ഫെർമെന്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓൺലി ഫെർമെന്റഡ്, യു ക്യാൻ സീ ബിയർ, വൈൻ as well as toddy. These are only fermented beverages, and others are fermented. Okay, that you can see. Saccharomyces cerevisiae, that is the brewer's yeast, the same baker's yeast also. Wine and beer produced without distillation, but rum, whiskey, brandy, etc. produced by distillation after fermentation. These are about beverages. The microbe used here is Saccharomyces cerevisiae. This is known as the brewer's yeast. And next one you can see antibiotic. What is an antibiotic? Antibiotics are the chemicals produced by microorganism. Okay, Saccharomyces cerevisiae is okay. This here no Saccharomyces cerevisiae is called baker's yeast and brewer's yeast. Correct, both are same. The same product in under different name. Okay, is in your chat box. Okay, now what is an antibiotic? Antibiotic is a chemical produced by microorganism. Either it kill microorganism or prevent the growth of microorganism. അതുകൊണ്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്കിനെ രണ്ടായിട്ട് പറയുന്നത്: ബാക്ടീരിയോസിഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്ടീരിയോസിഡൽ എന്ന് പറയുന്നത് കിൽ ബാക്ടീരിയ, ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. അതെന്തുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ബാക്ടീരിയ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരുപാട് മൈക്രോബിനെ അറിയാം, പക്ഷേ ആകെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോബ് ബാക്ടീരിയയാണ്. വി കനോട്ട് കൺട്രോൾ വൈറസ് ബൈ ആന്റിബയോട്ടിക്. ഓക്കെ, സോ ബാക്ടീരിയോസിഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക്. എയ്തർ കിൽ ദ ബാക്ടീരിയ ഓർ പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ഏതാണ്? ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏത്? ആര് കണ്ടുപിടിച്ചു? എന്തിൽ നിന്ന് കണ്ടുപിടിച്ചു? The first antibiotic was penicillin. The first antibiotic was penicillin, extracted by Alexander Fleming, and it is extracted from a fungus called Penicillium notatum. Penicillium notatum എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്ന്, മോൾഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പെനിസിലിൻ ആണ് ആദ്യത്തെ ആന്റിബയോട്ടിക്. ഇത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. സത്യത്തിൽ ആന്റിബയോട്ടിക് എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒന്നുമല്ല. ദ വേർഡ് ആന്റിബയോട്ടിക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സൽമാൻ വാക്സ്മാൻ. സൽമാൻ വാക്സ്മാൻ എന്ന് പറയുന്ന ആളാണ് ആന്റിബയോട്ടിക് എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അത് മാത്രമല്ല, 3 scientists got Nobel Prize. അതായത് ആരൊക്കെ അവര്? അത് ഒന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ്, രണ്ടാമത്തത് ഹവാർഡ് ഫ്ലോറി, ഏൺസ്റ്റ് ചെയിൻ. 3 scientists got Nobel Prize. എന്തിനാണ് അവർക്ക് കിട്ടിയത്? അലക്സാണ്ടർ ഫ്ലെമിംഗിന് എന്തിനു കിട്ടി? ഫോർ ദ ഡിസ്കവറി. ബാക്കി രണ്ടുപേർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പെൻസിലിൻ ആസ് എൻ എഫക്റ്റീവ് ആന്റിബയോട്ടിക്. അതായത് പെൻസിലിൻ കണ്ടുപിടിച്ചതിന് അലക്സാണ്ടർ ഫ്ലെമിങ്ങിനാണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തതിനാണ് ബാക്കി രണ്ടുപേർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. നോ ലുക്ക് അറ്റ് ഹിയർ, അലക്സാണ്ടർ ഫ്ലെമിംഗ് വൈൽ വർക്കിംഗ് വിത്ത് സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ. നിങ്ങൾക്കറിയാം ഇതൊരു ആക്സിഡന്റൽ ഡിസ്കവറി ആയിരുന്നു. അപ്പം സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കൾച്ചർ പ്ലേറ്റിനെയാണ് ഇത് ആക്രമിച്ചത്. പെനിസിലിൻ, after the name Penicillium notatum, that means the
the product obtained from penicillin is obtained from the molds called fungus called Penicillium notatum. Full potential of effective antibiotic was introduced by Einstein and Howard Florey. So 3%, Fleming, Chain and Florey awarded with the Nobel Prize in 1945. Okay, this is about antibiotic. And another one is very, very important. Now I am going to explain 9 points. These 9 points are very, very important. So you may expect question from this side, or you can. Okay, tell me which are they. First one is the organic acid producers. There are 4 microbes which produce organic acid that you can see in your NCERT book. So I am going to explain 9 points. These 9 points definitely you will get tomorrow's exam. One question from this 9 point. You can, if you believe me, you can study this. Okay, so first one is the Aspergillus niger. What is Aspergillus niger? Aspergillus niger is a fungus which produce citric acid. So citric acid is produced by Aspergillus niger. Okay, and all others, the acid and the microbe name are somewhat related except this only. Aspergillus niger will produce citric acid. Then second, you can see, Aspergillus niger is a fungus produce citric acid. The second one, Acetobacter aceti. Acetobacter aceti, it is a bacteria. It will produce acetic acid. Then Lactobacillus, a bacteria that can produce lactic acid. And Clostridium butylicum is another bacteria which produce butyric acid. Clostridium is a very dangerous bacteria like Clostridium tetani, Clostridium botulinum. These are the 2 dangerous bacteria, causes 2 dangerous diseases like tetanus and botulism. Okay, it is a type of food poisoning, botulism, but this is a beneficial bacteria, Clostridium butylicum. These 4 points are very, very important. Either you will get a match or sometimes the names, everything is important in this section. Okay, then next one is, yeast we already discussed, Yeast is Saccharomyces cerevisiae, is used in the production of ethanol, which is known as brewer's yeast. Now we can study about the enzymes. ഏതൊക്കെ എൻസൈമുകളാണ് മൈക്രോബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. നമ്മളെ വീടുകളിൽ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ അത് നല്ല ടർബിഡായിട്ടിരിക്കും, കലങ്ങിയിട്ടിരിക്കും. ബട്ട് when you purchase from outside, it's very clear. എങ്ങനെയാണ് ബോട്ടിൽഡ് ജ്യൂസസിനെ ക്ലിയർ ചെയ്യുന്നത്? അത് നമ്മൾ ഉപയോഗിക്കുന്നത് 2 എൻസൈമുകളാണ്. എന്തൊക്കെയാ? യു ക്യാൻ സീ പ്രോട്ടിയേസസ് ആൻഡ് പെക്റ്റിനേസ്. Protease and pectinase are the 2 enzymes used to clarify, to clear the bottled juice. Okay, bottled juice. Okay, bottled juice clear ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ 2 എണ്ണമാണ്. Which are the 2? One is called a pectinase and a protease. These are the 2 enzymes used to clarify the bottled juice. Okay, ഇതേപോലെ നിങ്ങൾക്കറിയാം ലിപ്പേസ്. What's the function of lipase? നമ്മളെല്ലാവരും ഈ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് വാഷ് ചെയ്യാറുണ്ട്. എന്തിനാണ് വാഷ് ചെയ്യുന്നത്? അതിനകത്ത് ഡേർട്ട് കളയാനാണ്. ഈ ഡേർട്ട് എന്താണ്? ഡേർട്ട് ആക്ച്വലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലിപ്പിഡ്. ഓക്കെ, അപ്പൊ ലിപ്പിഡ് നമ്മൾ മാറ്റണം, എങ്കിൽ മാത്രമേ ഡേർട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിപ്പേസ് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻസ്. So lipase is the name of lipase is the name of an enzyme which is used to remove oily stains from textiles. That means laundry. In laundry we are using lipase. Lipase is used to remove the oil stains. These 2 are very important. Proteases and pectinase are used to clarify the bottle juice. Lipase is used to remove the oil stains. Okay, then another one is very, very important. That I am going to explain 3 more bioactive molecules. Among this, one is a enzyme also. ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 ബയോആക്റ്റീവ് മോളിക്യൂൾ ആണ്. അതിൽ ഒരെണ്ണം എൻസൈം കൂടെയാണ്. എന്താണത്? സ്ട്രെപ്റ്റോകൈനേസ്. Streptokinase
is an enzyme produced by, it is produced by Streptococcus. Is produced by Streptococcus bacteria. It is produced by Streptococcus bacteria. So streptokinase is an enzyme produced by Streptococcus. What is the function? It acts as a clot buster. What do you mean by clot buster? Is a TPA, tissue plasminogen activator എന്നാണ് പറയുക. ക്ലോട്ട് ബേസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്യൂറിങ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ യു ക്യാൻ സീ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ MI, അബ്രിവേറ്റഡ് ആസ് MI. നമ്മൾ പറയുന്ന കാർഡിയക് അറസ്റ്റ് ഒക്കെ വരാം. ഈ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ദ ലോസ് ഓർ ദ ഡാമേജ് ഓഫ് ഹാർട്ട് മസിൽ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓക്സിജൻ, അതാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഇതിന് പ്രധാനമായ കാരണം ക്ലോട്ടിംഗ് ആണ്, ബ്ലഡ് ക്ലോട്ടിംഗ് ഇൻ ദ മെയിൻ ആർട്ടറി, കൊറോണറി ആർട്ടറി. അപ്പം ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല ഹാർട്ട് മസിൽസിലേക്ക്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇഫ് വി ക്യാൻ ഇൻജെക്ട് ദിസ് സ്ട്രെപ്റ്റോകൈനസ്, സ്ട്രെപ്റ്റോകൈനസ് ക്യാൻ ഡിസോൾവ് ദ ക്ലോട്ട്. അതാണ് ക്ലോട്ട് ബേസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ streptokinase is produced by Streptococcus bacteria. It acts as a clot buster. It's very important. Then another one, cyclosporin A. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഹ്യൂമൻ ഹെൽത്തിൽ പഠിച്ചിട്ടുണ്ട്, CMI, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ. സാധാരണ നമ്മുടെ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഏറ്റവും വലിയ ത്രെട്ടാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. അപ്പോൾ സാധാരണ നിങ്ങൾ മറ്റൊരാളുടെ അവയവം നിങ്ങളുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുമ്പോൾ ബോഡി റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയണം. ആ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് സൈക്ലോസ്പോറിൻ എ. യു ക്യാൻ സീ സൈക്ലോസ്പോറിൻ എ ഈസ് ആൻ immunosuppressive agent. Immunity will be reduced before and after the organ transplantation. അതായത് ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പും ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷവും ബോഡി അഡാപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ. സോ സൈക്ലോസ്പോറിൻ എ ഈസ് ആൻ immunosuppressive agent. This is produced by Trichoderma polysporum. It is a fungus. It's used in the patients of organ transplantation. It's very important. And with one more product that is called statin. What is statin? Statin is produced from a fungus, the red yeast called Monascus purpureus. You can see here the other two, Trichoderma polysporum you can see, and Monascus purpureus also you can see. Monascus purpureus is the red yeast from which statin is produced. Actually, what is statin? Statin is a blood cholesterol lowering agent. These are the 9 points you should study very well. Which are they? 4 organic acid, then 2 or 3 enzymes with 2 bioactive molecule. These are the 9 points. Very, very important. Okay. Now we are going to study about another section, that is microbe in sewage treatment. You know sewage, waste, the domestic waste, industrial waste. എന്തുകൊണ്ടാണ് സീവേജ് ഇത്ര പ്രശ്നക്കാരനാവുന്നത്? Sewage is so dangerous. Why? Because it is the area where lot of microbes are growing. ഒരുപാട് രോഗാണുക്കൾ വളരുന്നൊരു സ്ഥലമാണ്. പാത്തോജൻസ്, ട്രഷർ ഹൗസ് ഓഫ് പാത്തോജൻ എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ സീവേജ്. അതുകൊണ്ട് നമ്മൾ സീവേജിനെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. സീവേജ് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, STPs, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, പ്രധാനമായും നമ്മൾ 2 ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. 3 എണ്ണം ഉണ്ട്, ബട്ട് ദ തേർഡ് വൺ ഈസ് വെരി കോസ്റ്റ്ലി, സോ വി ആർ ഡൂയിങ് ഓൺലി 2. Which are they? First one is the primary treatment. You can see primary treatment, and other one is the secondary. Primary is purely physical treatment. Okay, primary is purely physical treatment, and secondary is purely biological or microbial. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ് പ്യുവർലി ഫിസിക്കൽ ആണ്. എന്നാൽ സെക്കൻഡറി ട്രീറ്റ്മെന്റ്
പ്യുവർലി ബയോളജിക്കൽ അഥവാ മൈക്രോബിയൽ ആണ്. ഇവിടെയാണ് നമ്മൾ മൈക്രോബിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ ഈ കാര്യം നിങ്ങൾ പഠിക്കുന്നത്. Beneficial role of microbe. That is why you can study this particular topic in this chapter. Okay. Primary treatment, secondary. ഇതെല്ലാം പരീക്ഷ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് നിങ്ങളുടെ NCERT CBSE കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ. Now we can have a look at the primary treatment. നിങ്ങൾക്കറിയാം പ്രൈമറി ട്രീറ്റ്മെന്റ്സ്, ആദ്യത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ ചെയ്യുക? The dirty water, polluted water is taken and it undergone two processes. ഏതൊക്കെയാ? One is the filtration and other one is the sedimentation. Filtration എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോട്ടിംഗ് ഡെബ്രീസ് നമ്മൾ ഫിൽറ്റേർഡ് ഔട്ട് അല്ലേ? ഫ്ലോട്ടിംഗ് ഡെബ്രീസ് ആർ ഫിൽറ്റേർഡ് ഔട്ട്. അതിനകത്തുള്ള ഈ പൊങ്ങിക്കിടക്കുന്ന വേസ്റ്റുകളെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളയും. ദാറ്റ് ഈസ് കോൾഡ് ഫിൽട്രേഷൻ. സെക്കൻഡ് വൺ ഈസ് കോൾഡ് സെഡിമെന്റേഷൻ. എന്നിട്ട് നമ്മൾ അതിനെ അജിറ്റേറ്റ് ചെയ്യാം, ഇളക്കി വിടുമ്പോൾ അതിനകത്തുള്ള ഈ സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ഇല്ലേ, അതായത് മണ്ണ്, കല്ല് പോലുള്ള സാധനങ്ങൾ, സാൻഡി പാർട്ടിക്കിൾ, പെബിൾ എക്സെട്ര വിൽ സെറ്റിൽ ഡൗൺ. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അപ്പോൾ അതിങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് ചെയ്യും? സെഡിമെന്റേഷൻ നടത്തുന്ന സമയത്ത് യു ക്യാൻ സീ സം പാർട്ടിക്കിൾസ് ആർ സെറ്റിൽ ഡൗൺ ആൻഡ് ദ വാട്ടർ യു ക്യാൻ സീ ആൻഡ് അപ്പ്. Okay, these sedimented particles are known as primary sludge. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്ത് കാണുന്ന വാട്ടർ, ദ സൂപ്പർ നാറ്റന്റ് വാട്ടർ ഈസ് കോൾഡ് എഫ്ലുവന്റ്. ഓക്കെ. സോ ഫിൽട്രേഷൻ, ആഫ്റ്റർ ഫിൽട്രേഷൻ സെഡിമെന്റേഷൻ. ഡ്യൂറിംഗ് സെഡിമെന്റേഷൻ ദ സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ആർ സെറ്റിൽ ഡൗൺ. ആ സെറ്റിൽ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതിനെ മേലെ കാണുന്ന വാട്ടർ, ദ സൂപ്പർ നാറ്റന്റ് വാട്ടർ ഈസ് കോൾഡ് എഫ്ലുവന്റ്. ഓക്കെ, ദീസ് ആർ ദ ടു തിങ്സ്. Then secondary treatment you consider is biological treatment. You can see here microbial or biological treatment. Allow growth of microbes into flocks, reduce BOD. All these are the certain points mentioned in the slide. Okay, what is the first step in biological treatment? You can see, I'll draw here. This is the primary treatment. Primary treatment. In the primary treatment, you will get the primary sludge and the supernatant effluent. Okay, this is about the primary treatment, and you are going to conduct the secondary treatment. In the first step of the secondary treatment, the effluent is taken. This is the effluent. Not the primary sludge is removed, and the effluent, supernatant water, you take into the next stage. It's the secondary treatment. In this treatment, this is known as aeration tank. First tank is known as the aeration tank. In this tank, you pour the effluent and some ഇനോക്കുലം. യു ആർ സ്റ്റഡിഡ് അബൌട്ട് ഇനോക്കുലം. നമ്മൾ വീട്ടിലൊക്കെ തൈര് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അല്പം തൈര് എടുത്ത് മാറ്റി വെക്കാറുണ്ട് ഫ്യൂച്ചർ യൂസിന്. അതാണ് ഇനോക്കുലം. ഇവിടെ തൈരല്ല, ഇനോക്കുലം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് മൈക്രോബിനെ, ദിസ് ഇനോക്കുലം ഈസ് ദ മൈക്രോബ്സ്, എയറോബിക് ബാക്ടീരിയ ആ മൈക്രോബിനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എങ്കിലല്ലേ ഇവിടെ റിയാക്ഷൻ നടക്കുള്ളൂ. ദാറ്റ് ഈസ് വൈ ഇസ് കോൾഡ് സ്റ്റാർട്ടർ. എന്നിട്ട് എന്താ ചെയ്യുക? ഈ ആദ്യത്തെ ടാങ്കിൽ വെച്ചിട്ട്, ആദ്യത്തെ ടാങ്ക് മീൻസ് സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ആദ്യത്തെ എയറേഷൻ ടാങ്കിൽ വെച്ചിട്ട് ഈ ബാക്ടീരിയയും അതിനകത്തുള്ള ഫംഗസും കൂടെ കൂടിച്ചേർന്ന് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാവും. ആ സിംബയോട്ടിക് അസോസിയേഷൻ നമ്മൾ എന്താ പറയുക? ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ദ എയറോബിക് ബാക്ടീരിയ ആൻഡ് ദ ഫംഗസ് വിച്ച് ഈസ് നോൺ ആസ് ഫ്ലോക്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോക്സ് എന്ന് പറയാം. ഈ ഫ്ലോക്സ് ആണ് ആ സിംബയോട്ടിക് അതാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അലോ ഗ്രോത്ത് ഓഫ് ദ മൈക്രോബ് ഇൻ ടു ഫ്ലോക്സ്. നിങ്ങൾ ആഡ് ചെയ്യുന്നത് എയറോബിക് ബാക്ടീരിയ ആണ്. ആ എയറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? കമ്പൈൻ വിത്ത് ദ ഫംഗൽ കമ്പോണന്റ് ആൻഡ് എ മെഷ് ലൈക്ക് സ്ട്രക്ചർ ഈസ് ഫോം. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലോക്സ്. വാട്ട് ദ ഫ്ലോക്സ് ഡു? വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഫ്ലോക്ക്? ഈ ഫ്ലോക്ക് ആണ്, ദ ഫ്ലോക്സ് വിൽ കൺസ്യൂം ലാർജ് എമൗണ്ട് ഓഫ് ദ ഓർഗാനിക് മാറ്റർ present in the polluted water. ഈ വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ കഴിക്കും, തിന്നു തീർക്കും.
അങ്ങനെ എന്ത് ചെയ്യുന്നു? whenever the BOD become less, what is BOD? Biological or biochemical oxygen demand. അതായത് the amount of oxygen consumed by the organism. അപ്പൊ BOD കുറയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എപ്പോഴാണ് ഡിമാൻഡ് കൂടുക? നിങ്ങളുടെ സപ്ലൈ കുറയുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. whenever the supply is less, demand is more. അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്ത് പോകും. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ചെയ്ത് പോകും. ചിലപ്പം എന്താണ്, നിങ്ങളുടെ സപ്ലൈ കുറയുമ്പം ഡിമാൻഡ് നിങ്ങൾക്ക് കൂടും. അപ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പം പൊല്യൂഷൻ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. സോ BOD ആൻഡ് പൊല്യൂഷൻ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? BOD കുറഞ്ഞു. BOD കുറയാന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഓർഗാനിക് മാറ്റർ കുറെ കഴിച്ചു എന്നാണ് അർത്ഥം. ഓർഗാനിക് മാറ്ററിനെ ഈ ഫ്ലോക്സ് തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പൊല്യൂഷൻ കുറയും. ഒരു നിശ്ചിത സമയത്തെത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഈ BOD കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ വി ആർ ട്രാൻസ്ഫർ ഇൻ ടു അനദർ ടാങ്ക്. നമ്മളിതിനെ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുന്നു. ആ ടാങ്ക് ഒരു സെറ്റിൽമെന്റ് ടാങ്ക് ആണ്. ഈ ടാങ്കിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ ഫ്ലോക്സ് ബാക്ടീരിയ വിത്ത് ഫംഗൽ കമ്പോണന്റ്, അതിനെ നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യും. അതാണ് സെറ്റിൽമെന്റ് ടാങ്ക് എന്ന് പറയുക. ഈ സെറ്റിൽ ചെയ്തതിന് ശേഷം ഉള്ള വെള്ളമില്ലേ, ഈ വാട്ടറിനെ വി ആർ ഫ്ലോസ് ഇൻ ടു ദ റിവർ അഗെയിൻ. എവിടുന്നാണോ നമ്മൾ എടുത്തത് ആ വാട്ടർ ബോഡിയിൽ കഴിഞ്ഞ് വിട്ടേക്കും. അതോടുകൂടെ ശരിക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അത്യാഗ്രഹികളായതുകൊണ്ട് മനുഷ്യൻ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ ചെയ്യും. എന്താ ചെയ്യാന്നറിയോ? ഈ സെറ്റിൽ ചെയ്തിരിക്കുന്ന, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഈ ആക്ടിവേറ്റഡ്, മറ്റേത് പ്രൈമറി സ്ലഡ്ജ് ആണ്, ഇത് സെക്കൻഡറി സ്ലഡ്ജ് ഓർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ അടുത്ത ടാങ്കിലേക്ക് വിടും. ഈ ടാങ്ക് ഒരു എനൈറോബിക് ടാങ്ക് ആണ്. ഇതിന് നമ്മൾ പറയും എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുന്ന ഒരു ടാങ്കിലേക്ക് വിടും. ഈ എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന ടാങ്കിൽ എന്താ പ്രത്യേകത? ദേ ആർ ഓൺലി anaerobic condition. There is no oxygen. You know, flock is an aerobic bacteria. When it reaches the anaerobic condition, it will die. The flocks separate ആയി പോകും. അതിലെ ബാക്ടീരിയ നശിച്ചു പോകും. അങ്ങനെ ആ നശിച്ച ബാക്ടീരിയ ഉണ്ടാവുന്ന ഫ്രം ദ ഡെഡ് ബോഡി ഓഫ് ദ ബാക്ടീരിയ there is a gas is produced by the anaerobic bacteria called methanogen. അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയുന്നത്. It's called biogas. Actually, what is biogas? Biogas is that we can study later. Okay. You can see what is biogas. Biogas is a mixture of different gases, predominantly methane. അതായത് ഒരു കുറെ ഗ്യാസുകളുണ്ട്. എസ്പെഷ്യലി ഏതൊക്കെ ഗ്യാസ് ആണ് നിങ്ങൾക്കറിയാം? It contain methane, it contain carbon dioxide, it contain hydrogen sulfide. ഇതാണ് പ്രധാനപ്പെട്ട മൂന്നെണ്ണം. മീഥെയിൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ്. ബട്ട് predominantly മീഥെയിൻ. ഏകദേശം ഒരു 50-60% മീഥെയിൻ ആണ്. Around 50 to 60% of the biogas is contributed by methane. This is known as the marsh gas. Methane. Predominantly, biogas is a mixture of gases. Predominantly methane produced by methanogen. The bacteria is known as methanogenic bacteria, methane generating bacteria. The raw material is cellulose. Okay. Then you can see certain bacteria which go anaerobic on cellulose material produce large amount of methane along with carbon dioxide, hydrogen sulfide, etc. The major ingredients are methane, carbon dioxide and hydrogen sulfide along with the hydrogen, little nitrogen also. This is, and you can see the diagram. This diagram also important for CBSE exam. This diagram, labeling of the diagram. You can see what are the things you can label here. എന്തൊക്കെ ലേബിൾ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ദ ഡൈജസ്റ്റർ, ദ ടാങ്ക് കോൾഡ് ഡൈജസ്റ്റർ. അത് കഴിഞ്ഞാൽ അതിന് മേലെ നിങ്ങൾക്ക് എന്ത് കാണാം? രണ്ട് സൈഡിൽ എൻ്റെ പ്രൊജക്ഷൻ കാണാം. ഒന്ന്, യു ആർ യൂസിങ് ദ ഡങ് വാട്ടർ. ഡങ് വാട്ടർ യൂസ് ചെയ്യുന്നു. ഡങ് വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇസ് എൻ ഇനോക്കുലം. കാരണം നിങ്ങൾക്ക് എന്ത് വേസ്റ്റ് വേണമെങ്കിലും ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാം. പക്ഷേ അല്പം കൗഡങ് വേണം.
എന്താ കാരണം? മെത്തനോജൻ ഈ ജീവിക്കുന്നത് റൂമിനന്റ് ആനിമലിന്റെ റൂമൻ എന്ന് പറയുന്ന ചേംബറിലാണ്. അതുകൊണ്ട് കൗഡങ് എപ്പോഴും ആവശ്യമാണ്. അതാണ് ഡങ് വാട്ടർ. ഈ അതർ സൈഡ് യു ക്യാൻ സി സ്ലഡ്ജ്, വേസ്റ്റ്. പിന്നെ ഡൈജസ്റ്ററിന്റെ മേളിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഗ്യാസ് ഹോൾഡർ കാണാം, ഗ്യാസ് പൈപ്പ് കാണാം. ഇത്രയുമാണ് ലാബിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഇന്ത്യയിൽ ബയോഗ്യാസ് പ്ലാന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന 2 സ്ഥാപനങ്ങളുണ്ട്. അവരാരൊക്കെ നമുക്കൊന്ന് അറിയണം. ആരൊക്കെയാ അത്? ദ ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ വാസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ് IARI and KVIC. What is IARI? Indian Agricultural Research Institute. Indian Agricultural Research Institute, and other one is KVIC, Khadi and Village Industries Commission. These are the 2 organizations which give lot of effort to develop the biogas plant. Okay, and finally 2 more topics are there to remind. One is about microbes in biocontrol agent and microbes in bio fertilizer. Okay, what is microbes in biocontrol agent? This is also very important. The examples are important here. What is a biocontrol agent or bioinsecticide, biopesticide? Biocontrol agents are the agents or organism which control other organism. Okay, for example, normally chemical fertilizers are, chemical insecticides are very good, but the problem is it creates lot of difficulty in the human and other organism. മറ്റ് പല ജീവികൾക്ക് ദോഷമുണ്ട് അതുകൊണ്ട്. എന്നാൽ ഒരു ജീവിയെ കൊണ്ട് മറ്റു ജീവിയെ കൺട്രോൾ ചെയ്യുന്നതാണ് ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. ഏതൊക്കെ നമ്മൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ യു സ്റ്റഡീഡ് ഇൻ അനദർ ചാപ്റ്റർ, ബാസിലസ് തുറിഞ്ചെനസിസ്, വിച്ച് കൺട്രോൾ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ്. ഓക്കെ, അതേ ബാസിലസ് തുറിഞ്ചെനസിസ് BT കോട്ടൺ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബാസിലസ് തുറിഞ്ചെനസിസ് എന്ന് പറയുന്നത് BT എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ഒരു ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ കൊല്ലുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്, ബാക്ടീരിയയാണ്. ഓക്കെ, സെക്കൻഡ് വൺ ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രൈക്കോഡെർമ ഈസ് എ ഫ്രീ ലിവിംഗ് ഫംഗസ് which is found in the root ecosystem of many plants. If trichoderma is there, root-borne diseases are less. അതായത് ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് പല ചെടികളുടെയും റൂട്ടിൽ കാണുന്ന ഒരു ഫ്രീ ലിവിംഗ് ഫംഗസ് ആണ്. പക്ഷേ ആ ഒരു ട്രൈക്കോഡെർമ ഉള്ള റൂട്ടിന് റൂട്ട് ബോൺ ഡിസീസ് ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്തു ചെയ്യുന്നു, ആ ഒരു കേട്ടറിവ് നമ്മളൊരു എന്താക്കി മാറ്റുകയാണ്, റിസൾട്ടാക്കി മാറ്റുകയാണ്. Nowadays we are using trichoderma to protect root-borne disease, to prevent root-borne disease. Trichoderma is against a certain plant pathogen, root-borne disease. The next one, Bagulo virus. Bagulo virus, which belong to polyhedrovirus, nucleopolyhedrovirus. NPV is come under NPV, nucleopolyhedrovirus is a category. Actually, Bagulo virus are the natural enemy of arthropoda. So it is used to control certain arthropods. But the advantage of this, it is a narrow spectrum, species specific insecticidal application. ഇത് എന്താണ്? നാരോ സ്പെക്ട്രം ആണ്. കുറച്ച് ആൾക്കാരെ മാത്രമേ ആക്രമിക്കുള്ളൂ. അതുപോലെ സ്പീഷീസ് സ്പെസിഫിക് ആണ്. വളരെ സ്പീഷീസ് നോക്കി മാത്രം ആക്രമിക്കുന്ന ഒരു സംഭവമാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ IPM, integrated pest management. So the biocontrol agents are very good candidates for this IPM, that is integrated pest management. And the other two common are ladybird beetle. Ladybird beetle is used to control the aphids, and dragonfly is used to kill mosquito. These are some examples of microbes as biocontrol agents. And next one is about bio fertilizer. Actually, what is a fertilizer? Fertilizer is a substance used to enrich the nutrient quality of the soil. It's a nutrient quality of the soil. It's called fertilizer.
Chemical fertilizer is good, but the problem, it creates some pollution like the soil pollution, water pollution, etc. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ജീവി ഉപയോഗിച്ച് ഈ ന്യൂട്രിയൻ്റ് ക്വാളിറ്റി കൂട്ടിക്കൂടെ? അങ്ങനെ ഒരു ജീവി ഉപയോഗിച്ച് ന്യൂട്രിയൻ്റ് ക്വാളിറ്റി കൂട്ടുന്നതിനെയാണ് ബയോ ഫെർട്ടിലൈസർ. ബയോ ഫെർട്ടിലൈസർ ഈസ് എൻ ഓർഗാനിസം which increase the nutrient quality of the soil. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബയോ ഫെർട്ടിലൈസർ. Actually, bio fertilizers are three types. Which are the three important bio fertilizers? You can see bacteria and fungus and cyanobacteria. The bacteria, there are two types. There's a free living nitrogen fixing bacteria and symbiotic nitrogen fixing bacteria. The example നിങ്ങൾക്ക് അറിയണം. എന്തൊക്കെയാണ്? ബാക്ടീരിയയിൽ ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഒന്ന് ആസോസ്പൈറില്ലവും അസറ്റോബാക്ടറുമാണ്. നോട്ട് അസിറ്റോ, അസറ്റോബാക്ടർ ആൻഡ് ആസോസ്പൈറില്ലം ആർ ദ two examples of free living bacteria that can fix atmospheric nitrogen. And Rhizobium is a symbiotic bacteria which fix atmospheric nitrogen in the presence of the legumes, pea plant, root nodules of the legumes. പയറുചെടിയുടെ റൂട്ട് നൊഡ്യൂളിൽ ജീവിച്ച് അതിൻ്റെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യുന്നു? നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതാണ് റൈസോബിയം. സോ റൈസോബിയം ഈസ് എക്സാമ്പിൾ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അസറ്റോബാക്ടർ ആൻഡ് ആസോസ്പൈറില്ലം ആർ ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ഓക്കെ, ആൻഡ് the next you can see fungus. We already studied that. Fungus like a trichoderma. So fungus is in association with the root of higher plants. പല പ്ലാന്റ്സിൻ്റെയും റൂട്ടിൽ ഫംഗസുകൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു സിംബയോട്ടിക് അസോസിയേഷനെ നമ്മൾ പറയുന്ന പേരാണ് മൈക്കോറൈസ. യു സ്റ്റഡീഡ് ഇൻ ബോട്ടണി ഓൾസോ. മൈക്കോറൈസ ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. എന്തൊക്കെയാണ് ഈ ഒരു ഫംഗസ് കൊണ്ട് ആ റൂട്ടിനുണ്ടാകുന്ന ഗുണങ്ങൾ? വാട്ട് ആർ ദ advantages of the fungal component, that means symbiont to this association mycorrhiza? First, phosphorus uptake from soil. സോയിലിനകത്തുനിന്ന് ഫോസ്ഫറസ് അപ്ടേക്ക് നടക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഓവറോൾ ഡെവലപ്മെന്റ്. മൂന്നാമത്തത്, ഇറ്റ് വിൽ ഹെൽപ്പ് ടു വിത്ത്സ്റ്റാൻഡ് in certain adverse conditions like the drought, salinity, etc. വരൾച്ച, ഉപ്പ് കൂടുക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. Then prevent root-borne disease. Root-borne disease തടയുന്നു. Okay, these are about fungus. Mycorrhiza, you know, mycorrhiza. And a genus called glomus. A genus called glomus can form mycorrhiza. Entomycorrhiza, ectomycorrhiza, these are the two types of mycorrhiza. Among these, the most important one is entomycorrhiza. Then the last one about this chapter is cyanobacteria. You know, blue-green algae, cyanobacteria, examples like Anabina, Oscillatoria, Nostoc, etc. These can fix atmospheric nitrogen. Okay, especially in India, we are using cyanobacteria in paddy fields. നമ്മളെ ഇന്ത്യയിൽ പാഡി ഫീൽഡിലാണ് നമ്മൾ കൂടുതലായിട്ട് സൈനോബാക്ടീരിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അസോള എന്ന് പറയുന്ന ഒരു ഫേണിൽ ഈ അനാബീന പോലുള്ള എന്തിനെ സൈനോബാക്ടീരിയയ്ക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റും. These are the different types of ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇത്രയാണ് സാധാരണയായിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പഠിക്കുന്നത്. അതെ, നമ്മൾ ഇതിനകത്തൊരിത് വന്നു, ഈ ഗംബൂസിയ എന്ന് പറയുന്നത് വന്നു. ശരിയാണ്, ഗംബൂസിയ ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പറയായിട്ടാണ്. ഗംബൂസിയ എന്ന് പറയുന്നത് നമ്മളെ ഗപ്പി എന്ന് പറയുന്ന മീൻ ഒരു ലാർവിവോറസ് ഫിഷാണ്. അത് മൊസ്കിറ്റോ ലാർവയെ കൊല്ലാൻ വേണ്ടിയിട്ട് ബയോ കൺട്രോൾ ഏജന്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയായിട്ടാണ്. Okay, now we can go to the board questions. എന്തൊക്കെയാ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും ഓരോ സ്ഥലത്തും ഞാൻ പറയാറുണ്ട് എവിടെ വരും എന്ന്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ബയോ ഫെർട്ടിലൈസറും ബയോ പെസ്റ്റിസൈഡ്സും എക്സാമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തൊക്കെയാണ് ആ ഒരു 8-9 പോയിന്റുകളുണ്ട്, അത് എന്തായാലും പഠിക്കണം. ഓക്കെ, നൗ cyclosporin A is obtained from. The first question, you know cyclosporin A is obtained from. എന്താണ് cyclosporin? Trichoderma polysporum. The answer is Trichoderma polysporum. Then Swiss cheese with large holes are due to the production of large amount of carbon dioxide by the bacteria named, you know, Propionibacterium shermani. What's the name? Propionibacterium shermani is the name of the bacteria. The bacteria you are familiar. Then question number 3. Clostridium butylicum produce. Clostridium butylicum produce butyric acid. Aspergillus niger produce citric acid. Acetobacter produce acetic acid. Lactobacillus produce lactic acid. Clostridium butylicum produce butyric acid. Next one. Note the relation between first two words and suggest suitable word for fourth place. Acetobacter aceti produce acetic acid. So what the Aspergillus niger produce? Aspergillus niger produce, what is the Aspergillus produce? Aspergillus niger produce citric acid. So the answer is citric acid. Good. Okay, you are responding. Good. Then the next one is masses of bacteria associated with fungal filament to form mesh-like structure in secondary treatment in sewage plant. Okay, which is called the flocks. ആ ബാക്ടീരിയയും ഫംഗസ് തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെ നമ്മൾ ഫ്ലോക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, ഫ്ലോക്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് കോൾഡ് ബ്രുവേഴ്സ് ഈസ്റ്റ്. ഏതിനെയാണ് നമ്മൾ ബ്രുവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്? സാക്രോമൈസസ് സർവീസിയെ അല്ലേ? അത് ബേക്കേഴ്സ് ഈസ്റ്റ് ആയാലും ബ്രുവേഴ്സ് ഈസ്റ്റ് ആയാലും അത് സാക്രോമൈസസ് സർവീസിയാണ്. So Saccharomyces cerevisiae is known as the brewer's yeast in brewery. That means alcohol preparation. Okay, good. You are responding very well. Then the dough, which is used for making dosa and idli, give puffed up appearance. What is the procedure involved here? എന്തുകൊണ്ടാണ് അത് puffed up appearance വരുന്നത്? ആ പ്രോസസ്സിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ഫെർമെന്റേഷൻ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നെയിം ദ ഗ്യാസ് പ്രൊഡ്യൂസ് ഹിയർ. ഏത് ഗ്യാസ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സോ ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫെർമെന്റേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. വെരി ഗുഡ്. ഓക്കെ, give example of the bacteria lives as symbiont in root of leguminous plants. Bacteria live in the symbiont in the root of leguminous plants. You know, rhizobium. Rhizobium is the name. Okay, rhizobium. Microbe responsible for the preparation of dough. Adana yeast. Saccharomyces cerevisiae ആവാം, മറ്റുണ്ട്, വേറൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നതാകുമ്പോൾ നമുക്ക് എന്തെടുക്കാം, അതിൽ മൈക്രോബ് എന്നേ പറയുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസ്റ്റ് എഴുതാം. ഓക്കെ, ദെൻ ബാക്ടീരിയ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. വിച്ച് ബാക്ടീരിയ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്? മെത്തനോജൻ. ഓക്കെ, ഫോർത്ത് വൺ, മൈക്രോബ് ഇൻവോൾവ് ദ പ്രൊഡക്ഷൻ ഓഫ് കേർഡ്. തൈരുണ്ടാക്കുന്നത് ഏത് ബാക്ടീരിയയാണ്? മൈക്രോബാണ്. ദാറ്റ് ഈസ് ലാബ് അല്ലേ? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. സോ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഹിയർ? ബാക്ടീരിയ ലിവ്സ് ഇൻ ദ symbiotic root of leguminous plant is rhizobium. Microbe responsible for the preparation of dough is yeast, Saccharomyces. Bacteria involved in the production of biogas is methanogen. Microbe involved in the production of curd is lactic acid bacteria like lactobacillus. Very good. Then what is BOD? Biological
oxygen demand is based on the amount of oxygen consumed by the aquatic organism. When BOD is more, like this, no? When BOD is more, pollution is also more. That means both are directly proportional. BOD more, the pollution is also more. That is why now during this BOD less, the pollution is less. That is why we are converted into another, transferred into another tank. Okay. BOD. The next one. Name the group of organisms involved in the production of biogas. We already discussed. That is the methanogen. Methanogen is a group of organisms. Is a name of the organism which produce biogas. Methanogen, methane generating. Okay. Mention some useful application of lab. ലാബിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ലാബിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ? ഒന്ന്, ലാബ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കേർഡ് ഫ്രം മിൽക്ക്. അല്ലേ? മിൽക്കിനകത്ത് എന്തുണ്ടാക്കുന്നു? ഒന്നാമത്തത് മിൽക്കിനെ എന്താക്കി മാറ്റുന്നു? ഇസ് കൺവേർട്ടഡ് ഇൻ ടു കേർഡ്. രണ്ടാമത്തത്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ബൈ ഇൻക്രീസിങ് വൈറ്റമിൻ B12. രണ്ടാമത്തത് വൈറ്റമിൻ B12ന്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ആ ക്വാളിറ്റി കൂട്ടും. വൈറ്റമിൻ B12 കൂട്ടും, ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടും ബൈ ഇൻക്രീസിങ് വൈറ്റമിൻ B12, സൈനോകൊബാലാമിൻ. തേർഡ് വൺ, ലാബ് ചെക്ക് ദ പാത്തോജൻസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. മനുഷ്യനിലെ ഇൻഡസ്റ്റൈനിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ഓഫ് പാത്തോജൻസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Okay, so these are the important functions of lab. Then okay, now we are going to wind up the class. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ രണ്ട് ചാപ്റ്ററാണ് എടുത്തത്. ഈ രണ്ട് ചാപ്റ്ററിലും ഉള്ള ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് നിങ്ങൾ എഴുതിയിട്ട് നല്ലൊരു മാർക്ക് വാങ്ങണം ഞാൻ അതിന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ എ ഗുഡ് എക്സാം ടുമാറോ. നാളെ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ബയോളജിയുടെ ഒരു നല്ല എക്സാം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒരു മെസ്സേജ് കൂടെ നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങൾ ആരും ഈ ക്ലാസ്സിന് ലീവ് ചെയ്ത് പോകരുത്. ഇപ്പോൾ അടുത്ത സെക്ഷൻ തുടങ്ങാൻ പോവാണ്. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് സെക്ഷൻ വിൽ സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ CBSE റിവിഷൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. മക്കൾ എന്നെ കാണുന്നു കേൾക്കുന്നു എന്ന് വിചാരിച്ചോട്ടെ. എന്നെ കാണാം കേൾക്കാം എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടൂ. കാണാം കേൾക്കാം എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടൂ. ആരും മെസ്സേജ് ഇടുന്നില്ല. മക്കൾക്ക് എന്നെ കാണാം കേൾക്കാം എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടൂ. ഓക്കെ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാം എന്നെ കേൾക്കാം എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടൂ. ഓക്കെ, ആരും മെസ്സേജ് ഇട്ടില്ല. അതിൻ്റെ അർത്ഥം കാണാൻ കേൾക്കാം എന്നുള്ളതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ക്യാൻ സീ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നമ്മൾ 3 തരം ഡിസീസിനെ കുറിച്ച് പഠിക്കും. 3 തരം ഡിസീസ്. അതായത് ഒന്ന് ജനറ്റിക്കൽ ഡിസോർഡർ, എന്ന് പറയും. ഫസ്റ്റ് വൺ, അതായത് ഇത് ഉണ്ടാവുന്നത്, ഈ അസുഖം ഉണ്ടാകുന്നത് ജനറ്റിക്കലായിട്ടാണ്. ക്രോമസോമിൻ്റെയോ ജീനിൻ്റെയോ തകരാറ് കൊണ്ടായിരിക്കും. ഓക്കെ. സെക്കൻഡ് വൺ ഇൻഫെക്ഷൻസ് പറയും. ദാറ്റ് മേ ബി ഡ്യൂ ടു വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ്, ഹെൽമിന്ത് ഇവരുണ്ടാക്കുന്ന ഡിസീസാണ് ഇൻഫെക്ഷൻസ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന അസുഖങ്ങളാണ്. ഇപ്പോൾ സ്മോക്കിംഗ് കൊണ്ടൊരു അസുഖം വരിക, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഓവറായിട്ട് ആൽക്കഹോളിസം കഴിച്ചിട്ട് വരുന്ന അസുഖം, ലിവർ പ്രോബ്ലം, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. എക്സർസൈസ് ചെയ്യാതെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അത്തരം ഡിസോർഡറാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. ഏതെങ്കിലും ഒരു കോസറ്റീവ് ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ് ഇൻഫെക്ഷൻ. ജനറ്റിക്കലി വരുന്നതാണ് ജനറ്റിക്കൽ ഡിസോർഡർ. അപ്പോൾ നമ്മൾ ഈ 3 ഡിസോർഡേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഏതൊക്കെയാ? ജനറ്റിക്കൽ, ഇൻഫെക്ഷൻസ്, ലൈഫ് സ്റ്റൈൽ. നമുക്കിതിൽ ആദ്യം പഠിക്കേണ്ടത് കോമൺ ഇൻഫെക്ഷൻസ് ഏതൊക്കെയെന്നാണ്. ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് വരാവുന്ന ഇൻഫെക്ഷസ് ഡിസീസ് ഏതൊക്കെയാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു വ്യക്തിയെ ബാധിക്കാവുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെ. ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ പേര് നോക്കാം. ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ്, ഹെൽമിന്ത് ഡിസീസ്, ഫംഗൽ ഡിസീസ്. മക്കൾ ഇതൊന്ന് കണ്ടു നോക്കണം. ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ്, ഹെൽമിന്ത് ഡിസീസ്, ഫംഗൽ ഡിസീസ്. ഇത്രയും ഡിസീസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്ന എന്ത് മക്കൾ പറ. ഇറ്റ് ഈസ് ദ കോമൺ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. കോമൺ ഇൻഫെക്ഷൻസ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ എടുത്തു ബാക്ടീരിയൽ ഡിസീസസ്. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇതൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്തിലെ കോസറ്റീവ് ഓർഗാനിസം പഠിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ സിംറ്റംസും അതെങ്ങനെ പകരുന്നു എന്നുള്ളതും പഠിക്കുക. അത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഡിസീസാണ് ബാക്ടീരിയൽ ഡിസീസ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ടൈഫോയിഡ് എന്ന് പറയും. ടൈഫോയിഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ടൈഫോയിഡ് ആണ്. ഈ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. സാൽമോണല്ല ടൈഫി, ഈ ബാക്ടീരിയ ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. സാൽമോണല്ല ടൈഫി, അത് പഠിക്കണം. ഓക്കെ, സോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സാൽമോണല്ല ടൈഫി. ഇത് ബാധിക്കുന്നത് നിങ്ങളുടെ അലിമെൻ്ററി കനാലിലെ ഇൻഡസ്റ്റൈനെയാണ്. സ്പെഷ്യലി ഇൻഡസ്ട്രീനെ ബാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ, നമുക്ക് ഭയങ്കര ഹെഡേക്ക് വരും. അതോടൊപ്പം തന്നെ 40 ഡിഗ്രി സെൽഷ്യസ് പനിക്കും. 40 ഡിഗ്രി സെൽഷ്യസ് ഭയങ്കര പനി വരും, ഭീകരമായ പനി. ഇത് ചികിത്സിച്ചില്ല എങ്കിൽ വളരെ വഷളായിട്ട് ഇൻഡസ്റ്റൈനിൽ പെർഫോറേഷൻസ് ഉണ്ടാകും, പോർസ് ഉണ്ടാകും. അപ്പോൾ ഈ വ്യക്തി മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്റ്റൈനൽ പെർഫോറേഷൻസ് ഓർ പോർസ് ഇതുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രീറ്റ് ചെയ്തില്ല എങ്കിലാണ് ഞാൻ പറഞ്ഞത്. ട്രീറ്റ് ചെയ്താൽ ഈ അസുഖം മാറും, പക്ഷെ നല്ല റെസ്റ്റും കാര്യങ്ങളും ഒക്കെ വേണം. ഇതാണ്. അപ്പോൾ
ശ്രദ്ധിക്കുക, ഞാൻ ഈ ഐപാഡ് ഒന്ന് തുടച്ചത്. ഓക്കെ, പോസ് വരും. ഇതാണ് ആദ്യത്തെ ഡിസീസ്, ടൈഫോയിഡ്. അപ്പോൾ കോസറ്റീവ് ഓർഗാനിസത്തിൻ്റെ പേര് മറക്കില്ലല്ലോ, സാൽമോണല്ല ടൈഫി. അതിൻ്റെ ഒരു സിംറ്റം ഓർത്ത് വയ്ക്കുക, ഫീവർ 40 ഡിഗ്രി, ഹെഡ് ഏക്ക്. ചികിത്സിച്ചില്ല എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ക്രോണിക് ഇറ്റ് വിൽ കോസ് പോസ് ഇൻ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയിൽ പോസ് ഉണ്ടാക്കും. രണ്ടാമത്തെ അസുഖമാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഈ റിവിഷൻ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ന്യൂമോണിയ ബാധിക്കുന്നത് കേട്ടാൽ തന്നെ അറിയാം, ലങ്സിനെ ബാധിക്കും. ന്യൂമോണിയ ലങ്സിനെയാണ് ബാധിക്കുക. 2 തരം ബാക്ടീരിയ ഉണ്ട് ഇതുണ്ടാക്കാൻ. ഒന്ന് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, ഇതൊരു ബാക്ടീരിയയാണ്. രണ്ടാമത്തെ ബാക്ടീരിയയുടെ പേര് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. ഈ 2 ബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇതിൽ ഏത് വന്നാലും ശരി നമുക്ക് ന്യൂമോണിയ വരും. ഇത് ബാധിക്കുന്ന നിങ്ങളുടെ അൽവിയോളയിലാണ്. അപ്പോൾ അൽവിയോളയ്ക്ക് എന്ത് പറ്റുമെന്നറിയോ? അൽവിയോളെ ബിക്കം ഇൻഫ്ലമേറ്റഡ്. അൽവിയോളെ ഇൻഫ്ലമേറ്റഡ് ആകും, അത് നീര് വയ്ക്കും. ക്ലിയർ ആയോ? ഇതിൻ്റെ കൂടെ തന്നെ ഇയാൾക്ക് ഫീവർ വരും, പനി വരും, കഫിങ് വരും, ചുമ വരും. അതായത് ലോങ് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ അസുഖം കൂടുതൽ കാലം നിൽക്കുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ഇറ്റ് കോസസ് ബ്ലൂയിഷ് കളർ ടു നെയിൽ, നഖങ്ങൾ നീലയാവും. ഫിംഗർ ടിപ്സ് വിരലിൻ്റെ അറ്റവും നഖവും നീല നിറവാവും. അതിൻ്റെ അർത്ഥം അയാൾക്ക് ഓക്സിജൻ കുറവാണെന്നുള്ളതാണ് ബോഡിയിൽ. അതായത് ലങ്സ് ആണല്ലോ ഓക്സിജൻ എടുക്കുക. അപ്പോൾ ലങ്സ് ഓക്സിജൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. നീർക്കെട്ട് വരുവാണ് അൽവിയോളയിൽ. അപ്പം ന്യൂമോണിയയെ പറ്റി ഒന്ന് പറഞ്ഞ്, ഇറ്റ് ഈസ് കോസ്ഡ് ഐദർ ബൈ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ഓർ ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇറ്റ് അഫക്റ്റ് alveoli. Alveoli become inflamed, and in long lasting cases, if it is not treated, it causes bluish color to nail and fingertips. ഇത് ഓർത്തിരിക്കുക. ഈ 2 എണ്ണം ടൈഫോയിഡും ന്യൂമോണിയയും മറക്കരുത്. അടുത്ത ഡിസീസാണ് വൈറൽ ഡിസീസ്. വൈറൽ ഡിസീസിന് എക്സാമ്പിളാണ് കോമൺ കോൾഡ്. ഇതുണ്ടാക്കുന്ന വൈറസിൻ്റെ പേര് റൈനോ വൈറസ് എന്നാണ്. വൈറസിൻ്റെ പേരാണ് റൈനോ വൈറസ്. ഈ റൈനോ വൈറസ് എന്ന് പറഞ്ഞാൽ വൈറസ് അഫക്റ്റ് ചെയ്യുന്നത് നെയ്സൽ പാസേജ് ഫാരിങ്സിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഒന്ന് റൈനൈറ്റിസ്. ഇത് ബാധിച്ചാൽ ഉണ്ടാകുന്ന റൈനൈറ്റിസ്, റണ്ണിങ് നോസ് പറയും. അതേപോലെ ഫീവർ, ചെറിയ പനി വരും, റണ്ണിങ് നോസ്. 2 ഹോസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്ക് കാറൽ, സൗണ്ടൊക്കെ മാറും, തൊണ്ട അടപ്പ് എന്ന് പറയും. ആൻഡ് 3 കഫിങ്, ചുമ വരും. നമ്മൾ സാധാരണ വിളിക്കുന്ന ജലദോഷപ്പനി. ആ ജലദോഷപ്പനിക്ക് വിളിക്കുന്ന പേരാണ് വൈറൽ ഡിസീസിലെ കോമൺ കോൾഡ്. മക്കൾ മറക്കരുത്, റൈനോ വൈറസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. റൈനോ വൈറസ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ വിരലിലൊക്കെ ഇയാളുടെ മ്യൂക്കസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ തൊടുന്നോ അപ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമാണിത്. അപ്പോൾ ഈ പനി ബാധിച്ച ആൾ, ജലദോഷപ്പനി ബാധിച്ച ആൾ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ ആ തൊട്ട സ്ഥലത്ത് നമ്മൾ തൊട്ടാൽ മതി, നമുക്ക് ഈ അസുഖം വരും. അപ്പോൾ വൈറൽ ഡിസീസിന് എക്സാമ്പിൾ ഏതാ? കോമൺ കോൾഡ് കോസ്ഡ് ബൈ റൈനോ വൈറസ്. അടുത്ത നോക്കാം. എനിക്കിങ്ങനെ പറഞ്ഞാൽ പോരാ, നന്നായിട്ട് പറഞ്ഞു തരണം. അടുത്താണ് പ്രോട്ടോസോവൻ ഡിസീസിലെ ഫസ്റ്റ്. അത് മലേറിയ. ഈ മലേറിയ ഉണ്ടാക്കുന്ന ജീവിൻ്റെ പേര് പ്ലാസ്മോഡിയം എന്നാണ്. പ്ലാസ്മോഡിയം. 3 സ്പീഷീസ് പ്ലാസ്മോഡിയം ഉണ്ട്. 3 സ്പീഷീസ്. ഒന്ന് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയും, പ്ലാസ്മോഡിയം വൈവാക്സ്. രണ്ടാമത്തത് പ്ലാസ്മോഡിയം ഫോൾസിപ്പേറം. മൂന്നാമത്തത് പ്ലാസ്മോഡിയം മലേറിയ. അപ്പോൾ ഈ 3 പേരെ ഒന്ന് പരിചയപ്പെട്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫോൾസിപ്പേറം,
പ്ലാസ്മോഡിയം മലേറിയൻ. ഇങ്ങനെ 3 ടൈപ്പ് പ്ലാസ്മോഡിയം ഉണ്ട്. 3 ടൈപ്പ്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ഏതാണെന്ന് ചോദിക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലാസ്മോഡിയം? ഫോൾസിപ്പേറാണ്. ഫോൾസിപ്പേറം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇത് ബാധിക്കുന്ന, ഈ അസുഖം ബാധിക്കുന്ന, ഇറ്റ് വിൽ അഫക്റ്റ് യുവർ RBC ആൻഡ് ലിവർ. 2 ഓർഗനെ ബാധിക്കുക. ലിവറിനെ ബാധിക്കും, RBCയെ ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഒന്ന് പഠിച്ചു നോക്കാം. ഈ ചിത്രം NCERTലെ ചിത്രമാണ്. ഈ ചിത്രം എടുത്തു വയ്ക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക. ഇതിൻ്റെ വെക്റ്റർ ആരാന്ന് ചോദിച്ചാൽ, ഇതിനെ നമ്മുടെ ബോഡിയിൽ എത്തിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മോസ്കിറ്റോ ആണ്. കൊതുക് കടിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത് ആ മോസ്കിറ്റോ. ഇതാ ഇവിടെ കാണിച്ചു തരാം. മോസ്കിറ്റോ ഒരാളെ ബൈറ്റ് ചെയ്തു. ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ആ ഫോമിൻ്റെ പേര്, പാരസൈറ്റിൻ്റെ ഫോമിൻ്റെ പേര്, അത് വരുന്നൊരു രീതി ഉണ്ടല്ലോ, ആ ഫോമിൻ്റെ പേരാണ് സ്പോറോസോവൈറ്റ്. സ്പോറോസോവൈറ്റ് എന്ന് പറയും. ഇതെന്ത് ചെയ്യും? ബ്ലഡിൽ കൂടി ലിവറിലെത്തും. ഇത് ലിവറാണ്. ലിവറിലെത്തിയിട്ട് ലിവറിൽ വെച്ചത് മൾട്ടിപ്ലൈ ചെയ്യും. കണ്ടോ? പാരസൈറ്റ് റീപ്രൊഡ്യൂസസ് അസെക്ഷുവലി ഇൻ ലിവർ സെൽസ്. അപ്പോൾ സ്പോറോസോവൈറ്റ് നേരെ ലിവറിലെത്തി ബ്ലഡിലൂടെ, എന്നിട്ട് ലിവറിൽ വെച്ചിട്ട് അസെക്ഷുവലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് രണ്ടാമത് അത് നേരെ RBCയിലേക്ക് കിടക്കും. RBCയിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സെക്കൻഡ് റൗണ്ട് മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ RBCയിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? RBC ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു കെമിക്കൽ പുറത്തു വരിക. കെമിക്കലിൻ്റെ പേരാ ഹീമോസോയിൻ എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ചില്ലിങ് ഉണ്ടാക്കും. നിങ്ങൾ വിറയ്ക്കും കിടന്നിട്ട്. ഈ അസുഖം വരുമ്പോൾ പ്രധാന പ്രശ്നം അതാണ്, ചില്ലിങ് വരും. എവരി 48 hours 48 മണിക്കൂർ കൂടുമ്പോൾ ഇയാളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണക്കാരൻ ഈ ഹീമോസോയിനാണ്. അടുത്തതായിട്ട് ഈ RBCക്കുള്ളിൽ വരുന്ന സെക്ഷുവൽ സ്റ്റേജിലേക്ക് വരും. RBCക്കുള്ളിൽ സെക്ഷുവൽ സ്റ്റേജിലേക്ക് വരും. ആ സ്റ്റേജിൻ്റെ പേരാ ഗമിറ്റോസൈറ്റ് എന്ന് പറയും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗമിറ്റോസൈറ്റ്. കണ്ടോ? മെയിൽ ഗമിറ്റോസൈറ്റും ഫീമെയിൽ ഗമിറ്റോസൈറ്റും RBCക്കകത്ത്. എന്നിട്ട് വീണ്ടും ഈ മലമ്പനി ബാധിച്ച വ്യക്തിയെ, മലേറിയ ബാധിച്ച വ്യക്തിയെ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യും. കണ്ടോ? മോസ്കിറ്റോ ബൈറ്റ് ചെയ്തു. ഇപ്പോൾ ഈ പാരസൈറ്റ്, ഈ ഗമിറ്റോസൈറ്റ് മോസ്കിറ്റോയുടെ ബോഡിയിലെത്തി. എന്നിട്ട് മോസ്കിറ്റോയുടെ ഗട്ടിൽ വെച്ചിട്ട്, അലിമെൻ്ററി കനാലിൽ വെച്ചിട്ട് അത് ഫെർട്ടിലൈസ് ചെയ്യും. ഈ ഗമിറ്റോസൈറ്റ് ഫെർട്ടിലൈസ് ചെയ്യും. അപ്പോൾ വീണ്ടും സ്പോറോസോവൈറ്റ് ഉണ്ടാവും. ഈ സ്പോറോസോവൈറ്റ് ഇയാളുടെ സലൈവറി ഗ്ലാൻഡ് എത്തും മോസ്കിറ്റോയുടെ. വീണ്ടും അയാൾ വേറൊരാളെ കടിക്കും. കടിക്കുമ്പോൾ സ്പോറോസോവൈറ്റ് ആ വ്യക്തിയിലേക്ക് എത്തും. ഇനി എൻ്റെ കൂടെ പറ. ഇറ്റ് ദെൻ ഗോസ് ടു ലിവർ. ലിവറിലെത്തി. ഇൻ ലിവർ ഇറ്റ് എക്സിബിറ്റ് asexual multiplication. After asexual multiplication, it affects RBC and again multiplies. അപ്പോൾ ഒരു കെമിക്കൽ വരും. ദാറ്റ് കെമിക്കൽ ഈസ് കോൾഡ് ഹീമോസോയിൻ. ഇറ്റ് പ്രൊഡ്യൂസസ് ചില്ലിംഗ്. After multiplication, this inside the RBC, this sporozoite forms 2 stages, male gametocyte and female gametocyte. Then again enters into mosquito. Inside the gut of mosquito, fertilization takes place and sporozoite forms. കണ്ടോ? ഇതാണ് ലൈഫ് സൈക്കിൾ. ഞാൻ അങ്ങോട്ട് ചോദിക്കാം, മൊസ്കിറ്റോയിൽ ഏതൊക്കെ സ്റ്റേജാണ് ഉള്ളത്? ഗമിറ്റോസൈറ്റ് മൊസ്കിറ്റോയിലെത്തി, ഫെർട്ടിലൈസ് ചെയ്തു. ഇറ്റ് ഫെർട്ടിലൈസസ് ആൻഡ് പ്രൊഡ്യൂസസ് സ്പോറോസോവൈറ്റ്. വാട്ട് ആർ ദി സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ബോഡി? സ്പോറോസോവൈറ്റ് enters and sporozoite goes to liver, multiplies in liver asexually, then goes to RBC, again multiplies. Then inside RBC, when it multiplies, RBC will break and hemosoin will liberate. It produces chilling. Then inside the RBC, it forms 2 sexual stage, male gametocyte, female gametocyte. So ഇവിടെ 2 host ഉണ്ട്. ഒരു ഹോസ്റ്റ് മോസ്കിറ്റോ, ഒരു ഹോസ്റ്റ് മാൻ, ഹ്യൂമൻ. ഇത് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻട്രി എന്ന് പറയും. ഇതുണ്ടാക്കുന്നത് ഒരു അമീബയാണ്, ഒരു പ്രോട്ടോസോവനാണ്. അമീബയുടെ പേര് എൻറ്റമീബ
ഹിസ്റ്റോലിറ്റിക്ക എന്ന് വിളിക്കും, ഓർ ഹിസ്റ്റോലൈറ്റിക്ക. എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക, ഇതാണ് അതിൻ്റെ പേര്. ഇറ്റ് അഫക്റ്റ് യുവർ കോളൻ. കോളൻ എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ കോളനെ അഫക്റ്റ് ചെയ്യും. അഫക്റ്റ് ചെയ്തിട്ട് അവിടുത്തെ മ്യൂക്കസ് ഇങ്ങനെ തിന്നും. നിങ്ങൾ അതൊന്നും പറയണ്ട, എക്സാമിന് അതൊന്നും പറയണ്ട. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇറ്റ് അഫക്റ്റ് ദ കോളൻ ആൻഡ് പ്രൊഡ്യൂസസ് ക്രാംസ്. ഈ നമ്മുടെ അടിവയറ്റിൽ ഭയങ്കര വേദന വരും. സ്റ്റൂൾ, ഡയലൂട്ട് സ്റ്റൂള് വരും, പ്ലസ് മ്യൂക്കസ് പ്ലസ് ബ്ലഡ് സ്മിയർ. അതായത് ഇയാളുടെ ഫീക്കസിൽ മ്യൂക്കസ് ഉണ്ടായിരിക്കും, ബ്ലഡ് സ്മിയർ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇയാളുടെ ഫീക്കസ് പുറത്തു പോകുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഇത്ര ഓർത്തിരിക്കാം. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക അമീബിയാസിസ്. ഇയാൾ നമ്മുടെ ബോഡി വരുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ കൂടി, അതുപോലെ വാട്ടർ, വെള്ളത്തിൽ കൂടി നമ്മുടെ ബോഡി വരും. കണ്ടാമിനേറ്റഡ് മീൻസ് അഫക്റ്റഡ്. അടുത്തത് നോക്കിക്കേ, ഫംഗൽ ഡിസീസ്. ഈ ഫംഗൽ ഡിസീസിന് വിളിക്കുന്ന പേരാണ് റിംഗ് വേം ഡിസീസ് എന്ന് വിളിക്കും. ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമ്മൾ തോന്നും എന്തോ ഒരു വേം ആണെന്ന് തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് വേം, ഇറ്റ് ഈസ് റിംഗ് വേം എന്ന് അറിയപ്പെടുകയാണ്. ഇത് 3 ജീനസ് ഉണ്ട് ഫംഗസ്, 3 ജനറ. ആദ്യത്തേത് മൈക്രോസ്പോറം, രണ്ടാമത്തേത് എപ്പിഡെർമോഫൈറ്റോൺ, മൂന്നാമത്തേത് ട്രൈക്കോഫൈറ്റോൺ. ഈ 3 ജനറ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ, ട്രൈക്കോഫൈറ്റോൺ, ഈ 3 ജീനസിൽപ്പെട്ട ഫംഗസ് ആണ് റിംഗ് വേം ഡിസീസ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, റിംഗ് വേം ഡിസീസ് ഈസ് കോസ്ഡ് ബൈ 3 ജനറ ഫഞ്ചൈ, നെയിം ദം എന്ന് ചോദിക്കും. അപ്പോൾ മക്കൾ പറയണം മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ, ട്രൈക്കോഫൈറ്റോൺ. ഈ 3 പേരായിരിക്കും. ഇവരുണ്ടാക്കുന്നത് സാധാരണ റിംഗ് വേം എന്ന് പറഞ്ഞ അസുഖം ഇത് ബാധിക്കുന്ന സ്കിന്നിനെയാണ്, നമ്മുടെ തൊലിയാണ് ബാധിക്കുക. എസ്പെഷ്യലി നെയിൽ ക്ലഫ്റ്റ്, അതേപോലെ നമ്മുടെ ഈ ആംപിറ്റ്, ഈ ഭാഗത്തൊക്കെ, ആംപിറ്റ് നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം, ഒരു ഇൻ ബിറ്റ്വീൻ ഫിംഗേഴ്സ്. ഗ്രോയിൻ റീജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടേൻ്റെ ഇടയ്ക്കുള്ള ഭാഗം. ഗ്രോയിൻ റീജൻ, ബിറ്റ്വീൻ ഫിംഗേഴ്സ്, ആംപിറ്റ്, നെയിൽ ക്ലെഫ്റ്റ് എക്സെട്ര ഇവിടെ ബാധിക്കും. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ സിവിയർ ഇൻറ്റൻസ് ഇച്ചിങ് ആണ്. ഭയങ്കരമായിട്ട് ചൊറിയും, ഇൻറ്റൻസ് ഇച്ചിങ്. അതുപോലെ അവിടുന്ന് ഫ്ലൂയിഡ് ഊസിങ്, അത് ചൊറിഞ്ഞ് അവിടുന്ന് ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കോമ്പ് ഷെയർ ചെയ്യുമ്പോൾ, ഈ മുടി ചെയ്യുന്ന ചീർപ്പില്ലേ, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ താരൻ എന്നൊക്കെ പറയുന്നത് ഈ ഇവരുണ്ടാക്കുന്ന അസുഖമാണ്. അതേപോലെ ഈ ടവല് ഷെയർ ചെയ്യുമ്പോൾ, തോർത്തുന്ന ടവലൊക്കെ ഇല്ലേ, ഡ്രസ്സ്, ഇതൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. ക്ലിയർ അല്ലേ? ഇത് ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുക. ഇതിന് വരാവുന്ന ചോദ്യങ്ങൾ ഈ 3 ജനറയുടെ പേര് ചോദിക്കാം, അതിൻ്റെ സിംറ്റം ചോദിക്കാം, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ചോദിക്കാം. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ എഴുതാൻ പോവാണ്, ഹെൽമിന്ത് ഡിസീസസ്. നമുക്ക് 2 എണ്ണം പഠിക്കാനുണ്ട്. ഒരു ഡിസീസ് അസ്കാരിയാസിസ് എന്ന് വിളിക്കും. ഈ ഡിസീസ് ഉണ്ടാക്കുന്നത് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. ഇത് വരുന്നത് ആഷൽമിന്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. ആ ഫൈലം മക്കൾ കേട്ടിട്ടുണ്ട്, ആഷൽമിന്ത്. ഈ ഫൈലത്തിലാണ് ഇത് വരുന്നത്, ആഷൽമിന്ത്. അപ്പോൾ ആഷൽമിന്ത് ഫൈലത്തിൽ വരുന്ന അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്, ഇറ്റ് വിൽ അഫക്റ്റ് ദ ഇൻറ്റസ്റ്റൈനെ അഫക്റ്റ് ചെയ്യും. നമുക്ക് സാധാരണ ഇത് ഉണ്ടാക്കുന്ന മസിൽ പെയിൻ ഉണ്ടാക്കും, ഒരു അബ്ഡോമിനൽ പെയിൻ,
വയറിൽ വേദന, ഫീവർ എക്സെട്ര ഇതൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ബോഡിയിൽ എത്തുന്നത് കണ്ടാമിനേറ്റഡ് വെജിറ്റബിൾസ്. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങൂലേ, അതിൽ ഈ കണ്ടാമിനേറ്റഡ് വെജിറ്റബിൾസ് ഉണ്ട്. ഇതിൻ്റെ ലാർവയുള്ള വെജിറ്റബിൾസ് ഉണ്ട്, നന്നായി കഴുകി ഉപയോഗിക്കാത്ത വെജിറ്റബിൾസ്. അതുപോലെ തന്നെ വാട്ടർ, വെള്ളത്തിൽ കൂടി നമ്മുടെ ബോഡി വരാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അസ്കാരിയാസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ കോസറ്റീവ് ഓർഗാനിസം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. മുഴുവൻ പേര് എഴുതണം, അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്. അത് ആഷ്മിൻ്റെ പാരസൈറ്റാണ്. അത് അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻ ഇൻഡസ്ട്രീൻ. അതെങ്ങനെ നമ്മുടെ ബോഡി വരാം? വെജിറ്റബിൾസ് ആൻഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് വെജിറ്റബിൾസ് ആൻഡ് വാട്ടർ. അടുത്ത രണ്ടാമത്തെ നോക്കൂ, സെക്കൻഡ് വൺ, ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസ് ഇത് ഉണ്ടാക്കുന്നത് ഒരു ആഷ്മിൻ്റെ പാരസൈറ്റ്. അവൻ്റെ പേര് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് വിളിക്കും. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി അതാണ് ഈ ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം. ഓക്കെ, ഈ വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയുടെ പ്രത്യേകത ഇറ്റ് വിൽ അഫക്റ്റ് വുച്ചറേറിയ മലായി എന്ന് പറഞ്ഞൊരെണ്ണം കൂടി നമ്മുടെ NCERT പറയുന്നുണ്ട്. മലായി, വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ഉണ്ട്, വുച്ചറേറിയ മലായി ഉണ്ട്. ഇത് അഫക്റ്റ് ചെയ്യുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ ആയിരിക്കും. ഇറ്റ് അഫക്റ്റ് ലിംഫ് ഓർ ലിംഫാറ്റിക് സിസ്റ്റം. എന്നിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീര് വയ്ക്കും, ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി ഇത് വരുന്ന ലെഗിലാവാം, ഹാൻഡിലാവാം, ഗൊണാഡിലാവാം. ഈ 3 സ്ഥലത്ത് ഇത് വരാം. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത പറയൂ? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ഓർ വുച്ചറേറിയ മലായി. ഇറ്റ് അഫക്ട് ദ ലിംഫാറ്റിക് സിസ്റ്റം ആൻഡ് കോസസ് ഇൻഫ്ലമേഷൻ. ഇറ്റ് വിൽ അഫക്റ്റ് യുവർ ലെഗ്, ഹാൻഡ്, ഗൊണാഡ്. ഇതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം, ദാറ്റ് മീൻസ് ഇത് നമുക്ക് കൊണ്ട് തരുന്നത്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന വെക്ടർ, അത് മോസ്കിറ്റോ ആയിരിക്കും. മോസ്കിറ്റോ, ദ വെക്ടർ ഈസ് മോസ്കിറ്റോ. ഇപ്പം ഞാൻ പഠിപ്പിച്ച അത്രയും ഡിസീസ് മക്കൾ ഇവിടെ കേൾക്കുക. ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ടൈഫോയിഡ്, ന്യൂമോണിയ. വൈറൽ ഡിസീസ്, റൈനോ വൈറസ് ഉണ്ടാക്കുന്ന കോമൺ കോൾഡ്. പ്രോട്ടോസോൺ ഡിസീസ്, ഒന്ന് മലേറിയ, ഒന്ന് അമീബിയാസിസ്. ഹെൽമിന്ത് ഡിസീസ്, അസ്കാരിയാസിസ്, ഫൈലേറിയാസിസ്. ഞാൻ എൻ്റെ പേരിവിടെ എഴുതാൻ വിട്ടുപോയി, എൻ്റെ പേരൊന്ന് എഴുതാം. ദിസ് ഡിസീസ്, ഫൈലേറിയാസിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അസ്കാരിയാസിസ് ആൻഡ് ഫൈലേറിയാസിസ്. പിന്നെ അടുത്തത് ഫംഗൽ ഡിസീസ്. 3 ജനേറ, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെമോഫൈറ്റോൺ. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ CBSE എക്സാമിന് ഇതിലേതെങ്കിലും 2 ഡിസീസ് ചോദിക്കാം, എനി 2 ഡിസീസ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണം, ഇതൊന്ന് പഠിച്ചു വെക്കണം. ഉറപ്പായിട്ട് പഠിക്കുമല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് വൺ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഈ അസുഖം വരുമ്പോൾ നമുക്ക് ബോഡിയിൽ അസുഖം വരുന്നു, നമ്മൾ ചികിത്സിക്കുന്നു. പക്ഷെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് ഒത്തിരി മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബോഡിയിലേക്ക് ഒരു അസുഖം വരാതിരിക്കാൻ നമുക്കൊരു സംഭവമുണ്ട്. അതിൻ്റെ പേരാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇമ്മ്യൂണിറ്റി. എന്താ ഇമ്മ്യൂണിറ്റി? അതൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, റെസിസ്റ്റൻസ് പവർ ഓഫ് ബോഡി അഗൈൻസ്റ്റ് ഡിസീസസ്. റെസിസ്റ്റൻസ് പവർ ഓഫ് ബോഡി അഗൈൻസ്റ്റ് ഡിസീസസ്. നമ്മുടെ ബോഡിക്ക് ഡിസീസിനെതിരെ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് പവറിനെ വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇപ്പോൾ എൻ്റെ ബോഡിയിലേക്ക് ഒരു അസുഖം വരുന്നു, സ്വാഭാവികമായിട്ട് എൻ്റെ ബോഡി അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതാണ് ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ഇതെവിടെ നോക്ക്, ഇമ്മ്യൂണിറ്റി ഞാൻ 2ആക്കി. ഇമ്മ്യൂണിറ്റി ഒന്ന് ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി, രണ്ടാമത്തത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം, അതൊരു ചോദ്യമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പവറാണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറയും. ഒന്നുമില്ല. ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ്, നമുക്ക് ജന്മനാ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. സോ ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ബൈ ബർത്ത്.
ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി. അക്വേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് ആഫ്റ്റർ ദി എക്സ്പോഷർ ഓഫ് എ ഡിസീസ്. ഒരു അസുഖം വന്നതിന് ശേഷം, ഇപ്പോൾ ഒരു അടി കിട്ടി, നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടി കിട്ടുമോ എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ബ്ലോക്ക് ചെയ്യും. വൺസ് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് അടി കിട്ടാൻ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതേപോലെ ഒരിക്കലും ഒരു അസുഖം വന്നിട്ട് പിന്നെ വരാതെ നോക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ജന്മനാ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. വൺ ഈസ് ബൈ ബർത്ത്, ദ അതർ ഈസ് ദ ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് ആഫ്റ്റർ ദി എക്സ്പോഷർ ഓഫ് എ ഡിസീസ്, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി 4 ബാരിയർ ഉണ്ട്. മക്കൾക്ക് അറിയാം. എന്നോടൊന്ന് പറയോ, വാട്ട് ആർ ദി 4 ബാരിയേഴ്സ്? 1 physical barrier, 2 physiological barrier, 3 cellular barrier, and 4 cytokine barrier. ആരും പ്രതികരിക്കുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഈ 4 ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ചോദിക്കാം. അപ്പോൾ വാട്ട് ആർ ദി 4 ടൈപ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? പേരെഴുതാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ പേരെഴുതാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കൾ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. നമുക്കിതിൽ ഓരോന്ന് എടുക്കാം. ആദ്യമായിട്ട് ഫിസിക്കൽ ബാരിയർ എടുക്കാം. ഫിസിക്കൽ ഏതൊക്കെയാണ് മക്കളെ ഫിസിക്കൽ എന്ന് പറയുന്നത്? നിങ്ങളുടെ ബോഡിയിലെ നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ തൊലി ഒരു ഫിസിക്കൽ ബാരിയറാണ്. രണ്ടാമത്തേത് നിങ്ങളുടെ എപ്പിത്തീലിയം, ശരീരത്തിനകത്തുള്ള തൊലികളെല്ലാം. ഇപ്പം വായ്ക്കകത്തൊരു തൊലിയുണ്ട്, അതുപോലെ ഏതൊരു ഓർഗൻ എടുത്താൽ അതിൻ്റെ ചുറ്റും ഒരു തൊലിയുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള എപ്പിത്തീലിയം. അതേപോലെ മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ ബോഡിയിലുള്ള മ്യൂക്കസ് ലൈൻ. ഇപ്പം നോസിനകത്ത് മ്യൂക്കസ് ഉണ്ട്, വായ്ക്കകത്ത് മ്യൂക്കസ് ഉണ്ട്, യൂറിനോ ജെനറ്റൽ ഡക്റ്റിൽ മ്യൂക്കസ് ഉണ്ട്. ഇതൊക്കെ ഫിസിക്കൽ ബാരിയറാണ്. ഓക്കെ, രണ്ടാമത്തേത് ഇതൊന്ന്. രണ്ടാമത്തേത് ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയും. ഫിസിയോളജിക്കൽ എന്തൊക്കെയാണ് മക്കളൊന്ന് പറഞ്ഞ് അറിയാവുന്ന നോക്കട്ടെ. ഫിസിയോളജിക്കൽ ബാക്ടീരിയൽ എക്സാമ്പിളാണ് നിങ്ങളുടെ ടിയർ. അതിൽ ലൈസോസൈം ഉണ്ട്. അതേപോലെ നിങ്ങളുടെ ഈ സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ജ്യൂസ്, അതിൽ HCl ഉണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രോങ് എൻസൈംസ് ഉണ്ട്. ഇവരൊക്കെ വരുന്നതാണ് ഫിസിയോളജിക്കൽ ബാരിയർ. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഫുഡിലൊരു ബാക്ടീരിയം ഉണ്ടെങ്കിൽ ഈ HCl വീഴുമ്പോൾ അതങ്ങ് ചത്തു, അല്ലെങ്കിൽ എൻസൈംസ് അതിനെ ഡൈജസ്റ്റ് ചെയ്യും. കണ്ണുനീരിലേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒരു ബാക്ടീരിയ പോയി കഴിയുകയാണെങ്കിൽ അതിനെ ടിയർ കൊന്നുകളയും. ഇതൊക്കെ ഫിസിയോളജിക്കൽ ബാരിയറാണ്. ഇനി അടുത്തത്, ഇപ്പം ഇത് എഴുതുന്ന സമയത്ത് ഏതെങ്കിലും 2 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കാം. അപ്പോൾ ഫിസിക്കൽ ബാരിയറിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ 2 എക്സാമ്പിൾ എഴുതാൻ പറയും. ഫിസിയോളജിക്കൽ ബാക്ടീരിയന് 2 എക്സാമ്പിൾ എഴുതാൻ പറയും. ഒരു സലൈവ, ഇവിടെ സലൈവ വന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. സലൈവ ഏതെങ്കിലും 2 എഴുതാൻ പറയും. അടുത്തത് മക്കൾ നോക്കൂ, മൂന്നാമത്തേത് സെല്ലുലാർ ബാരിയർ. സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അവർക്ക് എക്സാമ്പിളാണ് നമ്മുടെ ബോഡിയിലെ WBC, എസ്പെഷ്യലി മാക്രോഫേജ് എന്ന് പറഞ്ഞ WBC ഉണ്ട്. WBCയിലെ മാക്രോഫേജ്, ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയാം. ദേ ക്യാൻ എക്സിബിറ്റ് ഫാഗോസൈറ്റോസിസ്. ഇപ്പം നമ്മുടെ ബ്ലഡിലേക്കൊക്കെ ഒരു ജേം കടന്നു വന്നാൽ അവരെ പിടിച്ച് ഫാഗോസൈറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ടിഷ്യൂലേക്ക് ഒരു ജേം കടന്നു വന്നാൽ, മൈക്രോബ് വന്നാൽ അവനെ ഫാഗോസൈറ്റ് ചെയ്യും. അങ്ങനെ ഫാഗോസൈറ്റ് ചെയ്യുന്നവരാണ് മാക്രോഫേജസ്. 2 PMNL എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. അതിൻ്റെ മുഴുവൻ പേര് പോളി മോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ് എന്ന് പറയും. ഇതും ഒരു WBC ആണ്. ഇവനും ഫാഗോസൈറ്റിക് എബിലിറ്റി ഉണ്ട്. അതേപോലെ NK സെൽ എന്ന് പറയും. NK സെൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയും. അപ്പോൾ ഇവന്മാരൊക്കെ സെല്ലുലാർ ബാരിയേഴ്സാണ്. ഒന്ന് ആലോചിച്ച് നമ്മുടെ ബോഡീൻ്റെ പ്രത്യേകത. ഫിസിക്കൽ ബാരിയർ ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയർ ഉണ്ട്, സെല്ലുലാർ ബാരിയർ ഉണ്ട്. ഇനി 4ാമത്തെ നോക്കുക, 4th വൺ, ലാസ്റ്റ് വൺ. ഏതെന്നറിയോ? സൈറ്റോകൈൻ ബാരിയർ. ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം, നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. സൈറ്റോകൈൻ ബാരിയർ ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ ബോഡിയിലൊരു വൈറസ് സെല്ലിൽ കയറുകയാണെങ്കിൽ
നമ്മുടെ സെല്ലിലേക്ക് ഒരു വൈറസ് കയറുകയാണെങ്കിൽ ഈ സെൽ ഒരു കെമിക്കൽ ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഒരു സെല്ലിലേക്ക് ഒരു വൈറസ് കയറി, അപ്പോൾ എൻ്റെ സെൽ ഒരു കെമിക്കൽ ഉണ്ടാക്കും. ആ കെമിക്കലിൻ്റെ പേരാണ് ഇൻ്റർഫെറോൺ എന്ന് പറയും. ഇതൊരു സൈറ്റോകൈനാണ്, ഇൻ്റർഫെറോൺ. ഇൻ്റർഫെറോൺ എന്ത് ചെയ്യുന്നറിയോ? ആ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യും. ആ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആ വൈറസിന് ബാക്കി സെല്ലിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. സൈറ്റോകൈൻ ബാരിയർ പറ. വെൻ എ വൈറസ് അഫക്റ്റ് എ സെൽ, then the cell produces interferon. This interferon prevents the multiplication of the virus. Thus it cannot affect other cells. ബാക്കി സെല്ലിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി മെഷേഴ്സ്: ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഇത് നിർബന്ധമായിട്ട് പഠിക്കാം. 4 ബാരിയർ. അടുത്തായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എടുക്കാം. എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് എ ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് ആഫ്റ്റർ ദി എക്സ്പോഷർ ഓഫ് എ ഡിസീസ്. ഒരു അസുഖം വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് ആഫ്റ്റർ ദി എക്സ്പോഷർ ഓഫ് എ ഡിസീസ്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു, ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടിക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ 2 ആക്കിയിട്ടുണ്ട് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഒന്ന് ഹ്യൂമോറൽ ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, രണ്ടാമത്തെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അതിൽ ഇത് മാത്രമാണ് NCERTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ പേര് ചോദിക്കും. അതായത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കും. വാട്ട് ആർ ദി 2 types ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ, അല്ല മെൻഷൻ അബൌട്ട് 2 types ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ മക്കൾ പറഞ്ഞു കൊടുക്കണം ഹ്യൂമോറൽ ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ഏതാ പഠിക്കേണ്ടത്? ഈ ഹ്യൂമോറൽ ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പഠിക്കാം. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ 2 തരം WBC അറിഞ്ഞിരിക്കണം. സോ ഫോർ ദി മെയിൻ്റനൻസ് ഓഫ്, ശ്രദ്ധിക്കാം, ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി യു നീഡ് 2 types ഓഫ് WBC. ഓക്കെ, അതിലൊന്നിൻ്റെ പേരാണ് ബി സെൽ, ബി സെൽസ്. രണ്ടാമത്തിൻ്റെ പേരാണ് ടി സെൽസ്. ഇവർ 2 പേരും ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇവരുണ്ടാകുന്നത് മെയിൻലി ഫ്രം ബോൺ മാരോ ആണ്. ബോൺ മാരോ. ക്ലിയർ അല്ലേ? സോ ദേ ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ബോൺ മാരോ. ഇവൻ മെച്ചുർ ആകുന്നത്, ടി ലിംഫോസൈറ്റ് മെച്ചുർ ആകുന്നത്, ഉണ്ടായത് ബോൺ മാരോയിലാണ്, മെച്ചുർ ആകുന്നത് തൈമസിലാണ്. അതാണ് ടി എന്ന് വിളിച്ചത്. അപ്പോൾ 2 പേരും ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? ബോൺ മാരോ ആണ്. പക്ഷെ ടി സെല്ല് മാത്രം മെച്ചുർ ആകുന്നത് എവിടെയാണ് മക്കളെ? തൈമസിലാണ്. ഓക്കെ അല്ലേ? തൈമസിലാണ്. അപ്പോൾ വിച്ച് ആർ ദി 2 types ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ ഹ്യൂമോറൽ ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ്? ബി സെൽ, ടി സെൽ. ബോത്ത് ആർ കോൾഡ് ലിംഫോസൈറ്റ്സ്, WBC. ബോത്ത് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ബോൺ മാരോ, ബട്ട് T cells are maturing in thymus. ഇത് അറിഞ്ഞിരിക്കണം. ഇനി ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്, കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ബോഡിയിൽ ഒരു വൈറസോ ബാക്ടീരിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നാൽ ആ വന്ന ഫോറിൻ പാർട്ടിക്കിളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻ. ആൻറ്റിജൻ എന്ന് വിളിക്കും. ഈ ആൻറ്റിജൻ വിളിക്കുന്ന ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആകാം, അല്ലെങ്കിൽ ഒരു വൈറസ് ആവാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആരും ആയിക്കോട്ടെ. ആരാണോ നിങ്ങളുടെ ബോഡി വരുന്നത് അവനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻ. ആൻറ്റിജൻ നമുക്ക് അസുഖം ഉണ്ടാക്കും. ഈ ആൻറ്റിജനെതിരെ പ്രതികരിക്കുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഹ്യൂമോറൽ ഒരു ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അതെങ്ങനെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. വെൻ അൻ ആൻറ്റിജൻ കംസ് ഇൻ ബോഡി, ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, മെമ്മറി കൊണ്ടുവരാം. വെൻ അൻ ആൻറ്റിജൻ കംസ് ഇൻ ബോഡി, ഒരു ആൻറ്റിജൻ നിങ്ങളുടെ ബോഡി വന്നാൽ then T cells become active. ഈ T cells ആക്റ്റീവ് ആകും. T cells എന്ത് ചെയ്യും? നമ്മുടെ B സെൽസിന് മെസ്സേജ് കൊടുക്കും. അപ്പോൾ B സെൽ എന്ത് ചെയ്യുന്നറിയോ? ദേ പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. ആൻറ്റിബോഡി ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡി ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. കണ്ടോ? ഒരു ഫ്ലോ ചാർട്ട് കണ്ടോ?
നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നല്ല മാർക്ക് കിട്ടും. സംഗതി ഇത്രയേ ഉള്ളൂ. ഹൗ ഈസ് എ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ഓർ സെൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് ആക്ടിങ്. ഓക്കെ, അവിടെ 2 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം ഇതാണ്, ഫോർ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി വിച്ച് സെൽസ് ആർ നീഡഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കണം, ബി സെല്ല് വേണം, ടി സെല്ല് വേണം, ബോത്ത് ആർ ലിംഫോസൈറ്റ്സ്. അവരെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ബോത്ത് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ബോൺ മാരോ, ബട്ട് ടി സെൽസ് ആർ മെച്ചുറിങ് ഇൻ തൈമസ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? Okay, I will use English only, no problem, but some students are from Malayalam medium, I think. What about you? You need English only? Then I can explain in English. And that is mentioned by Rajneesh Pandey, I think. And Rajneesh Pandey is belonging to, I think it is from out of Kerala. So, most of the students in Kerala states are from Malayalam language. So they need Malayalam, I think. So I can explain both in English and Malayalam. So Rajneesh Pandey, don't worry about it. I will explain both in English and in Malayalam. Clear? Ready? Okay, both in English and Malayalam, no problem. That is in Manglish. Ready? So first the question, humoral immunity. There are 2 types of cells needed, B cells, T cells. And B cell and T cell both are lymphocytes. They are originating from bone marrow. But T cells are maturing in thymus. This is a question. ഇതൊരു ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. How is the operation of humoral immunity or cell-mediated immunity? ഒരു question ആണ്. So the answer of the question, when an antigen comes in body, then T cells become active and stimulate B cell. Then B cells produce antibody. Antibody can attack antigen and neutralize it. നിങ്ങളുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ വരുമ്പോൾ അത് T സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ T സെൽ അത് ഡിസ്കവർ ചെയ്യും. ദെൻ ഇറ്റ് വിൽ ആക്ടിവേറ്റ് B സെൽ. B സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും. B സെൽ ആൻറ്റിബോഡി ഉണ്ടാക്കും. ആൻറ്റിബോഡി ആൻറ്റിജനെ ബൈൻഡ് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. ക്ലിയർ? റെഡി? Okay, next. So this antibody എന്ന് പറഞ്ഞ സാധനം, ആൻറ്റിബോഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ന്യൂട്രലൈസ് ആൻറ്റിജൻ. നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഉണ്ട്, ആൻറ്റിബോഡിയാണ് ആൻറ്റിജനെ ന്യൂട്രലൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിബോഡി. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യുവർ CBSE examination. Okay, explain the structure of an antibody. It's a long answer type question. Explain the structure of antibody. ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. സോ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് എൻ ആൻറ്റിബോഡി ഈസ് എ പ്രോട്ടീൻ. ഇറ്റ് ഈസ് കോൾഡ് immunoglobulin. Immunoglobulin. It is a protein actually. It is called immunoglobulin. അപ്പോൾ ആൻറ്റിബോഡി എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്, അതൊരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് നെയിം എടുത്ത് വെൻ യു ടേക്ക് ദ ഷോർട്ട് നെയിം ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ യു വിൽ ഗെറ്റ് IG. IG എന്ന് വിളിക്കും. വൺ ആൻറ്റിബോഡി ഹാസ് 4 ചെയിൻസ് ഓഫ് പ്രോട്ടീൻ. 4 പ്രോട്ടീൻ ചെയിൻ ഉണ്ട്. ദർ ആർ 4 ചെയിൻസ് ഓഫ് പ്രോട്ടീൻ. ദർ ഇസ് എ ലാർജ് ചെയിൻ, അനദർ ലാർജ് ചെയിൻ. 2 ലാർജ് ചെയിൻ ഉണ്ട്, or heavy chain. These 2 are heavy chains. And then 2 small chains. One is this one, one is this one. The small chains are called light chains. But 2 heavy chain, 2 light chain. So an antibody contains 2 heavy chains and 2 light chains. Good. The heavy and the light. See the board. The heavy and the light. See, മക്കൾ നോക്ക്, ഇതും ഇതും കൂടി both are connected together by disulfide bond. Disulfide bond. 2 സൾഫർ ആറ്റം, 2 സൾഫർ ആറ്റം വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹെവി ആൻഡ് ലൈറ്റ്. ഓക്കെ, ഹിയർ യു ക്യാൻ സി എ disulfide bond. Here you can see a disulfide bond. 2 heavy are connected together by disulfide bond.
So heavy to heavy are connected together by disulfide bond. Heavy and light are connected together by disulfide bond. മക്കളെ രണ്ട് ഹെവി രണ്ട് ലൈറ്റും ഹെവിയും തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ട്, ഹെവിയും തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ട്. മൊത്തം എത്ര ചെയിൻ ഉണ്ട്? ഹൗ മെനി ചെയിൻസ് ആർ ടോട്ടലി? 4 chains. 2 are heavy, so they are called H2. 2 are light, so they are called L2. So antibody is otherwise called H2L2. This is a structure of an antibody. Okay, if you write this answer for the question, long answer type question, you will get full mark. Definitely. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ, ആൻഡ് ദിസ് പ്രോട്ടീൻ ഈസ് കോൾഡ് immunoglobulin, shortly called Ig. Okay, one Ig or one antibody has 4 chains. 2 are heavy, 2 are light. The heavy and heavy are connected by disulfide bond. Heavy and light are connected together by disulfide bond. Okay, clear? So the antibody is called H2L2. One more point that is very important. Each antibody has an antigen binding site. Antigen binding site by which is this, by this site it will attack the antigen. ഓക്കെ, അപ്പോൾ ഏതൊരു ആൻറ്റിബോഡി എടുത്താലും അതൊരു ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണും. ഈ സൈറ്റ് വെച്ചിട്ടാണ് അവൻ ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുക. ആൻറ്റിജനെ ബൈൻഡ് ചെയ്തിട്ട് വേണം അതിനെ ന്യൂട്രലൈസ് ചെയ്യാം. സോ ഈച്ച് ആൻറ്റിബോഡി ഹാസ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ബൈ ദിസ് സൈറ്റ് ഇറ്റ് വിൽ അറ്റാക്ക് ദ ആൻറ്റിജൻ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ. ഇനി another question may ask. Another question. That question is, how many types of antibodies are found in human body? How many types? 5 types. IgG, IgA, IgM, IgE, IgD. You can easily remember gamed. Easily remember by using a short name gamed. Gamed. Watch it. G-A-M-E-D. Gamed. So 5 types of antibody. Remember IgG, IgA, IgM, IgE, IgD. These are the 5 types of antibody. ഇത് ചാപ്റ്ററിൽ ഏകദേശം ഇപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു മിഡിൽ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഇവിടുന്ന് ഒരു ചോദ്യം പറയാം. നിങ്ങൾ ഈ ആൻറ്റിബോഡിൻ്റെ പടം, ചിത്രം, ഡയഗ്രാം നോക്കി വെച്ചോ. ദ ഡയഗ്രാം ഓഫ് ആൻറ്റിബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡോണ്ട് ഡ്രോ ഇറ്റ്, ജസ്റ്റ് റിമെമ്പർ ഇറ്റ്. ഓർത്ത് വെച്ചാൽ മതി. സ്ട്രക്ചറും പഠിക്കാം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി അടുത്തത് നോക്കുക, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇത് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഒരാൾക്ക് അസുഖം വന്നു. A person is affected by disease, so he will naturally produce antibody. When a person is affected by disease, then he will produce antibody. ഇപ്പോൾ എനിക്കൊരു അസുഖം വന്നു, ഞാൻ ആൻറ്റിബോഡി ഉണ്ടാക്കും. This ability to produce antibody is called active immunity. So what is active immunity? The ability to produce antibody against an antigen. When an antigen comes in body, ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡി വന്നാൽ, when an antigen comes in body, our body will produce antibody. This ability is called active immunity. പഠിച്ചു വെച്ചോ, ഇതൊരു ചോദ്യമാണ്. This may be a question for CBSE examination. Active immunity. In some people, this ability is less. ഈ എബിലിറ്റി കുറവായിരിക്കും ചിലർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? ദേ ക്യാൻ റിസീവ് ആൻറ്റിബോഡി, ഓൾറെഡി പ്രിപ്പയർഡ് ആൻറ്റിബോഡി ഫ്രം അനദർ അനിമൽ ഓർ അനദർ മാൻ. വേറൊരാളിൽ നിന്ന് നമുക്ക് ആൻറ്റിബോഡി വാങ്ങാം, ഓൾറെഡി പ്രിപ്പയർഡ് ആൻറ്റിബോഡി. അങ്ങനെ വാങ്ങുമ്പോൾ അതിന് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. സോ ദ ആൻറ്റിബോഡി ട്രാൻസ്ഫറിങ് ഫ്രം അനദർ organism is called passive immunity. So explain the difference between
passive and active immunity. First you may tell what is active immunity. End the active immunity ഒന്ന് പറഞ്ഞേ. പറ. The ability of a man to produce antibody. The ability of a man to produce antibody against an antigen. It is called active immunity. What is passive immunity? Some people have no active immunity. Active immunity ഉണ്ടാവില്ല. So we can provide, they can receive the antibody, already prepared antibody from another organism. Already ഉണ്ടാക്കിയ antibody വേറൊരാളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. That is called passive immunity. I will give an example. When the mother give colostrum, first milk, ആദ്യത്തെ പാല് അമ്മ കുട്ടിക്ക് കൊടുക്കുമ്പോൾ it contains IgA antibody. The child will get IgA antibody. അത് പാസീവ് അല്ലേ? അമ്മ ഉണ്ടാക്കിയ ആൻറ്റിബോഡി അല്ലേ? Actually, this antibody is produced by mother and then it is transferring into child. So, it is an example for passive immunity. Okay, ready? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാൻ പറയും പാസീവ് ഇമ്മ്യൂണിറ്റിക്ക്. എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. Active and passive immunity. Next one, vaccination. Vaccination. ഇപ്പോൾ നമുക്കൊരു ഡിസീസ് വരുന്നതിന് മുമ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. അതായത് വി ക്യാൻ ഇൻഡ്യൂസ് ആൻ ഇമ്മ്യൂണിറ്റി ബിഫോർ ദി എൻട്രി ഓഫ് ആൻറ്റിജൻ. വി ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂണിറ്റി ബിഫോർ ദ എൻട്രി ഓഫ് ആൻറ്റിജൻ. നിങ്ങളുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ അസുഖം വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ആൻറ്റിബോഡി ഉണ്ടാക്കാൻ പറ്റും, ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് വാക്സിൻ. ആക്ച്വലി വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. വാട്ട് ഈസ് എ വാക്സിൻ? ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് ആൻറ്റിജൻസ്. ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് ആൻറ്റിജൻസ്. ആൻറ്റിജനെ കൊന്നിട്ട് അല്ല ഇനാക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഞ്ചെക്ട് ചെയ്യും. അതാണ് വാക്സിൻ. ഇറ്റ് ഈസ് കോൾഡ് വാക്സിൻ. കൊറോണ വാക്സിൻ ആക്ച്വലി കൊറോണ വൈറസിനെ തന്നെ ഇഞ്ചെക്ട് ചെയ്യുക, കൊന്നിട്ടാണ്. ഓക്കെ, അത് അസുഖം ഉണ്ടാക്കില്ല. സോ വെൻ ഇറ്റ് ഈസ് ഇഞ്ചെക്റ്റഡ് ഇൻ ടു ദി ബോഡി, അവർ ബോഡി വിൽ പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇമ്മ്യൂണിറ്റി കിട്ടി. ഇനി റിയൽ വൈറസ് വന്നാൽ നോ പ്രോബ്ലം. ക്ലിയർ അല്ലേ? അതാണ് വാക്സിനേഷൻ. ക്ലിയർ? ഇപ്പം ഞാൻ പഠിപ്പിച്ച് ഇത്രയൊന്നും ഓർത്ത് നോക്കി. നോക്ക്, വാട്ട് ഈസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് ഓഫ് ടു ടൈപ്സ്: ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇത് ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ഈസ് ലോങ് ലാസ്റ്റിംഗ്. എത്ര കാലം വേണം? ആൻറ്റിബോഡിയുടെ ലൈഫ് സ്പാൻ അനുസരിച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം ചില ആൻറ്റിബോഡീസൊക്കെ 40 years വരെ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ദ ഗുഡ് എക്സാമ്പിൾ ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഒരിക്കലും വന്നാൽ 40 years വരില്ല. വി ഹാവ് ദാറ്റ് ആൻറ്റിബോഡി ഇൻ അവർ ബോഡി. റെഡി അല്ലേ? അതേപോലെ ഇപ്പോൾ പറഞ്ഞു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചു. It is the ability of a man to produce antibody against an antigen. If there is no this ability is absent, then we will provide already prepared antibody from another animal. നമുക്ക് ആ എബിലിറ്റി ഇല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് ആൻറ്റിബോഡി സ്വീകരിക്കും. അതിൻ്റെ പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ദ ഗുഡ് എക്സാമ്പിൾ, മദർ കൊളസ്ട്രം കൊടുക്കുന്നു. മദർ ഈസ് ഡൊണേറ്റിംഗ് IgA ടു ചൈൽഡ് ത്രൂ കൊളസ്ട്രം. അമ്മ IgA പാലിൽ കൂടി കുട്ടിക്ക് കൊടുക്കുന്നു. അതാണ് എക്സാമ്പിൾ. ഇനി വാക്സിനേഷൻ എന്താ? വാക്സിൻ എന്താ? കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് ആൻറ്റിജൻ ഈസ് ഇഞ്ചക്റ്റഡ്. കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് ആൻറ്റിജൻ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദി ബോഡി. ദെൻ ദ ബോഡി വിൽ പ്രിപ്പയർ ആൻറ്റിബോഡി. അപ്പം ചത്ത അല്ല ഇനാക്ടിവേറ്റ് ചെയ്ത ആൻറ്റിജനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. അപ്പം നമ്മുടെ ബോഡി ആൻറ്റിബോഡി ഉണ്ടാക്കും. Then if the real virus comes in body, there is no problem. Already prepared antibody will attack it. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് റിയൽ വൈറസ് വന്നാലും കുഴപ്പമില്ല, അല്ല റിയൽ ആൻറ്റിജൻ വന്നാലും കുഴപ്പമില്ല, നമ്മൾ അറ്റാക്ക് ചെയ്യും. Then immune systems of the body. ഓക്കെ, ഇവിടെ 2 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക്കലി there are 2 types of lymphoid organs or immunological organs or immune systems in body. അതിലൊന്ന് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ.
പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. പഠിച്ചോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ദ ഗുഡ് എക്സാമ്പിൾ, എവിടുന്ന നമ്മുടെ ബി സെല്ലും ടി സെല്ലും ഒറിജിനേറ്റ് ചെയ്യും മെച്ചുറാകുകയും ചെയ്യാം? ദ ബി സെൽ ആൻഡ് ടി സെൽസ് ആർ ഒറിജിനേറ്റിംഗ് ആൻഡ് മെച്ചുറിങ് ഇൻ വിച്ച് ഓർഗൻസ്? കേൾക്കട്ടെ, പറയാൻ നോക്കട്ടെ, പറയൂ. ദ ബി സെൽസ് ആൻഡ് ടി സെൽസ്, ഈ രണ്ട് സെല്ലാണല്ലോ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ബി സെൽ ആൻഡ് ടി സെൽസ് ആർ ഹെൽപ്പിംഗ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. So my question, ശ്രദ്ധിക്കുക, the B cells and T cells are originating and maturing in which part? Tell me. Originating and maturing in bone marrow, then thymus. Bone marrow and thymus. Bone marrow and thymus. So these two organs are called primary lymphoid organs. So why the bone marrow and thymus are called primary lymphoid organs? Because B cells and T cells are originating and maturing in bone marrow and thymus. Is it clear? Is it clear? So they are called primary lymphoid organs. Next, after their origin and maturation, അവർ ഉണ്ടായി മെച്ചുറായി, അതിനുശേഷം they will be stored in some regions of body. അവർ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി സ്റ്റോർ ആകും. That regions are called secondary lymphoid organs. Secondary lymphoid organs are organs which are storing B cells and T cells. Okay, the good example, tonsils. Number 2, spleen. Number 3, Peyer's patches of intestine. This intestine, human intestine, contain some special lymph nodes. They are called Peyer's patches. Next, number 4, mucosal associated lymphoid tissue. Mucosal associated lymphoid tissue. We can call it shortly as MALT. Mucosal associated lymphoid tissue or MALT. These organs are called tonsil, spleen, Peyer's patches, MALT, etc. are called secondary lymphoid organs. Okay, so ഈ രണ്ട് വാക്ക്, just remember the two terms, primary lymphoid organ, secondary lymphoid organ. Very important. Next question, immunity related diseases. നമ്മുടെ immunity ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്? One is allergy, second is autoimmunity, third is AIDS. ആദ്യത്തെ എടുക്കാം, ഫസ്റ്റ് വൺ, അലർജി. അലർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കും. സം പീപ്പിൾ ഹാവ് an ability to produce some responses against certain substances called allergens. നമ്മുടെ ബോഡിയിൽ ചില കെമിക്കലുകൾ വന്നാൽ അതിനെതിരെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. എല്ലാവരും ഇല്ല, ചിലർ മാത്രം. ഇപ്പം ഗുഡ് എക്സാമ്പിൾ, സം ഹാവ് അലർജി അഗൈൻസ്റ്റ് ഡസ്റ്റ്, സം അതേഴ്സ് ഹാവ് അലർജി അഗൈൻസ്റ്റ് പോളൻ ഗ്രെയിൻ. ഇതൊരു ചോദ്യമാണ്. ഗിവ് ദ നെയിം ഓഫ് 2 അലർജൻ. അലർജൻ ഈസ് ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കോസ് അലർജി. അലർജി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് അലർജൻ. സോ ഡസ്റ്റ്, പോളൻ ഗ്രെയിൻ, അനിമൽ ഡാൻഡർ, ഈ ആനിമൽസിൻ്റെ ഒക്കെ ബോഡി നിറഞ്ഞ പൊടി പോലത്തെ രോമങ്ങൾ, അനിമൽ ഡാൻഡർ, ഓൾ ദീസ് ആർ എക്സാമ്പിൾ ഫോർ അലർജൻസ്. ഒരുപാട് അലർജൻ. സം പീപ്പിൾ ഹാവ് ചോക്ലേറ്റ് നിന്ന് അലർജി വരുന്നവരുണ്ട്, നല്ല കാര്യമായി. ചിലർക്ക് മീറ്റ് കഴിച്ച അലർജി വരുന്നവരുണ്ട്, ചിലർക്ക് ഫിഷ് കഴിച്ച അലർജി വരുന്നുണ്ട്, പല ടൈപ്പുണ്ട്. അവരൊക്കെ വിളിക്കുന്ന പേര് അലർജൻ എന്നാണ്. ദ അലർജി കോസിങ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് അലർജൻ. The most common symptoms of allergy, number 1, coughing and wheezing, ശ്വാസമുട്ടൽ. Number 2,
sneezing, itching, chorichil, itching. All these are the symptoms. During allergy, we will produce an antibody. It is a question. That antibody is IgE. ഞാൻ നേരത്തെ 5 ടൈപ്പ് ആൻറ്റിബോഡി പറഞ്ഞില്ലേ? അലർജി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് IgE. ഓക്കെ അല്ലേ മക്കളെ? ഇത് പഠിച്ചു വെച്ചോളൂ. ഇതിൽ നിന്നൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് അഗൈൻസ്റ്റ് ഓൺ ബോഡി പാർട്സ്. നമ്മുടെ സ്വന്തം ബോഡിക്കെതിരെ നമ്മൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. നമ്മുടെ സ്വന്തം ബോഡിക്കെതിരെ, നമ്മുടെ തന്നെ ഓർഗനെതിരെ നമ്മൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ആൻറ്റിബോഡി ഉണ്ടാക്കുക. അത് കുഴപ്പമാവില്ലേ? അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എ ഇമ്മ്യൂണിറ്റി ഓർ ആൻറ്റിബോഡി ഡെവലപ്പിംഗ് ഓൺ ബോഡി പാർട്സ്. ദ ഗുഡ് എക്സാമ്പിൾ, അതിൻ്റെ ഒരു പേരെഴുതാൻ ചോദിക്കും. ദാറ്റ് ഈസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇതാണ് അസുഖം. It affect, the antibody will affect synovial joints. Synovial jointനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്കിതൊന്നും പഠിക്കണ്ട, ഞാൻ ഈ പേര് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഓട്ടോഇമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പേര് മാത്രം പഠിക്കാം. വാട്ട് ഈസ് ഓട്ടോഇമ്മ്യൂണിറ്റി? ആൻസർ പറയണം. ദ ഇമ്മ്യൂണിറ്റി ഓർ ആൻറ്റിബോഡി ഡെവലപ്പിംഗ് അഗൈൻസ്റ്റ് ഓൺ ബോഡി പാർട്സ്. നമ്മുടെ സ്വന്തം ബോഡി പാർട്സിനെതിരെ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എയ്ഡ്സ്. മക്കളെ, HIV AIDS എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എയ്ഡ്സ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഇയർ അറിയാവോ? വിച്ച് ഇയർ എയ്ഡ്സ് ഫസ്റ്റ് റിപ്പോർട്ടഡ്? ആ ഇയർ മേ ബി ചോദിച്ചേക്കാം. 1984 ആയിരിക്കും. 1984 US-ലാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. അതിന് മുമ്പ് വാട്ട് ഈസ് എ എക്സ്പാൻഷൻ ഓഫ് എയ്ഡ്സ്? Acquired Immunodeficiency Syndrome. Acquired Immunodeficiency Syndrome. It is caused by an RNA virus. It is called HIV. What is the complete name of HIV? Human Immunodeficiency virus. 1981 ആണ്. ഓക്കെ, എന്നോട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു 1981. ഞാൻ മാറ്റി 1981. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. അപ്പോൾ 1981. വാട്ട് ഇസ് ദ നെയിം? അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. കോസ്ഡ് ബൈ വിച്ച് വൈറസ്? ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്, HIV. ഇറ്റ് ഈസ് ആൻ RNA വൈറസ്. വരാവുന്ന ചോദ്യങ്ങൾ, HIV-യുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് ചോദിക്കാം. RNA ആണ്. ഓക്കെ, ഇനി അതിൻ്റെ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറയും, കേൾക്കാം. ഫസ്റ്റ്, HIV affects a special type of cell in your body, macrophage. ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന മാക്രോഫേജിനെയാണ്. മാക്രോഫേജിൻ്റെ അകത്ത് കയറിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇതാണ് ആ സെല്ല്, മാക്രോഫേജാണ്. ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. ദിസ് ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് അവർ ഓൺ DNA. നമ്മുടെ സ്വന്തം DNA ഉണ്ട്. ഓക്കെ, ഈ ദിസ് വൈറസ് ഫസ്റ്റ് enters into your macrophage. Then it has an RNA ഉണ്ട്. Using this RNA, it produces a DNA. അവനൊരു DNA ഉണ്ടാക്കും. ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. ഫ്രം RNA ജീൻ ഇറ്റ് പ്രൊഡ്യൂസസ് എ DNA ജീൻ. ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇത് നടന്ന ഏത് സെല്ലിലാണ്? മാക്രോഫേജിലാണ്. ദെൻ ദിസ് DNA അറ്റാച്ചസ് വിത്ത് അവർ DNA. നമ്മുടെ DNA അറ്റാച്ച് ചെയ്യും and produces several copies of virus. ഒത്തിരി വൈറസിനെ ഉണ്ടാക്കും. Thus, macrophage can act as HIV factory. ഇപ്പം മാക്രോഫേജ് ആരായിട്ട് മാറി? HIV ഫാക്ടറിയായി.
ഇനി ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, ആഫ്റ്റർ മെനി ടൈപ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ദിസ് വൈറസ് സെക്കൻഡ് അഫക്റ്റ്, രണ്ടാമത് അഫക്റ്റ് ചെയ്യുന്നത് യുവർ ടി സെൽസിനായിരിക്കും. ഏത് സെൽസിനെ അറ്റാക്ക് ചെയ്യുക? ടി സെൽസ്. Then your immunity will reduce. The ability to produce antibody, that effect will reduce. Acquired immunity will reduce. It is called acquired immunodeficiency syndrome. So ഇവിടെ രണ്ട് ചോദ്യമുണ്ട്, 2 questions. The first question, HIV affect which cell first? Macrophage. Inside macrophage, it produces a copy of DNA from its RNA. That is called reverse transcription. Okay, clear? അതിനുശേഷം നമ്മൾ പഠിച്ചെന്താ? Then this macrophage, from the macrophage it produces many copies of virus. ഒത്തിരി വൈറസുകളെ ഉണ്ടാക്കും. Then the virus second attack, രണ്ടാമത് അറ്റാക്കിന്റെ സെല്ലാണ് ഏതാ മക്കളെ? T cell. Then it will destroy T cell. T cell destroy. So your acquired immunity will reduce. It is called acquired immunodeficiency syndrome. അപ്പോൾ പല അസുഖങ്ങൾ വരും നിങ്ങളുടെ ബോഡിയിലേക്ക്. ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി വിൽ കം, ട്യൂബർകുലോസിസ് വിൽ കം, ടോക്സോപ്ലാസ്മ വിൽ കം, ദസ് യു വിൽ ഡൈ. നമ്മൾ മരിച്ചു. ഇതാണ് എയ്ഡ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, എൻ്റെ ചോദ്യം, എയ്ഡ്സ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ദർ ആർ സെവറൽ മെത്തേഡ്സ് ഫോർ ട്രാൻസ്മിഷൻ. നമ്പർ 1, first one, sexual contact with multiple partners. പല പാർട്ട്നേഴ്സുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക. നമ്പർ 2, സിറിഞ്ചസ് ഓർ നീഡിൽസ്. നീഡിൽസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇതൊക്കെ ഇല്ലേ നമ്മളെ നർക്കോട്ടിക്സ്, മയക്കുമരുന്നുകൾ, നർക്കോട്ടിക്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്ന ആൾക്കാർ, ദേ വിൽ ഷെയർ 1 needle only. The good example, if a person is injecting heroin, a group of people are injecting heroin, they will share 1 needle. So it will cause transmission of AIDS. Number 3, blood transfusion. Blood transfusion. So sexual contact with multiple partners, needles and blood transfusion. Okay, ready? What is the organization in India to prevent AIDS? Anyone of the class? ആർക്കെങ്കിലും പറയാമോ? There is a national level organization in India to prevent AIDS. There is a short name for that. Anyone? NACO. Complete name, National AIDS Control Organization. National AIDS Control Organization, that is called NACO. ഈ പേര് പഠിച്ചു വയ്ക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്ന ക്യാൻസർ. ഓക്കെ, ക്യാൻസർ പഠിക്കുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ആൻഡ് റാപ്പിഡ് സെൽ ഡിവിഷൻ. അൺകൺട്രോൾഡ് ആൻഡ് റാപ്പിഡ് സെൽ ഡിവിഷൻ. നമുക്ക് തടയാൻ പറ്റാത്ത നമ്മുടെ സെല്ല് ഡിവൈഡ് ചെയ്യാം. നോർമലി ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു സെല്ലാണിത്, ഈ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ആയി, then it forms 4 cells, then it forms 8 cells, 8ആയി, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ഡിവൈഡ് ചെയ്യുമ്പോൾ സെൻറ്റർ നിൽക്കുന്ന സെല്ലില്ലേ, അതിൻ്റെ ചുറ്റും സെൽസായില്ലേ? നോക്ക്, സെൻറ്ററിലൊരു സെല്ലുണ്ട്, ഇതാ നോക്ക്, ഈ സെൽ ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുക, അതിൻ്റെ ചുറ്റും സെൽസ് ഉണ്ട്. അപ്പം ഈ സെൻറ്ററിൽ നിൽക്കുന്ന സെൽസ് ഡിവിഷൻ അങ്ങ് നിർത്തും. ചുറ്റും സെൽസ് ആയി കഴിഞ്ഞാൽ അങ്ങ് നിർത്തും. ദാറ്റ് ഈസ് വെൻ എ സെൽ ഈസ് സറൗണ്ടഡ് ബൈ മെനി സെൽസ്,
then the cell stops its division. അപ്പോൾ ഒരു സെല്ലിൻ്റെ ചുറ്റും കുറേ സെല്ല് വന്നു കഴിയുമ്പോൾ അത് ആ ഡിവിഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. Contact inhibition. This is a question for CBSE examination. What do you mean by contact inhibition? When a cell divides, it is surrounded by other cells. When it is surrounded by other cells, then that cell stops division. It is called contact inhibition. Cancer എന്ന് പറഞ്ഞാൽ uncontrolled and rapid cell division. That means cells lose their contact inhibition. ആ സെൽസിന് കോണ്ടാക്ട് ഇൻഹിബിഷൻ ലോസ് ആയി പോകും. സോ ദേ വിൽ ഡിവൈഡ് കണ്ടിന്യൂസ്ലി റാപ്പിഡ്ലി. ഇറ്റ് വിൽ ഫോം ട്യൂമർ ഉണ്ടാവും. ഇൻ യുവർ ബോഡി 2 types of tumors. One is benign tumor, the other is malignant tumor. Benign and malignant. Benign tumor is non-cancerous. ക്യാൻസർ ഉണ്ടാക്കില്ല. നമ്മുടെ ബോഡിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ട്യൂമേഴ്സ് വരും, മുഴകൾ വരും. അത് ക്യാൻസർ ഇല്ലാത്ത മുഴയാണ്. മാലിഗ്നന്റ് ട്യൂമർ ഈസ് ക്യാൻസർ എന്ന് പറയും. വെൻ ദ ക്യാൻസർ ട്യൂമർ ഗ്രോസ്, ഈ ക്യാൻസർ വളർന്നു വരുമ്പോൾ അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ് ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു അതർ പാർട്സ് ഓഫ് ദി ബോഡി. ജസ്റ്റ് എക്സാമ്പിൾ, ഒരുത്തന് ലങ് ക്യാൻസർ വന്നു, അതിങ്ങനെ വളരും, ഗ്രോ ചെയ്യും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു ലിവർ, ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു സ്കിൻ, ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു ബോൺ മാരോ. പല സ്ഥലത്ത് ക്യാൻസർ വരും. ദിസ് ഈസ് കോൾഡ് മെറ്റാസ്റ്റേസിസ്. വാട്ട് ഈസ് മെറ്റാസ്റ്റേസിസ്? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെറ്റാസ്റ്റേസിസ്? മൈഗ്രേഷൻ ഓഫ് ക്യാൻസർ സെൽസ് ടു അതർ റീജൻസ്. മൈഗ്രേഷൻ ഓഫ് ക്യാൻസർ സെൽ ടു അതർ റീജൻസ്. മറക്കരുത്. സോ വാട്ട് ഈസ് ക്യാൻസർ എന്ന് ചോദിച്ചാൽ പറയണം uncontrolled and rapid cell division. The cells lost their contact inhibition. Cancers are or tumors are 2 types. Benign tumor, non-cancerous. Malignant tumor, cancerous. What do you mean by metastasis? Migration of cancer cells to other regions. Okay. Now, what are the causes of cancer? Cancer causes is a question. Causes of cancer. I will explain. First one, some genes can cause cancer. Viral oncogene. 2, oncogenes. ചിലരുടെ ബോഡിയിൽ ജീനുണ്ട്, സ്വാഭാവികമായിട്ട് ജീനുണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ചില വൈറസുകൾ ബോഡി കയറിയാൽ ഒരു ജീൻ നമുക്ക് തരും ക്യാൻസറിൻ്റെ. പാപ്പിലോമ വൈറസ് ഒക്കെ ജീൻ തരും. വൈറൽ ഓൺകോജീൻ. Then some substances called carcinogens. ചില സബ്സ്റ്റൻസസ് ഉണ്ട്, കാർസിനോജൻസ് പറയും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കാർസിനോജൻസിന് 2 എക്സാമ്പിൾ എഴുതാൻ പറയും. നമ്മൾ പറയും 1 example is nicotine. Another example is X-ray. ഈ ഫിസിക്കൽ കാർസിനോജൻ. ഗാമ റേ. അപ്പോൾ നിക്കോട്ടിൻ, എക്സ്റേ, ഗാമ റേ, these are carcinogens, chemical carcinogens. ജനറ്റിക്കലായിട്ട് ഓൺകോജീൻസ് ആൻഡ് വൈറൽ ഓൺകോജീൻസ്. ഇത് ചോദ്യമായിട്ട് വരാം. ഓക്കെ. ഇനി ഹൗ ഈസ് എ ടെസ്റ്റ് ഓഫ് ക്യാൻസർ? അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. ദർ ഇസ് എ ക്വസ്റ്റ്യൻ മെൻഷൻ 2 tests യൂസിങ് ഫോർ ക്യാൻസർ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്യാൻസർ. 2 ടെസ്റ്റ് മെൻഷൻ ചെയ്യാൻ പറയും. ഏതെങ്കിലും 2 ടെസ്റ്റ്. ഞാൻ ടെസ്റ്റ് ഒന്ന് പറയും. നമ്പർ 1, എക്സ്റേ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എക്സ്റേ ക്യാൻസർ ഉണ്ടാക്കില്ലെന്ന് ചോദിക്കും. പക്ഷേ എക്സ്റേ ഉപയോഗിച്ച് തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാനും പറ്റും. എക്സ്റേ ടെസ്റ്റ്. നമ്പർ 2, ബ്ലഡ് ടെസ്റ്റ്. നമ്പർ 3, MRI. ഒരു സ്കാനിങ് ആണ്. നിങ്ങൾ എൻ്റെ ഫുൾ നെയിം ഒന്നും എഴുതണ്ട, MRI എന്ന് എഴുതിയാൽ മതി. മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ്. അതാണ് എൻ്റെ ഫുൾ നെയിം. നിങ്ങൾ അത് എഴുതണ്ട, MRI എന്ന് എഴുതിയാൽ മതി. നമ്പർ 4, CT സ്കാൻ. കംപ്ലീറ്റ് നെയിം ഒന്നും എഴുതണ്ട. കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ, പേരെഴുതണ്ട, CT എന്ന് എഴുതിയാൽ മതി. സോ വാട്ട് ആർ ദി മെത്തേഡ്സ് ടു ഡിറ്റക്ട് ക്യാൻസർ? എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, MRI, CT സ്കാൻ. ഹൗ ടു ട്രീറ്റ് ദ ക്യാൻസർ? എങ്ങനെ ക്യാൻസർ ട്രീറ്റ് ചെയ്യാം? ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കാണുക. മെനി മെത്തേഡ്സ് ആർ ദെയർ. അത് ഇൻഡിവിജ്വലായിട്ടോ കമ്പൈൻഡായിട്ടോ ചെയ്യും.
Just an example. One of the example. Radiation therapy. Radiation therapy. നമ്മുടെ ആ ക്യാൻസറുടെ ഭാഗം ലേസർ പോലെ റേഡിയേഷൻ വെച്ചാൽ കരിച്ചു കളയും. ആ സെൽസിനെ കരിച്ചു കളയും. So that is radiation therapy. We will kill the cells of that particular region by using laser. The laser can kill the malignant cells. അതൊരു മെത്തേഡാണ്. Number two, chemotherapy. നിങ്ങൾ പേര് മാത്രം എഴുതിയാൽ മതി. You just mention about the names only. Chemotherapy. It is a therapy or treatment by using some radioisotopes. റേഡിയോ ഐസോട്ടോപ്സ് വെച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കീമോതെറാപ്പി. അപ്പോഴാണ് മുടിയൊക്കെ കൊഴിയുക, അങ്ങനെ സൈഡ് എഫക്റ്റ് ഒക്കെ വരും. കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. തേർഡ് വൺ, ഇമ്മ്യൂണോതെറാപ്പി. Immunotherapy. This is a therapy to improve the immunity, and here they use alpha interferons. Alpha interferons. ഈ നെയിം ഓർത്തു വെച്ചു. So what are the treatments for cancer? The number 1, radiation therapy. Number 2, chemotherapy. Number 3, immunotherapy by using alpha interferons. Clear? Cancer is finished. നമ്മൾ എവിടെ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ തുടങ്ങി വന്നതിന് ലാസ്റ്റ് പാർട്ടെത്തി. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതോടെ നമ്മുടെ ഈ ക്ലാസ് അവസാനിച്ച് കുറച്ച് ചോദ്യങ്ങളോട് നമ്മൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് പിരിയും. കോസസ് ഓഫ് ക്യാൻസർ പറഞ്ഞു, ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ് ഒക്കെ പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസാണ്. ഇവിടെ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഡ്രഗ്സും അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്ലാന്റും ചോദിക്കും. ആദ്യത്തേത് ഒപ്പിയോയിഡ് അല്ലെങ്കിൽ ഒപ്പോയിഡ്സ് എന്ന് വിളിക്കും. ഒപ്പിയോയിഡ്സ് ഓർ ഒപ്പോയിഡ്സ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഓപ്പിയം. It is extracted from a plant called Papaver somniferum. Papaver somniferum. ഈ പ്ലാന്റിൽ നിന്ന് അത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളോട് മാറ്റി എഴുതാം. Papaver somniferum. What is the common name of this plant? That is poppy. The poppy plant produces a crude form of narcotic. ഈ പോപ്പി പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ആൻഡ് ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ആണ് ഒപ്പിയം. ഒപ്പിയത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഡെറിവേറ്റീവ്സ് ആണ് മോർഫിൻ. ഈ മോർഫിനെ അസറ്റൈലേഷൻ ചെയ്യും. ഡൈഅസറ്റൈൽഡ് മോർഫിൻ or acetylation of morphine produces heroin. അപ്പോൾ morphine and heroin are derivatives of opium. So can you give me 3 examples for opioid? Number 1, opium. Number 2, morphine. Number 3, heroin. They are obtained from poppy plant. What is the scientific name of poppy plant? Papaver somniferum. Okay, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദീസ് ഡ്രഗ്സ് ആർ സെഡേറ്റീവ്സ്. സെഡേഷൻ കൊടുക്കും. സെഡേഷൻ മീൻസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിലാക്സേഷൻ, അത് കൊടുക്കും. ഇനി രണ്ടാമത്തേത്, സെക്കൻഡ് വൺ, കന്നബിനോയിഡ്. Cannabinoids are otherwise called ganja. കഞ്ചാവ് എന്ന് പറയും, ഗഞ്ച. They are obtained from cannabis sativum. കഞ്ചാവ് ചെടി, കന്നാബിസ് sativum. ഇതിന്ന് ഒപ്റ്റെയിൻ ചെയ്യും. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്, ഗഞ്ചയുടെ ഡെറിവേറ്റീവ്സ് ആണ് ഹാഷിഷ്, ചരസ്. ഈ പേരൊക്കെ പഠിക്കണം. ചരസ്, മരിജുവാന, etc. Hashish, charas, marijuana. This will affect your central nervous system and they have an effect on your cardiovascular system and gastrointestinal system. ഇതിലൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്.
അതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇത്രയും പഠിച്ചാൽ മതി. ഈ 3 നെയിം ഡെറിവേറ്റീവ്സ്: ഹാഷിഷ്, ചരസ്, മരിജുവാന. They are extracted from ganja. Ganja is extracted from cannabis sativa. Okay. അടുത്ത നാർക്കോട്ടിക് കൊക്കൈൻ. ഒരു വൈറ്റിഷ് പൗഡറാണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എറിത്രോസൈലം കോക്ക. ഈ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. എറിത്രോസൈലം കോക്ക. It is a stimulant, especially it produces energy കൂട്ടി, and a particular effect euphoria. Euphoria എന്ന് പറഞ്ഞാൽ അമിത ആഹ്ലാദം, ഭയങ്കര പ്ലഷർ ആയിരിക്കും, ഇൻറ്റൻസ് പ്ലഷർ ആൻഡ് എനർജി. സോ ദാറ്റ് ഈസ് കൊക്കൈൻ. സോ ഇവിടെ വരാവുന്ന ചോദ്യങ്ങൾ: ഒപ്പിയോയിഡ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ് പാപ്പവർ സോംനിഫറം. Cannabinoid is extracted from Cannabis sativum. Then cocaine is extracted from Erythrocylon coca. അതേപോലെ give it 2 or 3 examples for opioid: opium, morphine, heroin. For cannabinoid, hashish, charas, marijuana. For cocaine, only cocaine. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ചെടികളൊക്കെ ഉണ്ട്, ഈ നർക്കോട്ടിക് എഫക്റ്റ് ഉള്ള ചെടികളുണ്ട്. കോമൺ പ്ലാന്റ് ആണ്. എട്രോപ്പ ബെല്ലഡോണ, ഡാച്ചുറ. These two plants have slight narcotic effects. അപ്പോൾ ഇത് മേ ബി ചോദിച്ചേക്കാം. എട്രോപ്പ ബെല്ലഡോണ ആൻഡ് ഡാച്ചുറ. ഓക്കെ. ഇനി അടുത്തത് ആൽക്കഹോളിസമാണ്. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആൽക്കഹോളാണ് ഇമ്പോർട്ടൻറ്റ്. വിച്ച് ഓർഗൻ വിൽ ബി അഫക്റ്റഡ് ബൈ ആൽക്കഹോൾ? ദാറ്റ് ഈസ് ലിവർ. ലിവർ വിൽ ബി അഫക്റ്റഡ്. ലിവറിൽ 2 കണ്ടീഷൻ വരും. വൺ ഈസ് ഫാറ്റി ലിവർ സിൻഡ്രം. സെക്കൻഡ് കണ്ടീഷൻ ഈസ് സിറോസിസ്. 2 കണ്ടീഷൻ വരും. ഇത് ചോദിക്കാം. When the alcohol affect liver, what are the 2 conditions developing? One is fatty liver, second is cirrhosis. Cirrhosis is dangerous. അടുത്തത് നമ്മൾ ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുടെ സിംറ്റംസ് ചോദിക്കാം. വാട്ട് ആർ ദി സിംറ്റംസ്? ഇവിടുന്ന് അങ്ങോട്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ദ എഫക്റ്റ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പോയിന്റ്സ് മാത്രം എടുത്തിട്ട്. One is reckless behavior, tendency to destroy public properties. Reckless behavior, vandalism and violence. Vandalism is also a tendency to destroy public properties. Excess dose causes death due to respiratory failure or heart failure. ഒരുപാട് കഴിച്ചാൽ മരിച്ചു, ചത്തു. ഡ്രഗ് വിത്ത് ആൽക്കഹോൾ കോസസ് ഡെത്ത്. ഈ മയക്കുമരുന്നിൻ്റെ കൂടെ മദ്യം കൂടെ കഴിക്കുകയാണ് ഡെത്ത്. Drop of academic performance, unexplained absences in school and college. അടുത്തത് lack of interest in personal hygiene, withdrawal, isolation, depression, fatigue, rebellious behavior. ഇത് നിങ്ങളുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 2 or 3 സിംറ്റംസ് എഴുതാൻ പറയും. എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ. മക്കളിത് പഠിച്ചു വയ്ക്കുക. ഇഷ്ടമുള്ള 3 or 4 എഴുതിയാൽ മതി. ഓക്കെ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ സമ്മറി എന്ന് പറയുന്നത്. ഞാൻ സമ്മറി എടുത്തത്. ആ സമ്മറിയിൽ നമ്മളിനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാണ്. വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻസ്. ആദ്യത്തേത്, നെയിം 2 ഇൻഫെക്ഷസ് ഡിസീസസ്, ഹൗ ആർ ദേ കോസ്ഡ്? അപ്പം നിങ്ങൾക്ക് ഞാൻ 5 ഇൻഫെക്ഷസ് ഡിസീസ് പറഞ്ഞു. ബാക്ടീരിയൽ, വൈറൽ, പ്രോട്ടോസോവൻ, ഹെൽമിന്ത്, ഫംഗൽ. അപ്പം അതിലേതെങ്കിലും 2 എണ്ണം. യു ക്യാൻ റൈറ്റ് ടൈഫോയിഡ് ഓർ ന്യൂമോണിയ. ദെൻ റൈനോ വൈറസിൻ്റെ കോമൺ കോൾഡ് എഴുതാം, മലേറിയ എഴുതാം. എനി 2 എക്സാമ്പിൾ അതുണ്ടാക്കുന്ന ഓർഗാനിസിൻ്റെ പേര്. അടുത്ത രണ്ടാമത്തെ, നെയിം എ ഹ്യൂമൻ ഡിസീസ് സ്പ്രെഡ് ബൈ ഇൻടേക്ക് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് contaminated by human fecal matter, its causal organism and symptoms. അപ്പോൾ ഇവിടെ
അങ്ങനെ പകരുന്ന അസുഖം ഏതാ? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ഹ്യൂമൻ ഫീക്കൽ മാറ്റർ വഴി, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, ദാറ്റ് ഈസ് അമീബിയാസിസ്. അപ്പോൾ അവർക്ക് വരുന്ന ഇൻറ്റസ്റ്റൽ ക്രാംസ് വരും. ഫീക്കസ് ലൂസായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് സ്മിയർ ആൻഡ് മ്യൂക്കസ്. ആ സിംറ്റംസ് നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ എനി 2 പ്രിവെൻറ്റീവ് മെഷർ ടു കൺട്രോൾ മൈക്രോബിയൽ ഇൻഫെക്ഷൻ. നിങ്ങളുടെ NCERT വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1 ഈസ് പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ കൈകളൊക്കെ വാഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പേഴ്സണൽ ഹൈജീൻ, നല്ല ഭക്ഷണം കഴിക്കുക, അതായത് ചൂടോടെയുള്ള ഭക്ഷണം കഴിക്കുക, വാഷ് ചെയ്തിട്ട് കഴിക്കുക, ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ പേഴ്സണൽ ഹൈജീൻ. പിന്നെ 2 പബ്ലിക് ഹൈജീൻ. പബ്ലിക് ഹൈജീൻ, ഹോട്ടൽസ്, അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, റോഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ NCERT-ലുണ്ട്, അത് എഴുതുക. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രിവെൻറ്റീവ് മെഷർ ടു കൺട്രോൾ മൈക്രോബിയൽ ഇൻഫെക്ഷൻസ്. 2, ഇറ്റ് ഈസ് ജനറലി ഒബ്സർവ്ഡ് ദാറ്റ് children who had suffered from chicken pox in their childhood may not contact the same disease in their adulthood. Give the reason. ചെറിയ പ്രായത്തിൽ ചിക്കൻ ബോക്സ് വന്നവർക്ക് അഡൽട്ടിൽ അത് വരില്ല. കാരണം എന്താണെന്ന് ചോദിക്കും. ബിക്കോസ് ദ ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് അഗൈൻസ്റ്റ് ചിക്കൻ ബോക്സ്, അങ്ങനെ പറയരുത്. ദ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് അഗൈൻസ്റ്റ് ചിക്കൻ ബോക്സ് ഈസ് എ ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി. Okay, it can last for approximately 40. അത് നിങ്ങൾ പറയണ്ട, it is a long lasting immunity. The immunity, acquired immunity developing against chickenpox is a long lasting immunity, and this immunity can produce antibody at any time. Okay, അടുത്ത ചോദ്യം. Why colostrum is important for newborn baby? Easy ആയിട്ട് പറയാം. Colostrum contains IgA antibody. It is a passive immunization. It provides immunity to the child. Okay, അപ്പോൾ colostrum contains IgA antibody. When it provides or when it gives to child, the child get immunity. ഇങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം, ഈ കണ്ടന്റ് വന്നാൽ മതി. അടുത്തത്, what is the difference between benign tumor and malignant tumor? പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം, ഞാൻ എൻ്റെ കണ്ടന്റേ പറയുന്നുള്ളൂ. Benign tumor is a tumor that is non-cancerous. Malignant tumor is a tumor that is cancerous. ഇത് വരുന്ന രീതിയിൽ ആൻസർ എഴുതുക. Define oncogene. What is oncogene? Cancer causing gene is called oncogene. Then MALT, mucosal associated lymphoid tissue. It is a secondary lymphoid organ. Interferon. Interferon is just interferon ne choichulla, alpha interferon choichittilla. Interferons are chemicals produced by viral infected cells. When a cell is infected by virus, then the cell produces interferon. It prevents the further multiplication of virus. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം. Innate immunity consists of 4 types of barriers. What are they? Okay, physical barrier, physiological barrier, cellular barrier, cytokine barrier. മാർക്ക് നോക്കിയിട്ട് എഴുതണം. വലിയ എസ് ഐ ടൈപ്പ് ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ കൂടി മെൻഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ പേര് മാത്രം മതി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ക്യാൻ യു സജസ്റ്റ് സം ഇമ്പോർട്ടൻറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് എയ്ഡ്സ്? അപ്പോൾ എയ്ഡ്സ് വരാതിരിക്കാനുള്ള സം പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് പറഞ്ഞു? അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. 2, the transfusion of blood is only after thorough checkup. ഓക്കെ, പിന്നെ വേറെന്താ? യൂസ് കോണ്ടംസ്. കോണ്ടംസ് യൂസ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ NCERT പറയുന്നുണ്ട്, അത് ഫോളോ, അത് എഴുതുക. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹിസ്റ്റമിൻ ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? അടിപൊളിയാണ്. നമ്മൾ അലർജി വരുന്ന ആളില്ലേ, ഡ്യൂറിങ് അലർജി our body contains some cells. ആ സെൽസിൻ്റെ പേരാണ് മാസ്റ്റ് സെൽസ്. ദിസ് മാസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ഹിസ്റ്റമിൻ. ഹിസ്റ്റമിൻ കോസസ് അലർജി, ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. അപ്പോൾ വെൻ ആൻ അലർജൻ കംസ് ഇൻ ബോഡി, ഒരു അലർജൻ നമ്മുടെ ബോഡി വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ മാസ്റ്റ് സെൽ
It produces histamine. Histamine induces allergy. അതുകൊണ്ട് അലർജിക്ക് കൊടുക്കുന്ന മെഡിസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിഹിസ്റ്റമിൻസ് എന്ന് വിളിക്കും. ആൻറ്റിഹിസ്റ്റമിൻസ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി വിത്ത് എക്സാമ്പിൾസ്. വാട്ട് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? The ability of an organism or animal or human body to produce antibody. It is called active immunity. What is passive immunity? It is if there is no immunity or active immunity, then the person can receive already prepared antibody. The good example, cholesterol. Name the causative organism of each of the following disease: amoebiasis, Entamoeba histolytica; malaria, Plasmodium vivax, Plasmodium falciparum, Plasmodium malariae; ascariasis, Ascaris lumbricoides. ഈ ജാതി ഇതേപോലെ മെത്തേഡിലുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി. ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അടിപൊളിയായിട്ട് അത് എഴുതണം. അത് എഴുതുന്നതിന് നല്ല മാർക്ക് കിട്ടും. സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി: 2 heavy chain, 2 light chain. It is a protein. Immunoglobulin Ig, and 2 heavy and light are connected together by disulfide bond. 2 heavy are connected together by disulfide bond. Antibody has special antigen binding site. It is otherwise called H2L2. അടുത്തത് describe autoimmune disease with example. Autoimmune disease is a disease that affect or immunity developing against own body parts. Example, rheumatoid arthritis. Mention about primary and secondary lymphoid organs in the human immune system. പറയാമോ? Primary lymphoid organs are organs in which the lymphocytes, B cells and T cells are developing and maturing. They are bone marrow and thymus. Secondary lymphocytes are organs in body where the lymphocytes are storing. Example, spleen, tonsil, Peyer's patches, malt, etc. അടുത്തത് describe the terms contact inhibition and metastasis. നമ്മൾ പഠിച്ച എന്താ contact inhibition? When a cell divides, after some division, it will surround with other cells. When the cell is surrounded by other cells, then it stops division. It is called a contact inhibition. What is metastasis? During cancer, at a particular stage, the cancer cells migrate to other regions. It is called metastasis. ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ, സാമ്പിൾ ചോദ്യങ്ങൾ. ഏകദേശം 200 സ്റ്റുഡൻസ് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ കയറിയിരുന്ന ഇതുവരെ ഇരുന്നു, ബോറടിക്കാതിരുന്നു. ഇങ്ങനെ ക്ലാസ് മനസ്സിലായോ? ഒരു റിവിഷൻ ആയില്ലേ? ഒരു ഫാസ്റ്റ് റിവിഷൻ വിത്ത് കുറേ ചോദ്യങ്ങൾ ചെയ്തില്ലേ? ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടൊരു ഗുണം ഞാൻ പറയാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിലെ ചോദ്യങ്ങൾ ചെയ്തിരിക്കും. ഇതെൻ്റെ വാക്കാണ്, ഉറപ്പാണ്. ക്ലാസ് മനസ്സിലായോ? ആണെങ്കിൽ ഒരു മെസ്സേജ് ഇടും. എല്ലാ പാർട്ടും, ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും ഞാൻ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അടിച്ച് പൊളിക്കണം ഈ പ്രാവശ്യം എക്സാമിനേഷൻ കേട്ടോ. ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നല്ല പ്രയോറിറ്റി ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എൻ്റെ ക്ലാസ് കണ്ടു, വീഡിയോ ക്ലാസ് കണ്ടു, NCERT വായിക്കുക, മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അപ്പോൾ സൂപ്പർ മാർക്ക് വാങ്ങിക്കുക. എല്ലാ വിഷസും എൻ്റെ പ്രാർത്ഥനകളുണ്ടാവും. അടിപൊളി മാർക്ക് വാങ്ങുക. താങ്ക് യു.